എല്ലാ വർഷവും നിരന്തരമായിട്ട് നമുക്ക് ആ സീസൺ ആവുമ്പോ വെള്ളപ്പൊക്കം കാര്യങ്ങളുണ്ട്. ഇത് പക്ഷെ ഒരു പ്രതിവിധി ഇല്ലാതെയാണ് ഈ സംഭവം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രതിവിധികളില്ല. എല്ലാ വർഷവും നമ്മൾ ഇത് അറ്റൻഡ് ചെയ്ത് പോവുക, വെള്ളം കയറുക, നമ്മൾ ഈ പറയുന്ന പോലെയുള്ള സ്ഥലങ്ങളിൽ പോയി നിൽക്കുക, ഈ പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പൊ ഏകദേശം ഹ്യൂമിഡിറ്റി കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ KSRTC ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാം, എറണാകുളം KSRTC കണ്ടിട്ടില്ലേ, നമുക്ക് ശുദ്ധമായി ശ്വസിക്കാൻ പറ്റില്ല. ഡ്രൈനേജ് വാട്ടർ അതേപോലെ തന്നെ കക്കൂസ് മാലിന്യം കൊണ്ട് വെള്ളം ഒന്ന് പൊങ്ങി ഡ്രൈനേജ് മുള്ള പൊട്ടി ഒഴിക്കുന്ന വെള്ളത്തിൽ കൂടെ തീട്ട വെള്ളത്തിൽ കിടന്നുള്ള കുട്ട കളിയാണ് എറണാകുളത്തെ സിറ്റിയിൽ നടക്കുന്നത്. പോട്ടെ, ഇവിടെ എടപ്പള്ളിയിലൊക്കെ പൊങ്ങിയപ്പോ ഓർക്കുന്നില്ലേ, ഉള്ള റോഡെല്ലാം കൂടെ ഒലിച്ചിട്ട് ഒറ്റ പോലീസുകാർ പോലും ആ പ്രദേശത്തോട്ട് വന്നില്ല. ആരും വരത്തില്ലൂ. നാട്ടുകാർ പുറത്തിറങ്ങി സെറ്റ് ചെയ്തൊക്കെ പോയാൽ പോയി. ഏറ്റവും വലിയ കുറ്റം എന്താണെന്നറിയോ, നമ്മള് വോട്ട് കൊടുത്ത് ജയിപ്പിച്ച് നമ്മുടെ അടുത്ത് വന്ന് വോട്ട് തെണ്ടി ജയിച്ചിട്ടുള്ള ആൾക്കാര് അവരുടെ പ്രിയോറിറ്റിയിൽ വരുന്ന ലിസ്റ്റേ അല്ലത്. അവര് ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രൊഫൈൽ ഇത് എന്താ പറയാ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതല്ലാതെ ഇതിനൊരു മാറ്റമില്ല. ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ റേറ്റ് കൂടുന്നതിനെ കുറിച്ചൊക്കെ അവര് ഡെയിലി ചിലപ്പോ ട്രാവൽ ചെയ്യുന്ന അങ്ങനെയൊക്കെ ആയിരിക്കും. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മേയറിന് നിവേദനം കൊടുത്തിട്ട് 15 ദിവസത്തിന് മുകളിലായി. ഞാൻ അയച്ചതരാടാ, തീർച്ചയായിട്ടും. അപ്പൊ അതില് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേയർ സൈൻ ചെയ്തിട്ടുണ്ട്. ഇതുവരെ ആ പ്രശ്നം പരിഹരിച്ചില്ല. കല്ലൂര് കത്രിക്കടവിന്റെ അവിടെ ഏജഹാളിന്റെ തൊട്ട് മുന്നില്, അതായത് ഡ്രൈനേജ് വാട്ടർ ലീക്ക് ചെയ്ത് മറ്റേ ട്രാൻസ്ഫോമറിന്റെ അടിയിലേക്കാണ് പോകുന്നത്. എങ്ങനെയുണ്ട്, ട്രാൻസ്ഫോമറിന്റെ അടിയിലേക്ക് ആൾക്കാർ നടന്നു പോകുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ വാർത്തയാവും, മറ്റേ എല്ലാവരും ഇടപെടും. കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ ബൈക്കുമായിട്ട് പോയി സൊമാറ്റോക്കാരൻ വീട് കുഴിയുണ്ടല്ലോ ഈ റോഡ് സൈഡിൽ തന്നെ, ഇവരുടെ പാളിച്ചാന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ ഒരു വീഴ്ച തന്നെ ഇത്. നേരത്തെ പറഞ്ഞാൽ ഒന്നും ആരും കേൾക്കത്തൊന്നുമില്ല. താൻ പോയി അവിടെ പോയി നിവേദനം എല്ലാവരും കാര്യം ചെയ്യും, അതിനകത്ത് ചാകാവോ? നിങ്ങൾ തയ്യാറാണോ? എനിക്ക് വേണ്ടി നീ ചാവാൻ തയ്യാറാണോ പരിപാടിക്ക്? ഇവിടെ എല്ലാ പരിപാടിയിലും ഇങ്ങനെ. ഇപ്പൊ താൻ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു നോക്ക്. പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പരാതി അവിടെ വാങ്ങിച്ചു വെക്കുന്നല്ലാതെ അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ പരിപാടികളൊക്കെ കണക്കാണ്. ഇപ്പൊ നമ്മള് അത്രയും മിടുക്കന്മാരായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് അത്രയും കോണ്ടാക്ട്സും ബന്ധങ്ങളും ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ചെന്ന് കാര്യങ്ങളൊക്കെ നടക്കുന്നല്ലാതെ ഒരു സാധാരണക്കാരന്റെ ഒരു പരാതിയായിട്ട് ചെന്നാൽ നടക്കാത്ത പോലെ, ഈ ഗവൺമെന്റ് ഓഫീസിൽ ചെന്നാൽ നടക്കാത്ത പോലെ, സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരിപാടിക്ക് ചെന്നാൽ നടക്കാത്ത പോലെ ഇങ്ങനെ ലാഗായി പോകുന്ന പരിപാടി നമ്മളിവിടെ കാലാകാലങ്ങളായിട്ട് അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഡ്രെയിനേജ് പൊട്ടിക്കിടക്കാന്നുള്ളത് അവിടെ കിടക്കുള്ളൂ. വെള്ളം പോകുന്നു പറഞ്ഞാൽ അതങ്ങ് പോവുള്ളൂ. മഴ പെയ്ത് വെള്ളം കയറി അങ്ങ് വെള്ളപ്പൊക്കം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഉണ്ടാവട്ടെ, അപ്പൊ നോക്കാൻ എല്ലാം അങ്ങനെയാ. വെള്ളപ്പൊക്കം ഉണ്ടായുള്ള ഗുണം എന്താണെന്ന് വെച്ചാല് നമുക്ക് ഫണ്ട് പിരിക്കാം. ഭയങ്കരമായ ഫണ്ട് പിരിവിടാണ്. അത് ഒരു കൂട്ടരല്ല, എല്ലാവരും അടയ്ക്കാത്ത ആൾക്കാരടക്കം ഭയങ്കര പിരിവ്. സിനിമാടന്മാരുടെ സംഭാവന, സിനിമാടന്മാരുടെ രക്ഷകരാവും. മോഹൻലാൽ 3 കോടി, അല്ലു അർജുൻ 10 കോടി, അങ്ങനെ എല്ലാവരും കൊടുത്തപ്പോ ഇവന്മാരെ വണങ്ങാനും തൊഴുതാനും ഒക്കെ ആൾക്കാർ ഭയങ്കര റെഡിയായിട്ട് നിൽക്കുക ഇവിടെ. മനസ്സിലായി? അവർക്ക് വേണ്ടിയിട്ടാണോ എന്നറിയത്തില്ല ഇങ്ങനെയുള്ള പ്രിക്കോഷണറി മെഷേഴ്സ് ഒന്നും എടുക്കാതെ. എല്ലാ വർഷവും ഉണ്ട്. എന്നിട്ടും അതിനൊരു പരിഹാരം കാണാനായിട്ട് നമ്മൾ ഈ പറഞ്ഞ മുണ്ടക്കൈ നടന്ന സ്ഥലത്ത് ഈ പറഞ്ഞ മണ്ണിടിച്ചിലുണ്ടായതിനെ പറ്റി പറയുവാണെങ്കിൽ ഒരു വലിയ മേഘവിസ്ഫോടനം. ഈ മേഘവിസ്ഫോടനം എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു മേഘം ഉണ്ടായിട്ട് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക. ബോംബ് ഉണ്ടാക്കുന്ന പോലെ അത് ഉണ്ടായി വരുന്നതാണ്. അതിങ്ങനെ കുറെ ദൂരം ട്രാവൽ ചെയ്ത് വന്നത് ഇവര് കണ്ടില്ല, വീഴുമെന്ന് അറിയത്തില്ല, വീണ് കഴിഞ്ഞ് എന്ത് സംഭവിക്കുന്നു അറിയത്തില്ല എന്ന് പറയുന്നിടത്ത് ഒരു ചതിയുണ്ട്. അതിനാണ് കുഴപ്പമുണ്ട്. എല്ലാ ഫ്ലഡിനും ഇതുപോലത്തെ പ്രശ്നങ്ങളുണ്ട്. ഈ നാട്ടിൽ മാത്രമേ ഉള്ളൂ ഇത്രയും കാഷ്വാലിറ്റീസ്. അല്ലാതെ വേൾഡിൽ പല ഭാഗത്തും പല കത്രീനെയും അടിക്കുമ്പോ എന്തിനാ അവിടെ ലോസ് ആഞ്ചലസിൽ ഒരു പ്രതീക്ഷയില്ലാത്തത് തീ കത്തിയിട്ട് ഇത്രയും പേര് ചത്തില്ല. ഇവിടെയൊക്കെ ആണെങ്കിലുണ്ടല്ലോ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത പോലെ എങ്ങനെയാന്ന് അറിയത്തില്ല. പിന്നെ ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ പറഞ്ഞ പോലെ വാണിംഗ് ഒന്നും കൊടുത്തേ ഒരു പോത്തുന്നത് അവിടെ നിന്ന് കത്തി മരിക്കും. എന്റെ മണ്ണ്, എന്റെ അച്ഛനും കുറിച്ചുള്ള ഭൂമി, പിന്നെ എടുത്തോണ്ട് കൊടുക്കും കുറെ സാധനങ്ങളൊക്കെ. മനസ്സിലായി? എല്ലാ സാധനവും പൊക്കി പിടിച്ചോണ്ട് വാഷിംഗ് മെഷീൻ ഒക്കെ എടുത്തും രക്ഷപ്പെടുത്തുന്നു. ജീവനൊക്കെ അവരുള്ള സാധനങ്ങളല്ലേ. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയോ, നമ്മുടെ ഇവിടെ ഒരു ഇതുണ്ട് GCDA എന്ന് പറയും, കേട്ടിട്ടുണ്ടാവും, ഗ്രേറ്റസ്റ്റ് കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റി. ഈ GCDA നമ്മൾ പരാതി കൊടുത്തിട്ട് കൊച്ചിൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ.
അപ്പൊ അവിടെ നമ്മൾ ചെന്ന് നിവേദനം സമർപ്പിച്ചു കഴിഞ്ഞപ്പോ അയാളെ റെസ്പെക്ട് ചെയ്യണം. കാരണം ആള് വളരെ മര്യാദപൂർവ്വം അതെടുത്ത് വായിച്ച് കാര്യങ്ങൾ നമ്മളോട് റെസ്പോൺസ് ചെയ്തു. അത് റെസ്പോൺസ് ചെയ്ത് നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ പറഞ്ഞു. പക്ഷെ ഇപ്പോഴും അത് പരിഹരിക്കാതെ ഇപ്പോഴും ഇണക്കത്തിൽ കുണക്കുക, അതായത്. പക്ഷെ ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വേറെ. അതായത് എപ്പോഴും എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ആളെ ശത്രുവാക്കിയിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ വലിയൊരു വില്ലൻ ഇപ്പുറത്തുണ്ടാവും. അതേപോലെയാണ് മേയറിന്റെ സ്വഭാവം ഉണ്ടായിരുന്നത്. മേയറിന്റെ അടുത്ത് കൊണ്ട് കാണിക്കുമ്പോ എനിക്കിതൊക്കെ അറിയാം, ഇതൊക്കെ ഞാൻ അറിഞ്ഞതാണ്, ഞാൻ GCDയൊക്കെ സംസാരിച്ചുള്ള എന്താ വിഷയം എന്ന് പറഞ്ഞിട്ട് ആള് ചോദിച്ചത്. നമ്മൾ പറഞ്ഞ് ഇതാണ് വിഷയം എന്ന് പറഞ്ഞു. ഇല്ല എനിക്ക് വ്യക്തമാവുന്നില്ല എന്നാണ്. ഇതറിയാവുന്ന ആൾക്ക് നമ്മൾ വിഷയം പറഞ്ഞിട്ടും വ്യക്തമാവുന്നില്ല. അവസാനം നമ്മൾ പറഞ്ഞു ഇവിടെ പബ്ലിക് സർവീസ് അടിക്കുന്നു. ഏറ്റവും വലിയ വിറ്റ് എന്താ പറയുക, പബ്ലിക് സർവീസ് കമ്മീഷന്റെ നേരെ മുന്നിലാണ് ഈ സാധനം. അതായത് അവിടെ പണി കഴിഞ്ഞിട്ടില്ല, പണി കഴിക്കാനുള്ള പറമ്പ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ള പബ്ലിക് സർവീസ് കമ്മീഷന്റെ തൊട്ട് മുന്നിലാണ് ഈ സംഭവം. എത്രത്തോളം അതായത് എന്നിട്ട് നമ്മൾ ഇത് കംപ്ലൈന്റ് ചെയ്ത് കഴിയുമ്പോ GCDയിൽ നമ്മൾ കംപ്ലൈന്റ് ചെയ്ത് ഈ പറയുന്ന മേയറിന് കൊണ്ടു കൊടുക്കുമ്പോ മേയർ ഈ സാധനം വായിച്ചു നോക്കുന്നില്ല. നമുക്കൊരു റെസിപ്റ്റ് തന്നുണ്ട്. പക്ഷെ വെള്ളപ്പൊക്കം വരാണെന്നുണ്ടെങ്കിൽ നമ്മള് ഈ പറയുന്ന സ്ഥലം ഇപ്പൊ KSRTC തൊട്ടിട്ട് GCDയെ തൊട്ടിട്ട് ഈ പറയുന്ന പ്ലേസുകളൊക്കെ, അതായത് വെള്ളം ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്ലേസുകളും വെള്ളപ്പൊക്കത്തിൽ വന്നിട്ടുള്ള പ്ലേസുകളാണ്. എല്ലാ പ്രാവശ്യം വെള്ളപ്പൊക്കം ഫേസ് ചെയ്യുന്ന പ്ലേസുകളാണ്. അപ്പോ നമുക്കിത് നാളേക്ക് ഒരു പ്രൂഫാണ്. സത്യത്തില് പരമാവധി ജനങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ. ഈ പറയുന്ന നമുക്ക് തന്നിട്ടുള്ള ഒരു ഇതുണ്ട്, നമ്മളുടെ ആണ് ഓണർഷിപ്പ് എന്നുള്ളത് ഇപ്പോഴും ജനങ്ങൾ ഇവിടെ ഉണരുന്നില്ല. സീരിയസ്ലി സത്യത്തില് നമ്മളും കൂടി ഉത്തരവാദികളാണ്. അടുത്ത പ്രാവശ്യത്തെ വെള്ളപ്പൊക്കം വരാണെന്നുണ്ടെങ്കിൽ നമ്മളും കൂടി ഉത്തരവാദികളാണ്. ഇവിടെ ഡ്രൈനേജ് വാട്ടർ പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു കുഴപ്പമില്ല, വെള്ളം ലീക്ക് ആയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. നമ്മള് ഈ കാര്യങ്ങൾ ഒലിച്ചു പോകുന്ന ചാനലുകളൊക്കെ മെയിൻ്റെനൻസ് ഇല്ലേ, മറ്റേ സൈക്കോളജി ഇവിടെ വർക്ക് ചെയ്യണം. എനിക്ക് മനസ്സിലായോ? അതായത് കറണ്ട് പോയി കഴിയുമ്പോൾ അപ്പുറത്തേക്ക് നോക്കില്ല നമ്മള്, അവിടെ വേണ്ട ഓക്കെ പറഞ്ഞ സാധനം ഇവിടെ വർക്ക് ചെയ്യണം തോന്നുന്നത്. മൊത്തത്തിൽ വരുമ്പോ ഇവർക്ക് ഓക്കെ, നമുക്ക് മാത്രമായിട്ട് പ്രശ്നം വന്നാൽ ഇവര് കിടന്ന് കരയുകയും ഇപ്പൊ താങ്കൾ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ മെയിൻ്റെനൻസിന്റെ, വാട്ടർ അതോറിറ്റിയിലേക്ക് വിളിച്ച് കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ചെയ്യുന്നത് എന്താണെന്നറിയോ, അവരുടെ സെക്ഷനിൽ പൈപ്പാണ് പൊട്ടിയെങ്കിൽ മാത്രമേ അവർ ഇടപെടത്തുള്ളൂ. വാട്ടർ അതോറിറ്റി എന്നല്ല, വാട്ടർ അതോറിറ്റി എന്ന് പറയുന്നത് ഡ്രൈനേജ് വാട്ടർ ഉൾപ്പെടെ റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന മന്ത്രിയുടെ കീഴിൽ വരുന്നത്. അതായത് ഈ പറയുന്ന വാട്ടർ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പ്രശ്നങ്ങളും അപ്പോ ഇദ്ദേഹത്തിന്റെ കീഴിൽ മന്ത്രിക്കല്ലേ പരാതി കൊടുത്തത്. മന്ത്രിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അവര് പ്രോപ്പർ ആയിട്ട് മന്ത്രിനെ നമുക്ക് നേരിട്ട് കാണാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ് അവര് 1916 എന്ന് പറഞ്ഞുള്ള ഒരു കംപ്ലൈന്റ് അതോറിറ്റി നമുക്ക് തന്നിട്ടുള്ളത്. അവിടെ നമ്മൾ വിളിച്ച് കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 48 സാധാരണ എന്താ കസ്റ്റമർ കെയറിൽ പറയാം, 48 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് അവര് പരമാവധി ആ പ്രശ്നം പരിഹരിക്കും. അഥവാ പരിഹരിച്ചിട്ടില്ലെങ്കിൽ അവർ നമ്മളെ റിപ്പോർട്ട് ചെയ്യും, ഇങ്ങനത്തെ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയും. പക്ഷെ ഈ റെസ്പോൺസിബിലിറ്റി ഒന്നും ഈ പറയുന്ന അതോറിറ്റീസിനില്ല. അവരുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും വാട്ടർ അതോറിറ്റിയിൽ വിളിച്ച് പറയും. എന്നിട്ട് അവര് നമ്മൾ വിളിച്ചിട്ട് പറയും ഇത് ഞങ്ങളുടെ പരിധിയിൽ പെടുന്നതല്ല. അപ്പൊ ഞാൻ ചോദിക്കും നിങ്ങൾ ആരെ വിളിക്കുന്നത്? അപ്പൊ പറഞ്ഞ ഞങ്ങൾ വാട്ടർ അതോറിറ്റിന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ നിങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ ഇതിൽ വരുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞങ്ങളുടെ അല്ല, തൃശ്ശൂർ കോർപ്പറേഷന്റെ ഭാഗത്താണ് വരും. അപ്പൊ ഇവരെന്തിനാണ് ഇവർക്ക് കംപ്ലൈന്റ് കൊടുക്കുന്നത്? നമ്മൾ പ്രോപ്പർ ആയിട്ട് പ്ലേസും പിൻകോഡടക്കം കൊടുത്തിട്ട് പ്രശ്നമുണ്ട്. ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പ്രശ്നമുണ്ട്. അവരുടെ അത്യാവശ്യം വിളിച്ചു പറഞ്ഞാൽ ഞങ്ങളുടെ പരിധിയിലല്ലെന്ന് പറയും. പിന്നെ ഏത് പരിധിയിലാന്ന് ചോദിച്ചു പിന്നെ അത് പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ അവിടെ വിളിച്ച് പറഞ്ഞ ഒരാളെ കറക്കിക്കൊണ്ട് വരുമ്പോഴത്തേക്കും ഇവര് വന്ന് എല്ലാ പരിപാടി കഴിയുമല്ലോ. ഇനി ചുമ്മാ പറഞ്ഞാലും അവർക്ക് വേണം എസ്കേപ്പ് ആവാൻ. ഇങ്ങനെ അങ്ങനെ പാടില്ല. ഇത് 112 വിളിക്കേണ്ട പോലീസ് ആണെങ്കിൽ 112 കേന്ദ്ര സർക്കാരിന്റെ ഒരു പരിപാടിയാണ്. വിളിക്കാവോ? എല്ലാവരെയും വിളിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ വേസ്റ്റ്. പോലീസ് സ്റ്റേഷൻ നേരിട്ട് കാര്യമില്ല. ഇത് റെക്കോർഡ് ചെയ്യും, അവര് തിരിച്ച് റെസ്പോൺസ് ഉണ്ടെന്ന ഇതുവരെ നടന്നേക്കുന്നു. നമുക്കൊക്കെ അങ്ങനെ ഒരു അബദ്ധം പറ്റി, നമുക്ക് അറിയത്തില്ല, നമ്മളെ പറ്റിച്ച് വരും പോലീസുകാരെല്ലാം. അതങ്ങനെയാണ്. എനിക്ക് പോലീസിന്റെ ആ ഒരു സ്കെച്ച് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയോ, ഒരാള് ഭയങ്കര സൗമ്യമായിട്ട് മോനെ അങ്ങനെ സംസാരിക്കും. ഒരാള് എന്താ നീ എന്തിനാണോ അവനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പറയും. മറ്റൊരാൾ അവിടെ വേറെ ഉണ്ടാവും, ആളിങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കണ്ടാവും. ചിലപ്പോ വേറെന്തോ ഒരാള് വലിയ
ഞാൻ പറയാൻ സാറിന് ഇങ്ങനെയൊക്കെയാണോ ഡീൽ ചെയ്യുന്നത് ഇവിടെ? സാറിന് ചെല്ലുമ്പോ സൂക്ഷിച്ചോണം, ഭയങ്കര റെസ്പെക്ട് ചെയ്ത് സംസാരിക്കാവോ നിങ്ങൾ പറയുന്ന ആൾക്കാരോട് എന്തുകൊണ്ട് എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ഇവർക്ക് പരാതി കിട്ടിയാൽ അത് ഭയങ്കര നാടകമാണ്. 4 സ്വഭാവത്തിൽ നിർത്തും. നമ്മള് തന്നെ എഫ്ഐആർ ഇടാൻ പോയിട്ട് 4 മണിക്ക് ഇട്ടിട്ട് ബാലയുടെ കേസിലെ പക്കില്ലാതെ എഴുതി തന്ന പാർട്ടികളാ. മരുന്ന് പറഞ്ഞപ്പോ എന്നെ പിടിക്കാൻ വന്നേക്കുന്നു. പണ്ട് അച്ഛനമ്മമാര് പറയില്ലേ, ഞാൻ സ്ട്രിക്റ്റ് ആവാം, നീ കുറച്ച് സോഫ്റ്റ് ആയിക്കോ, അവൻ നിന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞോളൂ. അങ്ങനത്തെ ഒരു സാധനമാണെന്ന് തോന്നി. ഇവരെല്ലാം അങ്ങനെയൊക്കെയല്ലോ ജനിച്ചു വളർന്നതും പഠിച്ചതും, വേറെ ലോകത്തിന്റെ ഒരു മൂലയ്ക്കും പോയിട്ടില്ല. ഈ ഒരു അല്ല, ശരി ഞാൻ പറയാം, ഇവിടുത്തെ പോലീസും ഇവിടുത്തെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ലോകത്തിന്റെ വേറൊരു ഭാഗത്തോട്ട് ടൂർ പോലും പോകാത്ത ഇവരെ ഈ കേരള പോലീസിനൊക്കെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ മാത്രം പോരാ. എനിക്കറിയില്ല ഇവരെങ്ങനെ സെറ്റ് ചെയ്ത് ടീച്ചേഴ്സിനെ വിടേണ്ടതാണ്. ഒന്ന് വിദേശത്ത് പോയി വെറുതെ വേറെ പ്രശ്നമുണ്ടോ? യൂറോപ്പിൽ വിട്ടിട്ടും കാര്യമുള്ളൂ. ഇവന്മാരല്ലേ പോകുന്നേ, ഇവിടെ നിന്ന് പോയ യൂറോപ്പിൽ പോയവന്മാർ കാണിക്കുന്നില്ലേ തങ്കൻ ചേട്ടൻ അടിയെന്ന് പറഞ്ഞുകൊണ്ട് പബ്ബി കിടന്ന് തുള്ളി പോലെ. ഈ പൊട്ടന്മാർ വേണേ അവിടെ പോയി ഈഗ്ര വിളിക്കുകയോ മറ്റേ ഭാരത് മാതാ കീ പിടിച്ചിട്ട് തിരിച്ചു വന്ന് എന്ത് ചെയ്യും? അങ്ങനല്ലേ ചെയ്യണ്ടേ? ട്രെയിനിങ് കൊടുക്കാൻ ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ആളെ. ഏറ്റവും വലിയ വിറ്റ് എന്താണെന്നറിയോ? ഒരു പോലീസുകാരൻ എന്നോട് പറഞ്ഞ കാര്യമാണ്, യൂണിഫോം ഇട്ടിരിക്കുന്ന പോലീസുകാരൻ എന്നോട് പറയാണ്, വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു ഇതിന്റെ മെയിൻ പ്രശ്നം ഇതാണ്, ലോകപരിചയമില്ല, വിവരമില്ല, നിയമവ്യവസ്ഥയെ കുറിച്ചിട്ട് പോലും അറിയത്തില്ല. എന്നെ തന്നെ അറസ്റ്റ് ചെയ്തെന്ന് ഒത്തിരി ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ നടന്നു കഴിഞ്ഞിരുന്നു. എന്നെ നിർത്തി ഫോട്ടോ എടുത്തതും കൊടുത്തതും പിന്നെ കാണിച്ചു കൂട്ടിയതൊക്കെ ആയിട്ടുള്ള പരാതി. അതിനൊന്നും പരാതി കൊടുത്തിട്ട് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഉണ്ടാവണമെങ്കിൽ ഇവിടെ പൗരന്മാരുണ്ടാവും. അത് ശരിയാ, ഇവർക്ക് അത് അറിയത്തില്ലല്ലോ. പൗരന്മാരില്ലല്ലോ, ഇവിടെ ജനങ്ങളേ ഉള്ളൂ. ഞാൻ ചുമ്മാ പറഞ്ഞല്ല, എടോ വലിയ വലിയ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന തരത്തിലുണ്ടല്ലോ, അയാൾക്ക് പോലും ഈ കേരളത്തിന് ഇട്ടാവട്ടം വിട്ട് പോകാൻ പറ്റുന്നില്ല. ഈ IAS-കാർക്കും IFS-കാർക്കും ഇവിടെ പുറത്തൊക്കെ ട്രെയിനിങ്, അല്ലാതെ ഇതിനെ താഴോട്ടിരിക്കുന്ന എല്ലാം ഇവിടുന്ന് ഗ്രേഡ് മൂത്തതും ഈ ഇട്ടാവട്ടത്ത് കിടന്ന് ഏതാണ്ടൊക്കെ ടെസ്റ്റ് എഴുതി, ഈ ഉടായ്പ ടെസ്റ്റ് ഇല്ല ഇവിടുത്തെ പൊട്ട ടെസ്റ്റുകൾ എഴുതി ഏതാണ്ടൊക്കെ കാണിച്ചിട്ട് ലാംഗ്വേജ് അറിയത്തില്ല, മനുഷ്യരോട് ഇടപെടാൻ അറിയത്തില്ല, കൾച്ചർ ഇല്ല, വെറുതെ ഉടായ്പ്. ആ ഒരു കള്ള കേസ് ഉണ്ടാക്കാൻ എടുക്കാനായിരിക്കും, കൈക്കൂലി മേടിക്കാൻ എടുക്കാനായിരിക്കും, അങ്ങനത്തെ ട്രിക്കൊക്കെ ഇവര് പഠിച്ചു വെച്ചേക്കുന്നത്. ഇവർക്കൊരു കൊള്ളത്തില്ലേ. പക്ഷെ ഇപ്പൊ അതൊന്നും നടക്കുന്നുമില്ല ശരിക്കും. സോഷ്യൽ മീഡിയ അതുകൊണ്ടൊന്നുമല്ല. നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവരൊന്നും വേറെ എവിടുന്നും വന്നവരൊന്നും അല്ല. ഇവിടുത്തെ ഗവൺമെന്റ് ആയാലും ഈ പറയുന്ന പൊളിറ്റീഷ്യൻസ് ആണെങ്കിലും പോലീസുകാരാണെങ്കിലും ഈ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ ആരും ഇവരിവിടെ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഈ സമൂഹം എങ്ങനെയാണെന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട്. സൊസൈറ്റിയുടെ പ്രശ്നം വന്നവരാണെങ്കിൽ ഇപ്പൊ താൻ പറയുന്നത് ശരിയാ. പറയുന്നിടത്ത് വേറെ സാധനം കിടക്കുന്ന എവിടെയെന്ന് പറയാമോ? അങ്ങനെ നമ്മളൊരു മാറ്റം ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വല്ല അമേരിക്ക എന്നൊക്കെ പോലീസിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും. അവരെ കൊണ്ട് പോലീസിന് പ്രശ്നമുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ആരും താനും പറഞ്ഞെല്ലാം തെറ്റാന്ന് ഇപ്പൊ എല്ലാവരോടും മനസ്സിലാക്കും. അങ്ങനല്ലത് ആ അർത്ഥത്തിലല്ല. ഞാൻ ഈ ഭൂരിപക്ഷം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ? ഒരു സ്റ്റേറ്റ് എക്സ്പീരിയൻസ്. നമ്മളിപ്പോ ഒരു കർണാടകയിൽ പോവാ, തമിഴ്നാട്ടിലേക്ക് പോയി ഒരു വർഷം നമ്മൾ ഒറ്റയ്ക്ക് ഒരു സപ്പോർട്ടും ഇല്ലാണ്ട് ജീവിച്ച് നമുക്ക് ഇവിടെ വരുമ്പോ കിട്ടുന്ന ഒരു ഊർജ്ജമുണ്ട്. നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് വരുമ്പോ, ഇപ്പൊ വേറൊരു രാജ്യത്ത് പോയിട്ട് അജുബായി വന്നു കഴിയുമ്പോ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഈ എക്സ്പീരിയൻസ് ഒന്നും ഇവർക്കില്ല. ഓഫീസ് പോലും മാനേജ് അറിയത്തില്ല. അതെ. പിന്നെ ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിയും. മനസ്സിലായോ? അതായത് ഈ ലോകത്തിന്റെ എവിടെ പോയിട്ടും കാര്യമില്ല. തനിക്ക് ഒന്നെങ്കിൽ ചിന്തിക്കാനുള്ള ശേഷി വേണം. എല്ലാം തനിക്ക് ഇതിനകത്ത് ഈ സിസ്റ്റം കണ്ടാൽ മനസ്സിലാവണം ഇവിടെ എന്തോ ചെയ്യേണ്ടതെന്ന്. ഈ യുവന്മാർക്ക് ഇത് മനസ്സിലാവാനുള്ള ബോധം ഇല്ല. ഇവര് പഠിച്ചെടുത്ത പ്രശ്നമുണ്ട്. എല്ലാരും പലതും ഇവിടെ എല്ലാത്തരം ആൾക്കാരും ഉണ്ടോ? ഇതിനപ്പുറം ചെയ്യാൻ കഴിവുള്ളൂ. ഇവരെ അനങ്ങാൻ സമ്മതിക്കത്തില്ല. മെജോറിറ്റി ഈ ഗവൺമെന്റ് സെക്ടറും ഒക്കെ ഇല്ലേ, ഇതൊക്കെ ഇന്ത്യയിൽ മൊത്തത്തിലങ്ങ് ആക്കണം. അതിൽ ഇവിടെ ഉള്ളവരെയൊക്കെ വേറെ എങ്ങോട്ടെങ്കിലൊക്കെ കിടണം. വേറെ സ്ഥലത്തൊക്കെ ആൾക്കാരെ അങ്ങനെയൊന്നും പറ്റത്തില്ല. ഏറ്റവും നല്ല കോപ്പി അടിക്കാൻ പറ്റും. എന്നിട്ട് അവിടെ ട്രെയിൻ ചെയ്യാൻ ആൾ വരാൻ പറ്റും. 2 കാര്യം ചെയ്യാൻ പറ്റും. ഒന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റുകൾ മൊത്തം നല്ല പ്രകാശത്തോട് കൂടിയിട്ട്, ഈ ഡിം ലൈറ്റ് അല്ല, നല്ല പ്രകാശത്തോട് കൂടിയിട്ട് മൊത്തം സൈഡും മൊത്തം സ്ട്രീറ്റും ക്യാമറ ബേസ്ഡ് ആക്കണം.
പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റിനെയും ഈ പറയുന്ന സിസ്റ്റത്തിനെയും മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ അധികാരത്തിലാണ് ഈ സാധനങ്ങൾ ഇരിക്കുന്നത് എന്നുള്ള ബോധ്യത്തിലല്ല ഇവരോട് സംസാരിക്കുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പോലീസിന് തന്നെ ട്രെയിൻ കൊടുത്തിട്ടുണ്ട് സാറിന് വിളിക്കരുതെന്ന്. അതേ പോലീസിന് നമ്മൾ സാറിന് വിളിക്കാതെ അത് സംഭവം അവര് പരസ്പരം സല്യൂട്ട്. അതെ, ഈ വിധേയത്വം മാറി ഈ സിസ്റ്റം പ്രോപ്പർ ആക്കണം. പക്ഷേ ജനാധിപത്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ജനാധിപത്യം എന്ന് പറയുന്നത് ഇപ്പൊ എന്റെ വീട്ടിലല്ലെങ്കിൽ പോലും അത് ക്രൈമാണ് അല്ലെ? ഈ പോലീസിന്റെ സിസ്റ്റത്തിൽ പോലും ജനാധിപത്യം ഇല്ലെങ്കിൽ എന്താ അവസ്ഥ? വേറെ പ്രശ്നം എന്നറിയോ, ഇത് പറഞ്ഞാൽ മനസ്സിലാകുന്നത് 20% അല്ല. ഇവിടെ മറ്റേ പോലീസും എവിടെ ചെന്നാലും നമുക്ക് ജനാധിപത്യം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മളിപ്പോ ഒരു ഗവൺമെന്റ് ഓഫീസിലോട്ട് ചെന്നാൽ വേറെ എവിടെയെങ്കിലും ജനാധിപത്യപരമായിട്ട് നമ്മൾ സമീപിക്കും. ഇപ്പൊ ഈ ക്യാമറ ഒക്കെ ഉള്ളതുകൊണ്ട് ആളുകൾ കുറച്ച് വെറീഡാണ്, കുറച്ച് പേടിയുണ്ട്, ഭയന്നിട്ടുണ്ട്. ഇത് കണ്ടന്റ് ആയിട്ട് ഇത് പുറത്തു വരുമോ, ആളുകൾ കാണുമോ, സോഷ്യൽ മീഡിയയിൽ വരുമോ എന്നുള്ള ഭയം ഉള്ളതുകൊണ്ട് കുറച്ചൊരു മാറ്റമൊക്കെ എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ ബാക്കിയെല്ലാം അതുപോലെ തന്നെയാണ്. അങ്ങനെ തന്നെ എടുക്കുന്നത്. അതുകൊണ്ടുള്ള പ്രശ്നം അതല്ല. എടുത്ത പ്രശ്നം വെച്ചാല് ഇത് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവുന്നതിന് മാത്രമല്ല, ഇവർ എതിർത്ത് അവരുടെ ഈഗോ ഹർട്ടായി അവർ പൊളിറ്റിക്സ് വേറെ പ്രശ്നങ്ങളുണ്ട്. ഈ ഏത് ഉദ്യോഗസ്ഥരാവട്ടെ, ഏത് ഡിപ്പാർട്ട്മെന്റ് ആവട്ടെ, എന്ത് വകുപ്പിലാണേലും എല്ലായിടത്തും ഒരു 3 ഗ്രൂപ്പ് ഉണ്ട്. ഇതിന് യൂണിയൻ ഉണ്ട്. ഒരു ഗ്രൂപ്പ് പറയുന്നതിന് മറ്റേ ഗ്രൂപ്പ് സമ്മതിക്കത്തില്ലെന്നേ ഉള്ളൂ. അത് നല്ലതിനാണോ ചീത്തയാണോ എന്നുള്ള ഒരു വിഷയമല്ല. താൻ ശ്രദ്ധിച്ചു ചോദിക്കൂ, കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഭയങ്കര സമരം കമ്മ്യൂണിസ്റ്റുകാർ നടത്തും. പക്ഷെ കമ്മ്യൂണിസ്റ്റ് ഭരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ സമരം നടത്തുന്നില്ല. വേണമെങ്കിൽ കോൺഗ്രസ്സുകാർ നടത്തിക്കോട്ടെ, BJP-ക്കാർ നടത്തിക്കോട്ടെ. ഇവിടെ പല അനീതി അക്രമം ഒക്കെ നടന്നിട്ടുണ്ട്. ഇപ്പൊ പിൻവാതിൽ നിയമനം പോലത്തെ പരിപാടികള്, പലതരം അഴിമതികൾ, ആരോപണങ്ങൾ ഇവിടെ നടന്നു. പക്ഷെ ഇതേ സ്ഥാനത്ത് ഇത് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണെങ്കിൽ ഇവിടെ എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? ആ സാധനം പിന്നെ നടക്കത്തില്ല. അത് പാർട്ടിക്കാർ തമ്മിൽ വെറുതെ ഒരു സമര പരിപാടിയൊക്കെ നടത്തി അവരുടെ ഒരു എന്റർടൈൻമെന്റിനും അവർക്ക് അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള, അവരുടെ കച്ചവടം നടത്താൻ വേണ്ടിയിട്ട്, പോക്കറ്റ് വീർപ്പിക്കാൻ, ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളല്ലാതെ ഇവിടെ ഒരു പാർട്ടി ഒരു മെയിൻ അവതരിപ്പിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഉണ്ടാണെങ്കിൽ ഇത് 2 സമയത്തും കാണണം. ഒരേ കൂട്ടരല്ല ഇവിടെ സമരം ചെയ്തു. ഇവിടെ സമരം വേണമെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷം ചെയ്തോ, മനസ്സിലായോ? അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ പാർട്ടിക്കാർ തമ്മിലുള്ള അല്ല, ജനങ്ങൾക്ക് വേണ്ടിട്ട് ആരും ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ ഈ പാർട്ടി എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു കോർപ്പറേറ്റ് കമ്പനികളാണ്. കോർപ്പറേറ്റ് കമ്പനി പൊളിറ്റിക്സ് ഒക്കെ മരിച്ചിട്ട് കുറെ വർഷമായി. ജനാധിപത്യമൊക്കെ ഇല്ലാണ്ടായിട്ട് രാഷ്ട്രീയവും ഇല്ല അവിടെ. രാഷ്ട്രീയം കഴിഞ്ഞു. 5 വർഷം കഴിയുമ്പോഴും പഴയ ശത്രുവിനെ മറന്ന് പുതിയ ശത്രുവിനെ കണ്ടെത്തും. ഓരോ 5 വർഷം കഴിയുമ്പോഴും മികച്ച രീതിയിൽ അഴിമതി നടത്തിക്കൊണ്ട് ഓരോ പാർട്ടിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ജനങ്ങൾക്ക് അവരുടെ അധികാരത്തിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ലാത്തതുകൊണ്ടും ഇവിടുത്തെ നിയമ വ്യവസ്ഥിതിയെ കുറിച്ചിട്ടുള്ള ധാരണ ഇല്ലാത്തതുകൊണ്ടും വോട്ട് ചോദിക്കാൻ വരുന്നവൻ എന്തുകൊണ്ടാണ് അത് ചോദിക്കാൻ വരുന്നത് എന്നുള്ള ബോധം ഇല്ലാത്തത് കൊണ്ടും. അത് പണ്ട് അംബേദ്കർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ജനാധിപത്യം കൊടുക്കാനുള്ള പാങ്ങായിട്ടില്ല ഇന്ത്യൻ സമൂഹത്തിനൊന്നും. ഇപ്പോഴും ആയിട്ടില്ല. ഇപ്പോഴും ആ ബോധമില്ലല്ലോ. പൗരനാണെന്നുള്ള ബോധമില്ല. എന്റെ അവകാശങ്ങളെ കുറിച്ച് എനിക്ക് യാതൊരു ഒറ്റ പൗരനുള്ളൂ. അതുകൊണ്ട് ആധുനിക പൗരനുണ്ട്. പൗരന്റെ അപ്പുറത്ത് അത് ശരിയാണ്. ആധുനിക പൗരനെ ഞാൻ മറന്നുപോയി. പൗരനുണ്ട്, ആധുനിക പൗരനുണ്ട്. അങ്ങനെ പറയത്തില്ല, തൊട്ട് കാണിക്കാൻ. അങ്ങനെ ഒരാളുണ്ട്. ഒരാൾ വരും ആധുനിക പൗരനാവണം. ആധുനിക പൗരനാവണോ? ആധുനിക പൗരന്മാരെന്ന് പറഞ്ഞാൽ അതെ, ആവശ്യമില്ലാത്ത കുറെ സിലബസ് പഠിപ്പിക്കും. ആവശ്യമുള്ളതൊന്നും ആവശ്യമില്ലാത്ത പഠിപ്പിക്കുക. റോഡ് ബിഹേവിയർ ഇപ്പോഴും അതല്ല. ഈ മനുഷ്യൻ ഇവിടെ റോഡ് ക്രോസ് ചെയ്യുന്ന കണ്ടാ അറിയാം ഇവർക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന്. ഇവിടെ സിഗ്നലിന്റെ അവിടെ വന്നിട്ട് സീബ്ര ക്രോസ് വഴി തന്നെ ഇവർ ക്രോസ് ചെയ്യും. പക്ഷെ സിഗ്നൽ പച്ചയായി അപ്പോഴും കൈയൊക്കെ കാണിച്ച് ക്രോസ് ചെയ്യും. ഇങ്ങനെ ക്രോസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരിടത്ത് ക്രോസ് ചെയ്യുമ്പോഴും കൈ ഒക്കെ നിൽക്കാൻ പറയരുത് ആരോട്. അവിടെ കൂളായിട്ട് നടന്നു പോകാൻ പറ്റണം. അല്ലെങ്കിൽ ക്രോസ് ചെയ്യരുത്. അല്ലെ പിന്നെ ഓടിക്കും. ഇടയ്ക്കൂടെ വെട്ടിട്ട് ഓടിക്കും. ഒരാൾ അറിയരുത് നമ്മൾ പോകുന്നത്. താനെന്ന് പറയുമ്പോഴേ ഇതൊരുമാതിരി മറ്റേ ഈ കോണ്ട വിട്ടിട്ട് അമ്മയുമായി സെക്സ് ചെയ്യുന്ന പോലെ അത്. അതെ, വരുന്നത്. പക്ഷെ ചെയ്യുന്ന സമയം ഇച്ചിരി പ്രശ്നമായിരിക്കും. ഇവരെ ആ ഒരു ഇത് നോക്കിയിട്ടല്ല ചെയ്യുന്നത്. ഇവിടെ വണ്ടികൾ വരുന്നതിനിടയിൽ കൂടുതലും സ്ത്രീകൾക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അവർക്ക് ഇത് കറക്റ്റായിട്ട് അറിയത്തില്ല. ആണുങ്ങൾ പിന്നെയും കുറെയൊക്കെ എന്താ മനസ്സിലായോ, ഒരു 70% ആണുങ്ങൾ കറക്റ്റാ, 20% പെണ്ണുങ്ങൾ ഇതിനകത്ത് കറക്റ്റായിട്ട് ചെയ്യത്തുള്ളൂ.
റോഡ് ക്രോസ് ചെയ്യുന്നത്, റോഡിൽ കൂടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, വണ്ടി ഓടിച്ചാല് ഇവർക്ക് ഇത് മനസ്സിലാകത്തില്ല പെട്ടെന്ന്. അതേസമയം ഒരു 30% ആളുകളുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അവർക്ക് എന്തോ അവരുടെ പരിചയക്കുറവ് കൊണ്ടൊക്കെ ആയിരിക്കാം, എല്ലാ ജീവിതാനുഭവങ്ങൾ, അവരുടെ ഈ സ്പോർട്സ് ആൻഡ് ഗെയിംസിനുള്ള ആക്ടിവിറ്റി. ഈ ക്രോസ് ചെയ്യുന്നത് മിക്കവാറും കൂടി ഒന്ന് വൈകിട്ട് 4 മണി 6 മണി വരെ സ്ത്രീകളുണ്ടോ? നമ്മളിപ്പോ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഈ നമ്മുടെ വണ്ടി ഇങ്ങനെ കേറി വരുമ്പോ പെട്ടെന്ന് അതിനെ ഇങ്ങനെ, അതായത് റോട്ടിൽ നിന്ന് ഇങ്ങനെ മെയിൻ റോഡിലോട്ട് ഇറങ്ങുവാണ്. അപ്പൊ ഈ ഇറങ്ങുന്ന വണ്ടിയുടെ ഇപ്പുറത്തൂടെ കടന്നു പോകാനുള്ള ടെൻഡൻസി ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ ഇറങ്ങുന്നതിന് മുമ്പ് ഇതില് ഇങ്ങനെ കടന്നു പോകാനുള്ള ടെൻഡൻസി ഇവിടെ ശരിക്കും ഇവിടെ മാത്രമേ ഉള്ളൂ. വേറെ കാര്യം പറയട്ടെ, ഇവിടെ ഓട്ടോക്കാർക്ക് ഒരു ചീത്തപ്പേരുണ്ട്. പക്ഷെ ഓട്ടോക്കാരേക്കാൾ കൂടുതൽ ഈ റോഡില് പ്രശ്നം ഉണ്ടാക്കുന്നത് ബൈക്കാണ്. അതെ, ഓട്ടോക്കാരെ ഇത് മനസ്സിലാവുന്നതേ ഉള്ളൂ. ഓട്ടോക്കാരെ പെട്ടെന്ന് കുറച്ചുകൂടെ ഒക്കെ വിസിബിളാ, ഇവര് പെട്ടെന്ന് തിരിച്ചു മറിച്ചു. പക്ഷെ 1 ലക്ഷം ഓട്ടോയ്ക്കകത്തൊന്നും ഒരു 1000 ഓട്ടോക്കാരെ ഇപ്പൊ ഏകദേശം മൊത്തം ഉണ്ടായത്. നല്ല രീതിയിൽ എല്ലാ ഓട്ടോക്കാർക്ക് ഈ പ്രശ്നമില്ല. പക്ഷെ ബൈക്കുകാരെല്ലാവരും പോലെ അത് ശ്രദ്ധിച്ചു നോക്കൂ. ബൈക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. ഈ ഇവര് പോയാൽ അറിയത്തില്ലെന്നേ ഉള്ളൂ, പക്ഷെ അവരെ ലൈനിൽ നിന്നാണല്ലോ ശരിക്കും മുന്നിലൊരു ഫ്രീ ആയിട്ട് സ്പേസ് കൊടുത്തിട്ട് കൺജഷൻ ഒഴിവാക്കി ഒരുപാട് തട്ടും മുട്ടും കുറച്ച് പോകാൻ പറ്റും നമുക്ക്. ഈ സഡൻ ബ്രേക്കിംഗ് ഒഴിവാക്കാം. ഒരുത്ത മുന്നിൽ ചവിട്ടുന്നതാണ് പുറകെ ഇടി ഉണ്ടാകുന്നത്. അതൊരു ബൈക്കായിരിക്കും എന്നുള്ളത് യാതൊരു സംശയം വേണ്ട. ഇപ്പൊ ഇതാരും ശ്രദ്ധിക്കത്തില്ല. പക്ഷെ ഈ ഓട്ടോക്കാരുടെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം, ഓട്ടോക്കാർക്ക് ചീത്തപ്പേരുള്ളതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ഓട്ടോക്കാരല്ല ശരിക്കും പ്രശ്നം. ഞാനും ആദ്യം ഈ തെറ്റിദ്ധാരണ എനിക്കുണ്ടാകും. ഞാൻ ഈ റോഡിൽ കിടന്ന് ഇങ്ങനെ കളിച്ച് നടന്നപ്പോഴാണ് മനസ്സിലായത് ഞാൻ അതുമല്ല, ഞാൻ 10-15 വർഷമായിട്ട് ഇവിടെ ഇല്ലാന്ന്. കഴിഞ്ഞൊരു 4 വർഷമായിട്ട് ഞാൻ കാണുന്നതിനൊന്നും മനസ്സിലായത് ബൈക്കിന്റെ എണ്ണമാണ് ഏറ്റവും കൂടുതൽ കൂടിയേക്കുന്നത്. ആ കൂടിയതിനകത്ത് യാതൊരു ബോധവും ഇല്ലാത്ത ഒരു എന്താ പറയണ്ടേ, സിവിക് സെൻസും ഇല്ല, റോഡ് സെൻസും ഇല്ല, ബിഹേവിയർ അവന് ഇതുകൊണ്ട് എന്താ പറയാ ഭയങ്കരമായ ആൻസൈറ്റിയോ അല്ലെങ്കിൽ അഗ്രഷനോ ഒക്കെ കൂടിയ ടൈപ്പ് ആൾക്കാരാണ് ഈ ബൈക്കും കൊണ്ട് വന്നിട്ട് പേഷ്യൻസ് ഒന്നും ഇല്ലാതെ എവിടെയും ചാടിക്കേറി പൊക്കോളും. ഇവര് പോകുന്ന കണ്ടാൽ അവരൊന്നും പൊക്കോളും, എവിടെയൊന്നും പൊക്കോളും എന്നാ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെ അല്ലത്. ഇവര് ഇവിടെ നിന്ന് കയറി ഇങ്ങനെ കളിക്കുന്നതിനിടയിലുണ്ടല്ലോ, ആ ഒന്നാമത് ഒരു ബൈക്കല്ലേ കളിക്കുന്നത്, 100 ബൈക്കാണ് ഒരു മിനിറ്റിൽ ഈ കളി കളിക്കുന്നത്. മനസ്സിലായോ? അതിനകത്തുണ്ടാകുന്ന ഡിലേയും അവരുണ്ടാക്കുന്ന കൺജഷനും കാരണമാണ് ഇവിടെ കൂടുതൽ ട്രാഫിക്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇടിച്ചു വീഴുന്നതും മരിക്കുന്നതും ബൈക്കുകാരല്ല. അതൊരു കാരണം മാത്രമായിട്ടേ കാണാൻ പറ്റുള്ളൂ. ഇവിടെ ഈ പറയുന്ന കാറുമായിട്ട് ഇറങ്ങുന്ന അളിയന്മാർക്കും ഈ ബോധമൊന്നുമില്ല. ഈ പണി തന്നെ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇതൊക്കെ ഓഡിറ്റ് ചെയ്യാൻ ഇവിടെ MVD ഉണ്ട്. പക്ഷെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നോക്കാനായിട്ട് ഇവിടെ MVD എന്തോ എനിക്ക് വാട്സപ്പിലൊക്കെ വീഡിയോ കിട്ടുക, ഓരോരുത്തർ എനിക്ക് ഇത് അയച്ചു തരും. ഇതുകൊണ്ട് ഇവൻ മിക്കവാറും ഒരു കള്ളക്കേസിൽ കൊടുക്കുമെന്നാ പറയുന്നത്. ഇവന് അങ്ങനെ മെസ്സേജ് ഞാൻ കാണിച്ചു തരാം. ഇവന് ഇനി എന്താവോ എന്തോ മജിസ്ട്രേറ്റിന്റെ ഒക്കെ വണ്ടിക്ക് ടാക്സ് അടച്ചിട്ടില്ലെന്ന് പറഞ്ഞ വീഡിയോ ഇട്ടതിനകത്ത് വന്ന മെസ്സേജ് ഇങ്ങനെ വരുന്നത്, ഇവന്റെ കാര്യം എന്താവോ എന്തോ വല്ല കള്ളക്കേസിലും കൊടുക്കുമല്ലോ. അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് സാധാരണക്കാർക്ക് അറിയാം. മനസ്സിലായില്ല? ഒന്നും ചെയ്യല്ലോ, ഒന്നും വലിക്കല്ലേ. ഭയങ്കര റെസ്ട്രിക്ഷൻ വേണം. ഞാനൊരു പരിപാടിയില്ല, അതുകൊണ്ട് തന്നെ വയലൊക്കെ കഴിഞ്ഞ് ജീവിക്കുന്നത്. വയനാട് ചോദിച്ചില്ലേ പേടിയുണ്ടോ റിസ്ക് എടുക്കുന്നത്? പക്ഷെ ഇതിൽ സത്യത്തിൽ എന്താ റിസ്ക് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. കാരണം എനിക്ക് റൈറ്റ് ഉണ്ട്, ഇവിടെ ഒരു റൈറ്റ് ഉണ്ട് എനിക്ക്. ആ റൈറ്റില് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ്സ് തൊട്ടിട്ട് മൊത്തം നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാ. എന്നിട്ട് അത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതും രണ്ട് തട്ടിൽ നിൽക്കുമ്പോ ചോദ്യം ചെയ്യാതെ പോയിട്ട് സോ നമ്മൾ നമ്മുടെ കുഴി തോന്നുന്നതിന് തുല്യ. അഭിപ്രായ സ്വാതന്ത്ര്യം നല്ലപോലെ യൂസ് ചെയ്യുന്നതിലാണ് ഞാനിപ്പോ കുറച്ച് നാൾ ബുദ്ധിമുട്ടില്ല. വേറെ അതിക്രമങ്ങളൊന്നുമില്ല, ഒരു ഇൻക്ലൂഡിംഗ് നടത്തിയിട്ടില്ല, ഒരാളെ തടഞ്ഞു നിർത്തിയിട്ടില്ല. മനസ്സിലായില്ലേ? ആരുടെ സമയം കളഞ്ഞിട്ടില്ല. അഭിപ്രായങ്ങൾ അതും ഇവിടെ സോഷ്യൽ മീഡിയയിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം കാണുന്ന ഒരു സ്ഥലത്ത് സംസാരിച്ചതിന്റെ പ്രശ്നമാണ് നമ്മൾ അനുഭവിക്കുന്നത്. നീ ഇപ്പൊ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിന്നോട് പറയും ഞങ്ങളുടെ ഇത് എന്താ പറയുന്നത് സമയം കളഞ്ഞെന്നൊക്കെ പറഞ്ഞില്ലേ, ഏതാ പോലീസ് നിർമ്മാണത്തിൽ തടസ്സം നേരിട്ടു അങ്ങനെയൊക്കെ പറഞ്ഞു വരും. സൈക്കിളുള്ള ധൈര്യത്തിൽ ബോർഡർ വാഹനം ഇല്ലാത്ത ധൈര്യത്തിൽ ടൗണിൽ സൈക്കിൾ ഇവർ സൈക്കിളാണ്
ബൈക്കോ കാറോ വല്ലതും റെഡിയാക്കി തന്നെ സഞ്ചിട്ടൊക്കെ കൊണ്ടുപോയ അതെ. ബൈക്കൊന്നും എടുക്കാൻ പറ്റില്ല, എടുക്കുമ്പോഴേ തുടങ്ങും കംപ്ലൈന്റ്, ഓടിച്ചിട്ട് പിടിക്കും. പറ്റിയ ഇമാരെ തന്നെ വണ്ടി ഇടിപ്പിക്കും. എന്നോട് ചോദിച്ചു നിനക്ക് ഒരു സ്കൂട്ടി വലിച്ചേർട്ടത് ഇത് ഇങ്ങനെയായിരിക്കും. ഇയാൾക്കൊരു ഗേൾ ഫ്രണ്ട് ഒക്കെ വന്നു കഴിയുമ്പോഴേ ഗേൾ ഫ്രണ്ട് ഒക്കെ ആയിട്ട് ഗേൾ ഫ്രണ്ട് പറയും നമുക്ക് റൈഡ് പോലെ ചേട്ടാ ഹിമാലയം വരെ ചവിട്ടിയോട് പോവാതെ ഈ വാമത്തെ. അല്ല എന്നാലേ ഇവിടുത്തെ അവസ്ഥ വളരെ മോശമാണ്. ഞാൻ പറഞ്ഞില്ലേ നമ്മളിത് ഇങ്ങനെയാ വിചാരിക്കുന്നത്, പക്ഷെ അത് നടക്കത്തില്ല. എനിക്കൊരു പണി കിട്ടും ഒന്നുമില്ല. അത് കുഴപ്പമില്ല, ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണ്. എന്താന്ന് ഞാൻ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്നെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റൂലോ എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എന്നാലും ഇതൊക്കെ അറിഞ്ഞാൽ ഞാനൊരു വീഡിയോ ഒക്കെ ഇടാം. അറിയില്ല വീഡിയോ ഒക്കെ ആയിട്ട് ബാക്കിയുള്ള പരിപാടികളായിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ അന്വേഷിക്കുന്നതായിരിക്കും. പിന്നെ എന്റെ ഒരു സുഹൃത്തുണ്ട്, പഠിക്കടിയിട്ടിട്ട് വിളിക്കും എടാ എവിടെയാ വീട്ടിലുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. അത് പറയാ കുഴപ്പമില്ല, ഇല്ലടാ ചത്തോ പറയാൻ വേണ്ടി വിളിച്ചാൽ. പക്ഷെ സത്യത്തില് അതായത് ഗവൺമെന്റ് അതോറിറ്റീസ് നമുക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അതിനൊരു കാരണമുണ്ട്. കാരണം ഈ ഗവൺമെന്റ് അതോറിറ്റീസിൽ വർക്ക് ചെയ്യുന്ന കുറെ ആൾക്കാർക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല, ഗവൺമെന്റിന് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ട്. അതായത് സമൂഹത്തിൽ നടക്കുന്ന പല തെറ്റുകളും ഇവർക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല, കാരണം ഇവർ ഗവൺമെന്റ് എംപ്ലോയീസ് ആയതുകൊണ്ട്. അപ്പോ അവർക്ക് ഈ ചോദ്യം ചെയ്യാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ട് കാരണം അവര് നമ്മളെ വളരെയധികം സാധ്യതയുണ്ട്. എന്താ കാര്യം വെച്ചാൽ പല രീതിയിലും കൊട്ടേഷൻ കൊടുക്കാനായിട്ട് പല ആൾക്കാരും നമ്മളെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരു പാർട്ടിയുടെയും താല്പര്യമില്ല, ഇവിടെ നിൽക്കുന്ന ഒരു പാർട്ടിയോടും നമുക്ക് താല്പര്യമില്ല. നമ്മള് നിഷ്പക്ഷമായിട്ട് തന്നെ തുടരുക, ഒരാളുടെയും പക്ഷം ചേരാതെ നമ്മൾ തുടരുക എന്നുള്ളതാണ്. ഇതിൽ ഒരൊറ്റ കാര്യമുള്ളൂ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഈ ജനം എന്ന് പറയുന്നത് അനാഥരാണ്. അവർക്ക് അനാഥത്വം ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഇതൊന്നും എന്റെ പ്രശ്നമല്ല, ഇതൊന്നും എന്റെ ബാധിക്കുന്നതല്ല. അറ്റ് എ ടൈം ഇതൊക്കെ എന്റെ നാളെ എന്റെ തൊഴിലിനെ ബാധിക്കുമെന്ന് പേടിച്ചുകൊണ്ടാണ് ഭൂരിഭാഗം ആൾക്കാരും വീട്ടിലേക്ക് പോകുന്നത്. ചിലപ്പോ അവനൊരു സാമൂഹ്യബോധം ഉണ്ടാവാം, പക്ഷെ അവനൊരു ഭയം കൊടുത്തിട്ടുണ്ട്, എന്റെ തൊഴിലിനെ ബാധിക്കും, എന്റെ അല്ലല്ല. ഇവിടെ ആദ്യം ചെയ്യുന്ന പണി എന്താ ഇവരെല്ലാം കൂടെ. ഇപ്പൊ ഞാൻ കുവൈറ്റിലായിരുന്നപ്പോ ഈ വീഡിയോ എടുക്കുന്ന ഏറ്റവും കൂടുതൽ അവർ നോക്കുന്നത് എങ്ങനെയും പണി കളയിക്കാനാ, നമ്മുടെ ജോലി കളയിക്കുക. എന്നിട്ട് രണ്ടു നേരത്തെ അവർ സക്സസ്ഫുൾ ആവുകയും ചെയ്തു. അങ്ങനെ പണി കളയിക്കാനൊക്കെ പറ്റും. തൊഴിലാണ് ഇവര് കൈവയ്ക്കാന്നുള്ള ഭയം. അതേപോലെ തന്നെ ലോൺ അടയ്ക്കാനുണ്ടാവും, ഇവന് ബാധ്യതകൾ ഉണ്ടാക്കി, ഇവന് ജീവിക്കാൻ അറിയില്ലല്ലോ, ഇവൻ ലോണുകൾ എടുത്തിട്ടുണ്ടാവും, ഇവൻ ഈ കടങ്ങൾ വീട്ടാനായിട്ട് ഓടിക്കൊണ്ടിരിക്കണം. ഈ സമയം എടുക്കാൻ പറ്റില്ല. അതെ, സോ ബാധ്യതയിലാണ്. നമ്മളിപ്പോഴും പറയുന്ന എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ബാധ്യതകൾ നിങ്ങൾ എടുക്കണ്ടോ, നമുക്ക് അയച്ചൊന്നോ ഡീറ്റെയിൽസ് നമുക്ക് അയച്ചെന്നോ നമ്മൾ ഇനിഷ്യേറ്റീവ് എടുക്കാൻ തയ്യാറാണ്. ഈ പറയുന്ന വെള്ളപ്പൊക്കത്തിന്റെ കാര്യം 1916 വിളിച്ചിട്ട് പ്രോപ്പർ ആയിട്ട് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് റെസ്പോൺസ് ചെയ്യാൻ, അങ്ങനെ നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ അതിന്റെ വീഡിയോയും ഈ പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ ഞാൻ ഫോളോ അപ്പ് ചെയ്യാൻ തയ്യാറാ. ഏത് ജില്ലയിലാണെങ്കിലും, ഇപ്പൊ കേരളത്തിലുള്ള ഏത് ജില്ലയിലാണെങ്കിലും നമ്മൾ അത് ഫോളോ അപ്പ് ചെയ്യാൻ തയ്യാറാ. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് 1916 വിളിച്ച് നമ്മൾ കംപ്ലൈന്റ് ചെയ്യും. കറക്റ്റ് ആയിട്ട് മേയറിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടു കൊടുക്കും. അടുത്ത പ്രാവശ്യം വെള്ളപ്പൊക്കം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ കേസ് കൊടുക്കുകയും ചെയ്യും. അത് നല്ലൊരു ആക്ഷനാണ്. സീരിയസ്ലി എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഏരിയകളിൽ ഈ കംപ്ലൈന്റ് സോൾവ് ചെയ്യാതെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിത് കറക്റ്റ് ആയിട്ട് കംപ്ലൈന്റ് ചെയ്യും. ജനങ്ങള് പരമാവധി ജാഗരൂകരാവുക. നിങ്ങൾ പരമാവധി 1916 വിളിച്ച് നിങ്ങൾ കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഡോക്കറ്റ് നമ്പർ വാങ്ങാം. ഈ ഡോക്കറ്റ് നമ്പർ വാങ്ങി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് നിങ്ങൾ വിളിക്കും, ഈ വാട്ടർ അതോറിറ്റിന്ന് വിളിക്കും. ചിലതൊന്നും വിളിക്കില്ല, ചില കംപ്ലൈന്റുകളൊന്നും ആദ്യം ഒന്നും വിളിക്കില്ല. നമ്മളെ ഒരു സീരിയസ്നെസ് അവർ എത്രത്തോളം അത് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത് വിളി വരുന്നത് അവരുടെ ഭാഗമല്ലാത്ത ഏത് ഏരിയയിലുള്ള ഒരാളുടെ കോള് വരും. അപ്പൊ ഓള് വന്നിട്ട് ചോദിക്കും ഇത് ഞങ്ങളുടെ പരിധിയിലല്ല. എന്നിട്ട് റീസോൾവ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് ഇത് ഞങ്ങളുടെ പരിധിയിൽ പെടുന്നതല്ലാണ്. ഇത് വാട്ടർ അതോറിറ്റി എന്ന് പറയുന്നത് റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു മന്ത്രി ഉണ്ട്, അതിന് കീഴെ ഒരു കസ്റ്റമർ കെയർ കൊടുത്തിട്ടുണ്ട്, അതിന് കീഴെ മേയർമാരെ എല്ലാ ജില്ലയിലും കൊടുത്തിട്ടുണ്ട്, ഇവർക്ക് ഓരോരോ ഡിപ്പാർട്ട്മെന്റുകളും കൊടുത്തിട്ടുണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റ് കളക്ടറായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ കഴിയാത്തതിന്റെ പോരായ്മയാണ്
പ്രശ്നം പരിഹരിക്കാതെ റീസോൾവ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. പോരാത്തതിന് കാശ് വാങ്ങിയിട്ട് റീസോൾവ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് ഒരു പണി എടുക്കാതെ നടന്നിരുന്ന ഒരു സംഭവം നമ്മൾ കണ്ടെത്തി, നമ്മൾ അത് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എന്താ ചെയ്തെന്ന് അറിയോ? മണ്ണിട്ട് മൂടി. ഇപ്പൊ നമ്മുടെ കല്യാൺ സൂപ്പർ 9 തൃശ്ശൂർ റൗണ്ടില് കല്യാൺ സൂപ്പർ 9ന്റെ തൊട്ട് മുന്നില് 8 വർഷമായിട്ടുള്ള വാട്ടർ ലീക്കേജാ. ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പാവപ്പെട്ട ജനങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന് കറക്റ്റായിട്ട് വാടക കൊടുത്തോണ്ടിരിക്കുക. ആ സമയത്ത് നമ്മൾ ധരിപ്പിച്ചിട്ടും യാതൊരു റെസ്പോൺസില്ല. 6 മാസം എടുത്തുട്ടാ ആ കുഴി മൂടാനായിട്ട്. കുഴി മൂടിയപ്പോ വെള്ളം നിന്നോ? വെള്ളം പുറത്തേക്ക് വരില്ലല്ലോ. അത് ഈ ചെളി വെള്ളത്തിലേക്ക് ഇങ്ങനെ വെള്ളം പാസ്സാവുമ്പോ ഇങ്ങനെ പൊന്തി വരും. അത് ലീക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ മൂടുന്നത്. പ്രശ്നം പരിഹരിച്ചിട്ടല്ല മൂടുന്നത്. ഈ വെള്ളം സപ്ലൈ ആവുന്ന സമയത്ത് മൊത്തം ഈ മണ്ണിലേക്ക് നനവ് കയറും. ഓട്ടോമാറ്റിക് ഓഫ് ആവുമ്പോൾ എന്താ ചെളി വെള്ളം നല്ല വെള്ളത്തിലേക്ക് ലയിക്കും. ഈ അവസ്ഥയിലാണ് ഇപ്പൊ അത് പരിഹരിച്ചിട്ടുള്ളത്. പിന്നെ കുറെ പ്രശ്നങ്ങൾ അവർ പരിഹരിച്ചിട്ടുണ്ടെങ്കിലും ഈ ഓരോ പ്രശ്നം പരിഹരിക്കുമ്പോൾ റോഡ് കുണ്ടും കുഴിയാവാം. അതായത് ഈ പൈപ്പ് ലൈൻ മൊത്തം റോഡ് കുണ്ടും കുഴിയാവാണ്. അതായത് വാട്ടർ അതോറിറ്റി വന്നിട്ട് MVDക്കും പണി ഉണ്ടാക്കി കൊടുക്കും, പബ്ലിക് സർവീസിനും പണി ഉണ്ടാക്കി കൊടുക്കും, യാത്രക്കാർക്കും പണി ഉണ്ടാക്കി കൊടുക്കും. അതായത് യാത്ര ഇത് ഈ വാട്ടർ ലീക്കേജ് കൂടാനുള്ള റീസൺ എന്താണെന്ന് അറിയാം? റോട്ടിൽ കൂടെ വണ്ടികൾ ഓടുന്നതാണ്. കാരണം ഇതിന്റെ പ്രഷർ കാരണം ചെറിയ ചെറിയ രീതിയില് ലോകത്ത് എല്ലായിടത്തും ഈ വണ്ടികൾ ഓടുന്നുണ്ടല്ലോ. പക്ഷെ നമ്മുടെ പൈപ്പ് ലൈനുകൾ മൊത്തം റോട്ടിലാണ്. എല്ലാം റോട്ടിലാണ്. ഇവിടെ എല്ലാം റോട്ടിലാണല്ലോ. ഇതെല്ലാം പോകുന്നത്. എല്ലാ പരിപാടിയും എല്ലാ റോട്ടിലാണ്. രാജ്യത്തും ഇങ്ങനെയാ പോകുന്നത്. പക്ഷെ അവരാ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത് കൺസ്ട്രക്ഷനിൽ തന്നെ ആ എന്താ പറയുക പ്ലാനിങ് ഉണ്ട്. പ്ലാനിങ് ഇല്ല. പ്ലാനിങ് ബോർഡില്ലേ? ബോർഡുണ്ട്. അല്ല കണ്ണി പൊടി ഇടും. ആ പ്ലാൻ അവരിടുന്നെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു കണ്ണിൽ പൊടിയുടെ നമ്മുടെ പ്ലാനിങ് നടക്കുന്നത്. ഇവർക്ക് പരിഹരിക്കാൻ അറിയത്തുള്ളൂ. സൊല്യൂഷൻ എന്ന് പറഞ്ഞാണല്ലോ ഇവിടെ എല്ലാം അങ്ങനെയാണോ? വെട്ടിയാര് പറഞ്ഞില്ലേ? വെട്ടിയാര് പറഞ്ഞത് അതായത് ഒരു ദിവസത്തെ പണി. നാളെ എനിക്ക് കുറച്ച് പൈസ വേണം, അതിന് എന്ത് പദ്ധതി ഇടാൻ പറ്റും? അത് എനിക്ക് 10 വർഷം കഴിഞ്ഞിട്ട് ഇത് എങ്ങനെ ആവുന്നുള്ള പ്ലാനിങ് ഒന്നും ഇല്ല. എനിക്ക് ഇത്രയും പെട്ടെന്ന് പൈസ വേണം, അതിന് എത്രയും പെട്ടെന്ന് പണി ചെയ്യണം. അതെ, നമ്മൾ ഇരിക്കുന്ന സമയത്ത് തീരണം. അപ്പൊ ഒരു കോൺട്രാക്ട് കൊടുക്കുമ്പോ എത്ര കമ്മീഷൻ കിട്ടും? അതെ, അതിനെ പറ്റി മാത്രമേ ആലോചിക്കത്തുള്ളൂ. ഇവരുടെ പരിപാടി എങ്ങനെയാണെന്ന് പറയാം. ഞാനിത് കണ്ടിട്ടുണ്ട് കുറെയൊക്കെ. ഇവര് വട്ടം കൂടി ഇരുന്ന് ഇങ്ങനെ ആലോചിക്കും. മെയിൻ ആൾക്കാർ അവിടെ സംസാരിക്കുന്നുണ്ട്. നമുക്ക് ഇവരോട് തന്നെ ഇവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാകും. ഇവരെന്ത് ചെയ്യുന്നറിയോ? ഞാൻ ഇന്ന ബോർഡിൽ ഇരുന്നപ്പോ എനിക്കൊന്നും മുന്നേ അല്ല, അവൻ ആ ബോർഡിൽ ഇരുന്നു. കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവൻ ഈ ബോർഡിലായിരിക്കുന്നു. ബോർഡൊന്നും പറയുന്നില്ല. അവൻ ആവശ്യത്തിനുണ്ടാക്കി. ഈ പ്രാവശ്യം എനിക്ക് അവിടെ ഇരിക്കണം. ഇവന് മറ്റേ കൊടുക്ക്, ആ വകുപ്പ് അവന് കൊടുക്ക്. മെയിൻ ആളോടാ പറയുന്നത്. രാഷ്ട്രീയക്കാരനായ നേതാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് പറ്റത്തില്ല. അത് നമ്മളെങ്ങനെ അത് ചെയ്യുന്നത്? അവനോട് കാൻഡിഡേറ്റ് ഒരുത്തനുണ്ട്, MLA സീറ്റ് വേണം. പുള്ളി പറഞ്ഞത് എനിക്കിത് തന്നാൽ മതി, ഞാൻ ബാക്കി ഞാൻ ഉണ്ടായിക്കോളാം, എനിക്ക് കിട്ടാനുള്ള കോടികൾ ഞാൻ നോക്കിക്കോളാം. ഇവിടെ ഇങ്ങനത്തെ ഓരോ പരിപാടികൾ. പോരാത്തിന് ഓരോ കോൺട്രാക്ട് വരുമ്പോഴും ഇത്ര പെർസെന്റേജ് വെച്ചിട്ടാ ഓരോരുത്തർ കമ്മീഷൻ കൊടുക്കണം. മനസ്സിലായി? അത് മറ്റവർക്കും കൊടുക്കണം, ഇവർക്കും കൊടുക്കണം, അപ്പുറത്തും കൊടുക്കണം. മനസ്സിലായി? മെയിൻ ആളുകൾക്ക് കൂടുതൽ പെർസെന്റേജ് കിട്ടുമെന്നേ ഉള്ളൂ. മറ്റേതിനെ ഒതുക്കിക്കൊണ്ട് ഈ പെർസെന്റേജ് ഷെയർ വെച്ചിട്ടാണ് ഇവർ. അപ്പൊ എന്നാ ഈ ഒരു കൂട്ടം ഇരിക്കുമ്പോ നമ്മൾ 3 പേരുടെ സെറ്റ് ആയിരിക്കുക. നമുക്കിപ്പോ ഇവിടെ ഒരു പാലം, അവിടെ ഒരു മറ്റേത് ഷോപ്പിംഗ് മോള്, ഇതെല്ലാം ഒറ്റയടിക്ക് നമ്മുടെ കിട്ടിയാണ്. നമുക്ക് ഇതിനകത്ത് കൈകിട്ട് വാരി നമ്മളിതെല്ലാം അടിച്ച് മാറ്റാവുന്നതെല്ലാം മാറ്റി മറ്റൊരു ഒതുക്കുക വേണം. അതിന് കുറച്ച് പൈസയും കൊടുക്കും. പോരാത്തതിന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോ അതൊക്കെ അങ്ങ് അബോർട്ട് ചെയ്യും, പ്ലാൻ ക്യാൻസൽ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്ത് കളയും. ഇപ്പൊ ഈ പറഞ്ഞ മറ്റേ കേരളയിൽ വരാൻ നേരത്തെ ഭയങ്കര അഭ്യാസം കാണിച്ചതാ. എനിക്കൊന്നും വേണ്ടത്ര അങ്ങോട്ട് നടക്കത്തില്ലയോ എന്നൊരു സംശയം വന്നിട്ടുണ്ട്. പലരും ഉദ്ദേശിച്ച പോലെ നടന്നില്ല. അതിന് മൊത്തം കുളവാക്കും. എന്നാ പിന്നെ മൊത്തത്തിൽ വേണ്ടത് എന്തെല്ലാം പ്രശ്നം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ റെയിലും റോഡും എല്ലാ പ്രാവശ്യവും മോദി വന്നു. മോദി വന്നിട്ട് മോദിയാണ് ഇതിന്റെ ആളെന്നുള്ളവരെ മോദിയുടെ വന്നു. മുഖ്യമന്ത്രി ഇവിടെ നമ്മളാണ് നമ്മുടെ സർക്കാർ വന്നപ്പോഴാണ് ഈ പരിപാടി വന്നത്. ഉമ്മൻചാണ്ടി ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഉദ്ഘാടനം ചെയ്തു. നല്ല പ്രത്യേകത എന്താ പറയുക, ജനങ്ങൾക്ക് ഇപ്പൊ കുറച്ചൊരു ഇത് വന്നു കഴിഞ്ഞാൽ സംഭവം ഒന്നും നടക്കില്ല എന്നുള്ളൊരു സംഭവം ഉണ്ട്. പിന്നെ പോരാത്തിന് നേരത്തെ പറഞ്ഞ സംഭവം ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ബേസിക് ആയിട്ടുള്ള KSRTCയുടെ വിഷയങ്ങൾ പോലും ഇവിടെ പരിഹരിച്ചിട്ടില്ല. വലിയ വലിയ വണ്ടികൾ ഇറക്കാൻ നല്ല തിടുക്കാണ്.
പക്ഷെ ബേസിക് ആയിട്ടുള്ള എല്ലാം ഇറക്കും, മെയിൻറ്റെയിൻ ചെയ്യത്തില്ല. എല്ലാം ഇറക്കും. ഈ ക്ലെൻലിനെസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ വൃത്തി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഇറക്കാൻ പറ്റുമോ? ഈ ഓഫീസൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നവരെ ലുലു മാളിലോട്ട് ഒന്നും കൊണ്ടുപോയാൽ ആ പരിപാടി നടക്കുന്ന കണ്ട അത്ര ആൾക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലം. ഏറ്റവും കൂടുതൽ ആൾക്കാർ എറണാകുളത്ത് വന്നു പോകുന്ന ഒരു സ്ഥലമാണെങ്കിൽ അതാണ് അത് ലുലു മാൾ. അത് മെയിൻറ്റെയിൻ ചെയ്യണം. അതെങ്ങനെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണേ? അതിനൊരു സിസ്റ്റം ഉണ്ട്. പക്ഷേ ഇതില് ഒരു അവിടെ ആ പാലത്തിന്റെ അവിടെ നോക്കുമ്പോഴേ അങ്ങനെ വെള്ളത്തിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ പാറി പാറി നടക്കുന്നത് കാണാം. സീരിയസ്ലി എന്താ കാര്യം, അഴുക്ക് വെള്ളം അതേ എടപ്പള്ളി നമ്മുടെ ആ പാലം എറണാകുളത്ത് മുഴുവനുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. ഈ കടലിലോട്ട് ഈ സാധനം എല്ലാം ഒഴുകി പോകുന്നത്, ഈ അഴുക്കിയാൽ ഒഴുകുന്നത് എങ്ങോട്ടാണ്? സ്ഥാപനം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വർക്ക് ചെയ്യുന്ന രീതിയെ കൊണ്ട് പറയുന്നത് അതിനകത്ത് ഈ പ്രശ്നം ഉണ്ടാവുമായിരിക്കും. മൊത്തം വെള്ളവും കടലിലോട്ടാ പോകുന്നത്. അല്ല, ഇത് എവിടെ പോകും? ഈ ഒലിച്ചൊലിച്ചൊലിച്ചൊലിച്ച് നേരെ പോകും. ഇവിടെ വേറെ ഇതിനകത്ത് വേറെ രസമുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ക്ലീൻലിനെസ് പോട്ടെ, അടുക്കി കിട്ടുന്ന ഒരു സാധനമുണ്ട്. ഞാൻ ആദ്യമായിട്ടാ പോലീസ് സ്റ്റേഷനകത്തോട്ട് കയറുന്നത് ഇവരുടെ ഈ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് പോയപ്പോ ചുമ്മാ കെട്ട് ഒരു പേപ്പർ കൂട്ടിയിട്ടേക്കുവാ. ഇവരിയ്ക്കുന്നതോ ഇവർക്ക് ഓഫീസ് എക്കണോമിക്സ് എന്താണെന്ന് അറിയത്തില്ല. ഈ പറഞ്ഞ പൊട്ടിയും കാഴ്ച അത് ഇത് എല്ലാം പിന്നെ വലിച്ചു വാരിയിട്ടിട്ട് എന്തോ എവിടെ നിന്ന് എടുത്തോണ്ട് വരുന്നെന്ന് അറിയത്തില്ല. പിന്നെ എല്ലാം പഴയതുപോലെ കീപാഡൊക്കെ ആണെങ്കിലും അടിച്ച് ഇങ്ങനെ അടിക്കണം. അങ്ങനെല്ലാം ഇത് കായികമായിട്ടുള്ള പരിപാടി പറ്റും, ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനത്തെ കീപാഡ് അതാണ് PT. എന്നിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വൃത്തി എന്ന് പറഞ്ഞത് ഇല്ല ഇവർക്ക്. ഇവരുടെ വണ്ടികള് പോട്ടെ, ഞാൻ കോടതിയിൽ പോയപ്പോഴാണ് രസം. എന്റെ കോടതി മുറിയോട്ട് കേറുമ്പോ ആദ്യം കാണുന്നത് എന്താ അറിയോ? കൂന കൂട്ടിയിട്ടേക്കുന്ന പേപ്പർ. അത് കെട്ടുകയാണ്. ഞാൻ വീഡിയോ എടുത്തു, ഞാൻ വെറുതെ എടുത്തു, പബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി അതിന്റെ പേരിൽ അവർ അത് പറഞ്ഞ് കേസൊക്കെ ഉണ്ടാക്കി അതൊക്കെ അങ്ങനത്തെ ഒരു പണി ഇവർക്ക് ചെയ്യാൻ അറിയത്തുള്ളൂ. പബ്ലിഷ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഇതൊന്ന് കണ്ടു, എനിക്ക് എന്റെ ഒരു സന്തോഷത്തിന് ഞാൻ അവിടെ പോകുന്നതല്ലേ. അത് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിനേക്കാളും എളുപ്പം ഇതല്ലേ. പക്ഷെ അപ്പോ ഇത് കാണുന്നോടെ കിടക്കുന്ന ഇവരിരിക്കുന്ന അന്തരീക്ഷം ഇത്ര മോശമാണ്, അല്ലെങ്കിൽ ഇവരുടെ പ്രവർത്തനം മൊത്തം ഇങ്ങനെ ഇത്ര സ്ലോയും ഒരു അടുത്തും ചിട്ടയില്ലാത്തവരായിട്ടാണ് അവര് വന്ന് ഈ കിടന്ന് കാണിക്കുന്നത്. അവരെന്ത് ചെയ്യാനാണ്? പക്ഷെ വനിതാ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി നീറ്റ് ആയിട്ട് എടുക്കണം. ആ കേസ് കുറവായതുകൊണ്ടാണോ അറിയില്ല. പിങ്ക് പോലീസിന്റെ വണ്ടിയും വൃത്തിയാ. സ്ത്രീകളായതുകൊണ്ടായിരിക്കും അവര് തൂത്തുടക്കൊക്കെ ചെയ്യാൻ. അല്ല, പോലീസ് സ്റ്റേഷനിൽ എല്ലാം വനിതാ പോലീസ് ഉണ്ട്. പക്ഷേ വനിതകളുടെ പണിയല്ല ഇത്. എങ്കിലും ഞാൻ പറയുക, അവിടെ ക്ലീനിങ്ങും ഈ പറഞ്ഞ പോലെ അടുക്കിപ്പെറുക്കലും അത്യാവശ്യം വേണ്ട സ്ഥലമാണ്. തീർച്ചയായിട്ടും. അതെന്താ ചെയ്യാത്ത? പക്ഷെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ നോക്ക്, ഒരു ക്യാമറയായിട്ട് കയറി കാണാം അവിടെ എല്ലാം വലിച്ചു വാരിയിട്ടേക്കും. എന്താ ഏതാന്ന് ഇതൊന്നും ഇവരുടെ അല്ലടോ. എനിക്ക് മനസ്സിലായി. ഇവരുടെ ആണെന്നുള്ള ബോധം ഇവർക്കുണ്ടെങ്കിലാണല്ലോ ഇവരത് അങ്ങനെ പബ്ലിക് പ്രോപ്പർട്ടി തല്ലിപ്പൊട്ടിക്കാൻ ഉള്ളൊരു ഇതാ. വേടിയിരിക്കുന്ന ഒരു ബോധമില്ല, ഇത് ഇവരുടെയാണ്. നമ്മുടെ നാടാന്ന് ബോധമില്ല. പിന്നെ ഇപ്പൊ താഴെ ഇരിക്കുന്നവർക്കാണ് നിയമം എല്ലാവർക്കും ഒരേപോലെയാണ്. അതില് ഈ പറയുന്ന ഇടിവണ്ടിയുടെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ പുതിയ ഇടിവണ്ടികളില്ല, പഴയ ഇടിവണ്ടികളാണ് ഉള്ളത്. ഇതൊക്കെ 15 വർഷം കഴിഞ്ഞ് ഫിറ്റ്നസ് എക്സ്പേർട്ട് ആയിട്ടാണ് സംഭവം പോയിക്കൊണ്ടിരിക്കുന്നത്. വണ്ടികളുടെ ഫിറ്റ്നസിന്റെ വീഡിയോ എടുക്കുന്ന ആളുകൾ രണ്ട് കാര്യങ്ങൾ നോക്കുന്ന MVD പിടിക്കാത്ത വണ്ടികളൊക്കെ പുള്ളി പിടിക്കുന്നത്. മനുഷ്യന്റെ വണ്ടിക്ക് ടാക്സ് അടച്ചിട്ടില്ലെന്ന് വീഡിയോ കിട്ടും. എന്നിട്ട് അവസാനം ഇപ്പൊ വീഡിയോ കറങ്ങി വരുന്നത് ഇവനെ മിക്കവാറും തീർക്കുമെന്നാവും. അവരെല്ലാം കൂടെ കൂടി അയ്യോ ഈ പാവത്തിന് എന്താ കഴിഞ്ഞ വന്നു പോയതേ ഉള്ളൂ. അന്നും വേറെ വീഡിയോ എടുത്തത്. എപ്പോഴും ഇതാ പരിപാടി. അന്ന് ഞാൻ പറഞ്ഞോണ്ടിരുന്ന മൊത്തം തൃശ്ശൂർ റോഡില് വെള്ളം ലീക്കേജിനെ പറ്റിയൊക്കെയാണ് വീഡിയോ. ഇതൊക്കെ ഇവിടെ നടന്നോണ്ടിരിക്കുന്നത്. അല്ല, എല്ലായിടത്തും ഇതൊക്കെ തന്നെ. ഇവര് ഈ വകുപ്പടിക്കാൻ വരുന്ന കാണുന്നതാണ് രസം. വണ്ടിയിലൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കിയുള്ള ഇൻഡിക്കേറ്റർ ആണ്, വേണ്ടത്ര മിന്നുന്നില്ല. ഉള്ള ISI മാർക്കിന്റെ സ്റ്റിക്കർ അത്ര പോരാ. ഇതെല്ലാം പറഞ്ഞു പോക്കറ്റ് ഇടി പിടിച്ചു പറയാ പരിപാടി. ഇപ്പൊ പോക്കറ്റ് ഞാൻ പിടിച്ചു പറിക്കാറില്ല. അവരെല്ലാം MVD ഒക്കെ എടുത്തു കഴിഞ്ഞു. പോക്കറ്റ് പിടിക്കാറ് കാണാൻ പറ്റും.
എവിടെ പോയി? എന്താ പോക്കറ്റിൽ കലാരൂപം അന്യം പോയി. പിന്നെ എല്ലാരും ഈ ഗൂഗിൾ പേ കാര്യങ്ങൾ അതുകൊണ്ടൊന്നും അല്ല. പിന്നെ പോക്കറ്റ് അടിക്കാനായിട്ട് ഫോണല്ല പോവാ. അധികം പേരുടെ ഫോൺ പോക്കറ്റ് അടിച്ച് പോകുന്നില്ലല്ലോ. നീ എവിടെ പോയാലും പോക്കറ്റ് അടിയൊന്നുമില്ല ഇപ്പോ. അവര് എല്ലാം MVD-യിലും പോലീസിലും എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അവര് വരുമ്പോ ചോദിക്കും ഒതുക്കത്തിൽ ഇവനിങ്ങനെ ഒരു പോക്കറ്റുകാരനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ ഗൂഗിളൊക്കെ പണ്ട് ഏതാ ഇതിനകത്തോട്ട് ഹാക്ക് ചെയ്ത് കഴിയുമ്പോ അവരെ നേരെ ഗൂഗിളിലോട്ട് അങ്ങ് എടുക്കുക. നല്ല പൈസ കൊണ്ട് മേടിച്ചിട്ട് ഹാക്കറെ വെച്ചിട്ട് പിന്നെ അതിന്റെ പ്രൊട്ടക്ഷൻ അതുപോലെയൊക്കെ തന്നെ എന്ന് പറഞ്ഞ പോലെ ഇവിടെ എടുക്കുന്നത് പോക്കറ്റടിക്കാനൊക്കെ കൊള്ളാവുന്ന കള്ളനെ എടുക്കുവാണെങ്കിൽ പിന്നെയും കൊള്ളാം. വലിയ സ്പാം ഒക്കെ നടത്തുന്ന ആൾക്കാരെ എടുക്കാനായിട്ട് ഇതൊക്കെ അവരെ കണ്ടെത്താൻ പറ്റാത്ത കണ്ടുപിടിച്ച അവരെ എടുക്കും. ഇല്ല, അവർക്ക് വ്യക്തമായിട്ടുള്ള സംവിധാനം ജയിൽ സംവിധാനങ്ങളിൽ ഇതൊരു പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെ വെച്ച് ചിലപ്പോൾ ട്രെയിൻ ചെയ്യിക്കുന്നത്. എന്ത് ട്രെയിനിങ്? പോക്കറ്റടിക്കാൻ വലിയ ട്രെയിനിങ് ആണ്. ഇതിനെന്തോ ട്രെയിനിങ് വേണ്ട. വന്ന് നിൽക്കുന്നവരുടെ പിടിച്ചു പറിക്കുക. പിടിച്ചു പറിക്കാൻ വാ നേരെ റോഡോട്ട് കാക്കിയിട്ട് വിടുക. റോഡിൽ വരുന്ന ബൈക്കുകാരെ, സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെന്ന് പറഞ്ഞ് കാറുകാരെ, ഇവരെയൊക്കെ പിടിച്ചു പറിക്കണം. ഒന്നാമനുള്ള സാധനങ്ങളേക്ക് എന്തായാലും മറ്റേ പണിയൊക്കെ ഭേദമാണ്. അങ്ങനെ വന്ന് നിൽക്കുന്ന കാണുന്ന ആൾക്കാര് ഉളുപ്പുണ്ട് ചെയ്യൂടെ ഈ പണി. ഒരു കേട്ട് കേൾവി ശരിക്കും ഞാൻ ഒരു മാന്യനായ ഒരു മനുഷ്യൻ ചെയ്യാനുള്ള പണിയല്ല. ആസിഫ് അലിയുടെ ഒരു MVD-യുടെ ഒരു മീറ്റിംഗ് പറഞ്ഞായിരുന്നു. അതായത് നിങ്ങൾ ഈ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞ് പിടിക്കുന്നതിനേക്കാൾ നല്ലത് ഈ സാധനം വിപണിയിൽ വരാതിരിക്കാൻ നോക്കുന്നതല്ല. ഇവർക്ക് പൈസ കിട്ടത്തില്ല. പോക്കറ്റുകാർക്ക് പൈസ വേണ്ടേ? പിടിച്ചുപറിക്കാർക്ക് പൈസ വേണ്ടേ? അങ്ങനെ ആവശ്യമില്ലല്ലോ. ഇപ്പൊ ഷാൻ പറഞ്ഞ വെച്ചിട്ട് നോക്കുമ്പോ അങ്ങനെ ഒരു ആവശ്യം ഇവിടെ ഉള്ളവരാ. അങ്ങനെ ഒരു ആവശ്യം ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതില്ല. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ പെറ്റടിക്കാന്നുള്ളതാണ് നമ്മുടെ. അതിന് വേണ്ടിട്ട് അങ്ങനെ നിൽക്കുക, അല്ലാതെ ഇത് പരിഹരിക്കത്തൊന്നുമില്ല. ഇവിടുത്തെ അപകടങ്ങൾക്ക് കാരണം പരിഹരിക്കത്തൊന്നുമില്ല. പക്ഷെ ഹെൽമെറ്റ് വെച്ചോണ്ട് വീണ് മരിക്കണം. അല്ല അതാണ് ഇപ്പൊ ജനങ്ങളുടെ സേഫ്റ്റി എന്ന് പറഞ്ഞു വരുന്നെങ്കിൽ ജനങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടല്ല. അല്ല, നമുക്ക് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനെന്നുള്ള പേര് സ്വത്തും കുറച്ച് അടിച്ചു മാറ്റാനുള്ള ഒരു പരിപാടി. ജനങ്ങളുടെ സ്വത്തും ഞങ്ങൾ കുറച്ച് എടുക്കാവുന്ന നമ്മൾ സംരക്ഷിച്ചോ. ഇടയ്ക്ക് ജീവനും എടുക്കുന്നുണ്ട്. കയറ് കെട്ടി വെച്ച് കയറ് കെട്ടി റോഡ് നടുക്ക് പോലീസുകാരുണ്ട്. കയറ് കെട്ടി ഒരു പയ്യൻ കുരുങ്ങി വീണ് മരിച്ചു. ഇത് പറയുമ്പോ ജനങ്ങൾ വിചാരിക്കുന്നു നാളെ നമ്മൾ നിയമം തെറ്റിച്ചിട്ടുള്ള കാര്യം വിചാരിക്കുന്ന ആൾക്കാരുടെ ഇത് കാണുമ്പോ അങ്ങനെയല്ലത്. നിയമം തെറ്റിക്കുന്നവർ തെറ്റിക്കും. അവരോട് വൃത്തിക്ക് തെറ്റിക്കുന്നതിന്റെ ഏറ്റവും ഇവിടുത്തെ ഏറ്റവും ഗതികെട്ട സാധനം നടന്നതെന്ന് പറയും. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും വലിയ ഗതികേട് രാജ്യത്തിന്റെയാണ്. ഫോൺ വിളിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത് CBI വിളിക്കും, ചിലപ്പോ കമ്മീഷണർ വിളിക്കും, ചിലപ്പോ നിങ്ങളെ മുഖ്യമന്ത്രി വിളിക്കും. പൈസ ഒന്നും കൊടുക്കരുത് കേട്ടോ എന്ന് വിളിച്ചു പറയേണ്ടി വരുവാ ഗവൺമെന്റിന്. അതും എല്ലാ മൊബൈലും നമ്മൾ ആദ്യം വിളിക്കുമ്പോൾ കേൾക്കുന്ന ഇതാണെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരുടെ അവന്മാർ ഇത് വിളിച്ച് കേൾക്കുമായിരിക്കും. ഇങ്ങനെ അവരിത് കേട്ടാൽ അവർക്ക് ഉളുപ്പില്ലാത്തതുകൊണ്ടേ, നാണമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അതേസമയം യൂട്യൂബില് വീഡിയോ നോക്കി ഇരുന്നിട്ട് അവന്റെ കഥവ് ചവിട്ടി പൊളിക്കാം, ആജീവനാന്ത ലൈസൻസ് കട്ട് ചെയ്യാം, മൈരെന്ന് പറഞ്ഞപ്പോ പൊക്കി എടുത്ത് നടക്കാം. ഇത് ഭയങ്കര സൂപ്പർ ആയിട്ട് നടത്തുന്നു. അത് നമ്മളെല്ലാവരും കേൾക്കുന്നതെന്നറിയോ? CBI വിളിക്കും, പൈസ രണ്ടു മാസം കൂടുമ്പോ ഗണേഷ് കുമാറിന്റെ ഒരു ഇന്റർവ്യൂ വരും. അതിൽ 4 പൈപ്പ് പുതിയെന്ന് പറയാം. അപ്പൊ ആൾക്കാർ പറയും ഇതുപോലത്തെ ഒരു മന്ത്രിയില്ല നമുക്ക് കിട്ടിയില്ലേ, മുഖ്യമന്ത്രി ആവണം. പ്രശ്നമുണ്ട്. ഇത് ഇപ്പൊ ഈ പറയുന്ന CBI വിളിക്കും, മറ്റേ കമ്മീഷണർ വിളിക്കും എന്നൊക്കെ പറഞ്ഞ് പറയുന്നത് ഇത് മറ്റന്മാരും കേൾക്കും. അതെ, അതിപ്പോ തന്നെ നിന്നോ? അല്ല, അവന്മാര് മാറ്റേണ്ട ആവശ്യമില്ലെന്ന് അവർക്ക് അറിയാമല്ലോ. ഇത് കേൾക്കുമ്പോ തന്നെ അവന്മാർക്ക് നല്ലപോലെ മനസ്സിലായി ഈ മണ്ടന്മാരെ കൊണ്ട് എന്തായാലും പിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണല്ലോ ഈ പ്രസംഗം പ്രസംഗിച്ചിട്ട് നാളെ തൊട്ട് എല്ലാ ആൾക്കാരും നിയമം പാലിച്ച് നിരത്തിൽ ഇറങ്ങുകയാണെങ്കിൽ എന്തായിരിക്കും? നിയമം പാലിക്കാൻ തുടങ്ങിയാൽ ഇവർക്കാ നഷ്ടം. മദ്യപാനം ഒന്ന് കുറയ്ക്കാവോ? ഈ പുകവലി ഒന്ന് കുറയ്ക്കാവോ? ഈ ഹെൽമെറ്റ് എല്ലാവരും ഒന്ന് ഉപയോഗിക്കാവോ? സീറ്റ് ബെൽറ്റ് എല്ലാവരും ഒന്ന് ഉപയോഗിക്കാവോ? മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാവോ? ഇവർക്ക് പണിയില്ലാണ്ടാവും. ഇവർക്ക് ആകെ ഇവർ വിചാരിച്ചിരിക്കുന്ന പണി ഇതൊക്കെയാ. മനസ്സിലായി? പിന്നെ മദ്യപാനം ഒന്ന് കുറയ്ക്കണം എല്ലാവരും. ഈ അടിച്ച് കിടന്ന് മരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മദ്യപാനം ഒന്ന് കുറയ്ക്കണ്ട. 3 മാസത്തേക്ക് ഒന്ന് നിർത്തി വെക്കാം. ഒരു പറഞ്ഞ് മറ്റേ അവരവിടെ നടത്തുന്ന ആരെ വേണേലും കൊല്ലാനും മദ്യവും 3 മാസം കുടിക്കത്തില്ലെന്ന് തീരുമാനിച്ചാൽ ഇവിടെ അവന്മാർ വീട്ടിൽ കൊണ്ടുവരും. ഈ ഊതിക്കലൊക്കെ ഇപ്പൊ കാണാൻ നിൽക്കുന്ന സൺഫിലി ഒട്ടിക്കൽ എന്ന് പറയത്തില്ലേ,
അതിന്റെ പേരില്ല അത് ആർക്കറിയാം. അവര് മുടന്ന കുറെ ന്യായങ്ങൾ പറയും. വണ്ടി ഇടിച്ച് കഴിയുമ്പോൾ പൊടിയത്തില്ല. സൺ ഫിലിം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ ഇത് പൊട്ടാനുള്ള സാധ്യത ഇങ്ങനെ പൊട്ടി പോവില്ലെന്ന്. അത് വെറുതെ പറയുന്നതാണ്. അതങ്ങനെ പൊട്ടത്തുള്ളൂ ഒരിക്കലും. അല്ലെന്ന് ആ സാധനം ആ തരത്തിൽ അത് പൊട്ടേണ്ട രീതി പൊട്ടില്ല അങ്ങനെയാ പറയുന്നേ. പക്ഷെ അതല്ല, അതിനൊന്നും അല്ല. അവർക്ക് ഈ പറഞ്ഞ കിഡ്നാപ്പിംഗ് നടന്നാൽ കാണുന്നില്ല, പ്രശ്നങ്ങളൊക്കെയാ. പക്ഷെ കുഴപ്പമില്ല. കിഡ്നാപ്പിംഗ് നടന്നാൽ കാണത്തില്ലെന്ന് ഇവരുടെ മുമ്പിൽ കൂടെ ഇങ്ങനത്തെ വണ്ടിയല്ലേ കിഡ്നാപ്പ് ചെയ്തോണ്ട്. എടോ, ഇവിടെ ഒരു കൊച്ചിനെ കിഡ്നാപ്പ് ചെയ്തിട്ട് ഒരു ദിവസം മൊത്തം ഇമാര് തിരുവനന്തപുരത്ത് മുഴുവൻ കറങ്ങിയിട്ട് ഫിലിമോട്ടിക്കാത്ത വണ്ടികൾ ഓടിയിട്ടും എറണാകുളത്താണോ അത് ഏതൊരു ഗ്രൗണ്ടിൽ നിന്ന് ഒരു കൊച്ചിനെ കിട്ടിയത്? ഒരു ദിവസം മൊത്തം നടന്നു. ഇവരുടെ ഭയങ്കരമായ പരിപാടി നടന്നുകൊണ്ടിരിക്കുക. വാർത്തക്കാർ ക്യാമറ കൊണ്ട് ഓടുന്നു, പോലീസുകാർ അതുവഴി ഓടുന്നു, ഇതുവഴി ഓടുന്നു. ലാസ്റ്റിലിടാ സെൻട്രലില് ഒരു ഗ്രൗണ്ടിൽ കൊച്ചിനെ എടുത്തിട്ട് അവര് പോയി. ഒരു കേസ് ഓർക്കുന്നുണ്ടോ? അവരുടെ കണ്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് തെണ്ടിയതെല്ലാം കൂടെ അവരുടെ കീഴെ തന്നെ ഉണ്ടാകും. അവരെങ്ങും പോയിട്ടില്ല. ഇവര് അന്വേഷണത്തോടെ അന്വേഷണം. ഒരു വണ്ടിയിലും കറ പൊട്ടിച്ചിട്ടില്ല. എല്ലാരും ചെക്ക് ചെയ്തെന്നു അത് തന്നെ. ഓട്ടോറിക്ഷ കൊണ്ടുപോയെന്ന് കൊച്ചിനെ എല്ലായിടത്തും ഉണ്ടെന്നേ. ഇവർക്ക് പിടിക്കാനൊന്നും പറ്റത്തില്ല. ഇവർക്ക് പിന്നെ കൂടിയാല് ഇതെങ്ങാനും കുറെ ആയി കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ട് മൊബൈലിൽ കൂടെ അനൗൺസ് ചെയ്യും, കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്നവരുണ്ട്, കുട്ടികളെ ഉണ്ടാക്കരുത്. അതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുട്ടികളോട് എപ്പോഴും അപ്പനും അമ്മയും ഇങ്ങനെ പറ്റി നടന്നോളൂ എന്ന് പറയും. മനസ്സിലായോ? അല്ലെങ്കിൽ പുറത്തു പോകുമ്പോൾ കൂട്ടിയിട്ടിട്ട് പോയാൽ മതി എന്ന് പറയും. എന്നിട്ട് പൂട്ടും. പക്ഷേ ഈ നായ്ക്കൾക്ക് ഒരു സൈക്കോളജി ഉണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? നായ്ക്കൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഡൊമൈൻ ചെയ്ത് നിർത്തണം എപ്പോഴും. അതായത് നമ്മളതിനെ ഡൊമൈൻ ചെയ്യുന്ന ഒരു ഇതില്ല. നമ്മളതിനെ പേടിച്ചിട്ടാണെങ്കിൽ അതിനൊരു ഡൊമൈൻ ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. പെറ്റാണെങ്കിൽ പോലും ശരിയാ. ഇതേപോലെ തന്നെയാണ് ഈ അധികാരികളെന്ന് ജനം വിചാരിച്ചിട്ടുള്ള നമ്മുടെ തൊഴിലാളികളായിട്ടുള്ള ഈ മന്ത്രിമാര് എല്ലാ ആൾക്കാരും. അതായത് നമ്മൾ ഈ അധികാരം കാണിച്ചിട്ടില്ലെങ്കിൽ അവര് കുറയ്ക്കും. നല്ല ശക്തിയായി കുറച്ചുകൊണ്ടായിരിക്കും ആദ്യം വരിക. അതെ, ഇങ്ങനെയൊക്കെ കാണുമ്പോ തന്നെ അത് ശരിയാ. വേറെ കാര്യമുണ്ട്. ഇത് ആ പ്രദേശത്ത് നിന്ന് ഈ പട്ടികോരയ്ക്ക് ആ ബിസ്ക്കറ്റ് കൊടുത്താൽ പാലാട്ടി വരും. അതാണ് അതന്നെയാണ് ചെയ്യുന്നത്. ബിസ്ക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിറ്റ് കൊടുത്താൽ അങ്ങനെ നേരെ തിരിച്ച് മറ്റേ അവർക്ക് കൊടുക്കത്തില്ലേ? ചിലർ കൊടുത്ത് ഇക്ക് വിളിച്ചു, ഏട്ടൻ വിളിച്ച് എന്നൊക്കെ പറയുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? ബിസ്ക്കറ്റ് കിട്ടിയാലോ? കിറ്റിനകത്ത് വേറെ സാധനമുണ്ട്. കിറ്റ് ശരിക്കും ഈ എങ്ങനെയാ പറയാ, കിറ്റ് ശരിക്കും ഒരു ഡോബർമാൻ ഈ ഇന്ത്യൻ സ്ട്രീറ്റ് ഡോഗ്സിന് കൊടുത്ത മറ്റേ പട്ടി ബിസ്ക്കറ്റാണ്. അല്ല, തമാശ. അവർക്ക് ഈ തിരിച്ച് അങ്ങോട്ട് വല്ലതും കൊടുത്താൽ അവർ പണിയെടുക്കും. അതായത് ഏത് പോലീസുകാരനാണ് കാശ് മേടിച്ചിട്ടെങ്കിൽ ഇപ്പൊ പണിയെടുക്കുന്നത് ഫ്രീ ആയിട്ടാണോ? ഇതിനൊരു റേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു സ്റ്റേഷനില് SI ക്ക് ഇത്ര, CI ക്ക് ഇത്ര റേറ്റ് ഉണ്ട്. അല്ല, അതല്ല ഇൻസെന്റീവ് അല്ല. അതായത് ഒരു പരിപാടി എടുക്കുമ്പോ ഞാൻ പോയി ഇത്ര രൂപ അവിടെ കൊടുത്തിട്ട് ഇത്ര മോള് കൊടുത്താൽ ആ കാര്യങ്ങൾ വേറെ രീതിയിലാവും. ഫേവറബിൾ ആയിട്ട് വരും. അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്ക് കഴിഞ്ഞിടയ്ക്കും കുറച്ചു പേരൊക്കെ ഇങ്ങനെ പോയി അവിടെയൊക്കെ ചെയ്യുന്ന ഞാൻ കണ്ടതാണ്. എന്റെ പരിപാടി വന്നപ്പോഴും പലരും പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെയാ ചെയ്യുന്നത്, നിനക്ക് അങ്ങനെ ചെയ്താൽ പോലും. ഞാൻ ഇത് അങ്ങനത്തെ ഒരു കേസാകാത്തോണ്ടുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അവിടെയൊക്കെ പലയിടത്തും നമ്മളിങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട്, നാട്ടുകാർ പറഞ്ഞു ഇവിടെ ഇങ്ങനെയാ ചെയ്ത ആളാണ് മോഹൻലാലും സിദ്ദിഖുമൊക്കെ. അവര് പലയിടത്തും ഇതുപോലെ അവര് നടത്തിയോണ്ടാണ് അതെ അതെ താൻ ജയിലിൽ സിദ്ദിഖ് നല്ല രീതിയിൽ ഒളിവിലിരിക്കാൻ പറ്റിയിരുന്നു. അതെ, അല്ലെങ്കിൽ എത്ര ദിവസം ഇപ്പൊ നമുക്ക്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ പൈസ ഉള്ളതാണെങ്കിൽ അവർ ഇത് കൊടുക്കത്തില്ല. അവർക്കറിയാലോ എന്റെ ഉണ്ടെന്ന്. അപ്പൊ മറ്റൊരു കൊണ്ട് ഞാൻ കൂടുതൽ കൊടുത്താലോ ഇവര് നേരെ തിരിയും. ഇവർക്ക് അങ്ങനൊന്നും ഇല്ല. നക്കാപ്പിച്ച് കിട്ടിയാൽ മതി. അതായത് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ വന്ന് പൈസ കൊടുക്കും, ഞങ്ങൾ വിളിച്ചു പറയും. അപ്പൊ എല്ലാവരും കയറി നിന്നെയൊക്കെ ഇങ്ങനെ ചെയ്യുമെന്ന്. ഈ കഴിഞ്ഞിടയ്ക്ക് മണവാളൻ എന്ന് പറഞ്ഞൊരു യൂട്യൂബറെ കിടന്ന് കാണിച്ചാണ്. അവനറിഞ്ഞിട്ട് പോലും അവന് വഴി പോയപ്പോ സഡൻ ബ്രേക്ക് ഇട്ടൊരു വണ്ടി വീഴുന്ന കണ്ടപ്പോ ഇവര് എന്നിട്ട് പറഞ്ഞ് വണ്ടി ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് മണവാളനെതിരെ കേസ് പിടിച്ച് അവർ മാനസികരോ ഉണ്ടെന്ന് പറഞ്ഞ് വാർത്ത ഇറക്കിയത്. എന്തോ ഒരു മണ്ടന്മാരെന്ന് നോക്കണേ. അവൻ അന്ന് കറക്റ്റ് ആയിട്ട് പറയുക, CCTV അടക്കം കാണുന്നുണ്ട് ഈ ബൈക്ക് വീഴുന്നതൊക്കെ. അപ്പൊ എങ്ങനെയുണ്ട് ഇവന്മാര്? അത് യൂട്യൂബർ ഒക്കെ ആണ്, ഫെയിം ആണല്ലോ. അപ്പൊ ആ സ്റ്റേഷനിലെ പോലീസുകാരെയൊക്കെ ചിലപ്പോ മീഡിയയിലെ മുന്നിൽ കൊണ്ടുവരാൻ ഇവർ റീൽസ് ഉണ്ടാക്കുന്നുണ്ട്. ഫേസ്ബുക്ക് പേജ് ഒക്കെ ഉണ്ട് ഇവർക്ക്.
അതിനകത്ത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ള ഒരു തരം താഴ്ന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട് പോലീസ്. ഇവരിനി ശരിക്കും പറഞ്ഞാണല്ലോ ഈ പോലീസുകാരുടെ ഈ ഫേസ്ബുക്ക് പേജ് ബാൻ ചെയ്യണം, അത് വേണ്ട, അത് അങ്ങനെ ഒരു പരിപാടി ഫേസ്ബുക്ക് പേജ് തുടങ്ങിയേക്കുന്നത് അവര് അതാ ചെയ്യുന്നത്. അവര് കൊള്ളാവുന്ന കാര്യം പറഞ്ഞു കൊടുക്കുവല്ല, ഇവര് കുറെ പിള്ളേരെ പിടിച്ചു, അവരെ കൊണ്ട് മാപ്പ് പറയിച്ചു, മാസ് BGM ഇടുക, ഇതല്ലല്ലോ ചെയ്യാൻ. മറ്റേ കൈ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ക്രോസ് ചെയ്യണം. അവയർനെസ് റോഡില് ഒരാളെ പിടിച്ചെടുത്തിട്ട് ബസിന്റെ മുന്നിൽ പോകുമ്പോ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ വെക്കണം. അറിയോ ബസിന്റെ നേരെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോ ബസ്സുകാരനെ കാണത്തില്ലെന്ന് ഫ്രണ്ടിലോട്ട് ചിലപ്പോ അങ്ങനെ കൈ നോക്കി ക്രോസ് ചെയ്യാൻ പാടില്ലെന്ന് ആരെയും പഠിപ്പിച്ച്. അതല്ല പറഞ്ഞത്, അങ്ങനെയല്ല പറഞ്ഞത്. ഇതില് ബസ്സില്ലേ, ബസ് നിർത്തി, ബസ് സ്റ്റാൻഡിന്റെ ഉള്ളില് ഇറങ്ങിയിട്ട് അയാൾ ഇങ്ങനെ വന്നിട്ട് ബസിന്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ ക്രോസ് ചെയ്യാന്ന് വെച്ചാൽ അപ്പുറത്തെ സൈഡിലോട്ട് അങ്ങനെ ക്രോസ് ചെയ്യരുത്. ഓക്കെ പറഞ്ഞ അങ്ങനെ പഠിപ്പിച്ചോ? അങ്ങനെ ക്രോസ് ചെയ്യാൻ പാടില്ലല്ലോ. മാത്രമല്ല ഒരു വണ്ടി നിർത്തി കഴിഞ്ഞാൽ അതിനകത്തുള്ള ആൾക്കാരിലെ ഇറങ്ങി അവിടെ ആളില്ലെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം അതും വണ്ടി പോയതിനു ശേഷം വേണം ചെയ്യാം. ഇവിടെ ബൈക്കുകാരന്മാരുടെ കൈ കാണിച്ചോളാം പറയുന്നത്, എന്നിട്ട് ചെയ്തോളാം. അങ്ങനെ ചെയ്യരുതല്ലോ. ഞാന് ഇതില് അതേ പോലീസിന്റെ തന്നെ വേറൊരു സാധനം ഉണ്ട്, ഹെൽമെറ്റിന്റെ സംഭവം. ഈ ട്രെയിനിങ് ഇതിനെ മാത്രമേ കൊടുത്തും കാണുന്നുള്ളൂ. ഹെൽമെറ്റിന്റെ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ തൃശ്ശൂര് നമ്മുടെ KSFE സെൻട്രൽ ബാറിന്റെ ഇടയിലായിട്ട് ഒരു പ്ലേസ് ഉണ്ട്. അവിടെ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇയാള് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ വീഡിയോയിൽ പറയുന്നത്, നിങ്ങള് മുന്നിലത്തെ വാഹനം പോകുമ്പോ നിങ്ങൾ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇടാണെങ്കിൽ എന്താണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റുമ്പോൾ എന്താണ്ടാവുക, ബാക്കിലത്തെ വണ്ടി ഫാസ്റ്റ് ആയിട്ട് വന്നിട്ട് മറ്റേ വണ്ടിനെ ഇടിക്കും. അപ്പൊ ഈ ബോർഡ് വെച്ചതിന്റെ ഭാഗമായിട്ട് 3 പ്രാവശ്യം ആക്സിഡന്റ് നടന്നു. നമ്മളത് കോർപ്പറേഷനിലെ കാര്യങ്ങളിലും പൊതുമരാമത്തിലും എല്ലാത്തിനും ഇൻഫോം ചെയ്തിട്ടു. ഇപ്പോഴും ആ ബോർഡ് കാപാലത്തോളം റോഡിന് തിരുവല്ലയില് ആ ബൈപ്പാസ് ഓപ്പൺ ആക്കി, ബൈപ്പാസ് ഓപ്പൺ ആക്കിയപ്പോ സിഗ്നൽ ഇല്ല. ഇത് ക്രോസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് ആൾക്കാർ എന്നും വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മെയിൻ റോഡ് തന്നെയാണ് ഈ ബൈപ്പാസ് ക്രോസ് ചെയ്യുന്നത്. അപ്പോഴും ഇത് കണ്ടപ്പോഴേ ഞാൻ ഇവിടെ ഇപ്പൊ ഇടി തുടങ്ങും. നമുക്ക് കണ്ടാ മനസ്സിലാവുള്ളൂ. അവിടെ ഇടി ഇപ്പൊ തുടങ്ങുന്നതിന് അടുത്ത ദിവസം ആക്സിഡൻസ് കൂടി, ഇടിച്ചിടിച്ചിടിച്ചിടി സൈഡ് അടിക്കുന്നു, ഇവിടെ അടിക്കുന്നു, വണ്ടി വന്നിടിക്കുന്നു, ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കും. ഇവരിത് ഓപ്പൺ ചെയ്യാൻ പാടില്ല. പക്ഷെ സിഗ്നൽ വെക്കാതെ സിഗ്നലും പോരാന്ന് അവിടെ, അത് സിഗ്നൽ വെച്ചപ്പോഴും ഞാൻ ഇനി ഇവിടെ ഇടിക്കും. കാരണം എന്താണെന്നറിയോ, പ്രശ്നം എവിടെന്ന് വെച്ചാൽ ആദ്യത്തെ ഇടിയുടെ സീൻ എന്താണെന്നറിയോ, എല്ലാ ദിവസവും നമ്മൾ പോകുന്ന വഴിയായിട്ട് നമ്മൾ ഈ ബൈപ്പാസ് ഓപ്പൺ ആയി നമ്മൾ ശ്രദ്ധിക്കത്തില്ല. ഞാൻ പോയത് ഒരു ദിവസം ഞാൻ അറിയാതെ വണ്ടി ഓടിച്ചെന്ന് പോയി. ഞാൻ പിന്നെ പാസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതൊരു കിടിലം ബൈപ്പാസ്, മെയിൻ വണ്ടികളെ വലിയ വാടികോറിയൊക്കെ രാത്രി വരുന്നത് മനസ്സിലായത്. നമ്മള് ഡെയിലി പോകുന്നവര് അവിടെ ഇടയ്ക്കൊരു വഴി ഇവിടെ തുറന്നു, നമ്മളത് കോൺഷ്യസ്നസ് വരത്തില്ല. ഇതുപോലും ചിന്തിക്കാൻ ബോധമില്ലാതെ ഇമാര് തുറന്നു വെച്ചു. അവിടെ ഇടിയും നടന്നു. എന്തോ ഭാഗത്തിന് എനിക്ക് ഇടി കിട്ടിയില്ല. ഞാൻ പിന്നെ തൊട്ട് വളരെ ശ്രദ്ധിച്ച് എങ്ങനെയൊക്കെ പോയി. ഇതിനകത്ത് സിഗ്നൽ വെച്ച് കഴിഞ്ഞ് പിന്നെ ഇടി നടന്നു. അതിന്റെ കാരണം എന്താണെന്ന് നോക്കിയിട്ട് അവർക്ക് ഏകദേശം എത്ര നാളെടുത്തെന്ന് എനിക്ക് അറിയത്തില്ല ഇത് കറക്റ്റ് ചെയ്യാനായിട്ട്. ഇവർ സ്പീഡ് ബ്രേക്കർ വെച്ചിട്ടില്ലായിരുന്നു. അവിടെ ചെറിയ പ്രശ്നമുണ്ട്. സ്പീഡ് ബ്രേക്കർ വെക്കാതെ ഈ സിഗ്നലിലോട്ട് ആൾക്കാർ ചിലപ്പോൾ ചെന്ന് കയറാൻ സാധ്യതയുള്ള ഒരു തരം വഴിയാണ്. ഞാൻ അന്നും പറഞ്ഞു ഈ സിഗ്നൽ പോരാ, ഇവിടെ എല്ലാം നല്ല രീതിയിൽ സാധനം വെക്കണം, അവിടെ നിന്ന് സൈൻ ബോർഡ് വേണം, ഇത് ക്രോസിംഗ് ആണ്, ഇതിൽ വല്ലാത്ത സ്ഥലം, അത് ഞാൻ കാണിച്ചിരുന്നു. ഇപ്പോഴും വേണേലും ഇപ്പൊ ഇടി നിന്നിട്ടുണ്ട്, കുറെ ഒക്കെ ആൾക്കാർ പ്രാക്ടീസ് ആയി. പക്ഷെ ഈ കുറഞ്ഞു, അവിടെ ആക്സിഡന്റ് പ്രോൺ ഏരിയ ഒന്നും അല്ല, മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു പണി കാണിച്ചു ഇവര് വന്ന്. അവര് സിഗ്നൽ വെക്കാതെ റോഡ് ഓപ്പൺ ചെയ്ത ആൾക്കാർ അവിടെ ഒരു 6-7 വണ്ടിയും ഇടിച്ചിരുന്നു. അതിന് ചാകുന്ന ഇടിക്കത്തില്ല, മനസ്സിലായോ? പടിഞ്ഞാറക്കോട്ടയിലെ നമ്മുടെ തൃശ്ശൂർ റൗണ്ടിൽ നിന്ന് പടിഞ്ഞാറക്കോട്ട തിരിയുന്ന ആ സ്ഥലത്ത് നമ്മളൊരു കൈ ഫുള്ളായിട്ട് ഇറക്കി വെക്കാവുന്ന രീതിയിൽ ഒരു കുഴി ഉണ്ടായിരുന്നു. അത് മിഞ്ഞാന്ന് അടച്ചത്. അതായത് പക്ഷെ ഹെൽമെറ്റ് വെച്ച് പോയി വീണാൽ കുഴപ്പമില്ല. സത്യത്തിൽ ഈ കുഴിയാണോ ഹെൽമെറ്റ് ആണോ? ഹെൽമെറ്റ് വെക്കാതെ ഒരുത്തം പോയാൽ ഒരുത്തം വീണാൽ മാത്രമേ അതിന് പറ്റത്തുള്ളൂ. പക്ഷെ ഈ കുഴി അങ്ങനെയാണോ? ഹെൽമെറ്റ് വെച്ചോണ്ട് വന്നാലും വെക്കാതെ വന്നാലും അതിനകത്ത് 1,00,000 പേര് വീഴാനുള്ള സാധ്യത. കാരണം എന്നും അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും സാധനം കുഴിച്ച് അടയ്ക്കാൻ അവന്മാർക്ക് ഒരു ഉത്സാഹവും ഇല്ല, ഒന്നുമില്ല. മഴ സമയത്ത് ഇത് വളവാണ്. ഈ കുഴിയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാല് അങ്ങനെ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസ്ഥ ആലോചിക്കുക. പെട്ടെന്ന് വളവ് തിരിയുന്ന സമയത്ത് അവൻ പെട്ടെന്ന് അങ്ങനെ കാല് സ്കിപ്പ് ആവോ കാര്യങ്ങൾ ചെയ്തത് ഈ കുഴിയിൽ അങ്ങനെ പെട്ട്. അതായത് ചെറിയ കുഴിയാണ്. ബൈക്ക് പോയി ഞാൻ ഇങ്ങനെ പോയി എങ്ങനെയോ സ്പീഡിലല്ലാണ്ട് രക്ഷപ്പെട്ടു. എത്ര അടുത്ത് ഇങ്ങനത്തെ കുഴികൾ കിടപ്പുണ്ട്. ജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കാതെ
ജനങ്ങളുടെ പഴികൾ നിരന്തരമായിട്ട് ഏൽപ്പിക്കുക. ഇപ്പൊ ഡ്രൈവേഴ്സിന് കുറ്റം പറഞ്ഞിട്ട് KSRTC ഡ്രൈവേഴ്സിനെയാണ് കുറ്റം പറയുന്നത്. ഈ പറഞ്ഞ പോലെ ഇവന്മാരും നന്നാവാനൊന്നും പോകുന്നില്ല. അതിപ്പോ ആര് വന്നാലും ഇതൊക്കെ തന്നെ. കാരണം യൂണിയനും ഒരു കൂട്ടരുടെ താല്പര്യവും അങ്ങനെയൊക്കെ ഇവിടെ പരിപാടി നടക്കും. പക്ഷെ ആര് വന്നാലും നന്നാവാൻ പോകുന്നില്ല എന്നത് ശരിയാണ്. പക്ഷെ ജനങ്ങൾ കുറച്ചും കൂടിയും എന്താ പറയാ, എന്റെ അധികാരത്തിലാണ് ഇതുള്ളത് എന്നുള്ള അധികാര ബോധത്തോടു കൂടി, നേരത്തെ ആ പട്ടീനെ കാണുമ്പോ ഉള്ള അതേ സംഭവത്തോടു കൂടി തന്നെ ജനങ്ങൾ അധികാര ബോധത്തോടു കൂടി എന്ന് എല്ലാവരും അങ്ങനെ ഇനീഷ്യേറ്റ് എടുക്കുന്നത് തുടങ്ങുമ്പോ അന്ന് ഒരു മാറ്റം ഉണ്ടാവും. ഇവിടെ ഏത് പാർട്ടി വന്നാലും മാറില്ല. ഒരു ഹാഫ് ആൾക്കാർ മാറിയാൽ മതി. പകുതി പേര് മാറിയ ശരിയാ, മുഴുവൻ ആൾക്കാർ മാറുന്നുണ്ട്. പക്ഷെ ഭയങ്കര സ്വാർത്ഥരാണ് ഇവരുള്ളത്. സ്വാർത്ഥത വിവരമില്ലായ്മ കൊണ്ടാണ് ഉണ്ടാവുന്നത്. ഇവരുടെ അധികാരത്തിലാണെന്നുള്ള വിവരമില്ലായ്മ കൊണ്ടാണ് ഉണ്ടാവുന്നത്. അല്ലെന്ന് അങ്ങനെയല്ല, എന്നെ ബാധിക്കുന്നല്ലോ. എന്നെ ബാധിക്കാത്ത മാത്രമല്ല, എനിക്ക് കിട്ടുന്ന ചില സാധനങ്ങളുണ്ട് ഒരു കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ അത് വല്ലതും പോകുമോ, എന്റെ സ്വാധീനം കുറയുമോ? അതായത് എന്റെ അധികാരത്തിൽ എന്നോട് ഒരാൾ പറഞ്ഞ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. ആൾ എന്നോട് പറഞ്ഞ കാര്യം, വിഷ്ണു നമുക്കൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലേ, നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പാടും. അതായത് ഒരു സ്റ്റാൻഡേർഡ് ഇല്ലേ, അങ്ങനെ ചിന്തിക്കുന്ന ഇത്തരം വിഷയങ്ങളൊന്നും ഇടപെടേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഇടപെടേണ്ട കാര്യമില്ലല്ലോ. ഇതൊക്കെ ആരെങ്കിലും ഒക്കെ ചെയ്യേണ്ടത് ചെയ്തോളും. നമ്മൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമുക്കൊരു ചിട്ടി ചേരാം, എന്നിട്ട് ചിട്ടി അടയ്ക്കാം, EMI ഉണ്ടെങ്കിൽ അത് അടയ്ക്കാം, ഭാര്യക്ക് കൊടുക്കാം, പിള്ളേരുടെ ചോറ് നടത്താം, പിന്നെ അമ്മേനെയൊക്കെ നോക്കണമല്ലോ. ആറെണ്ണം വാങ്ങണ്ടേ, കല്യാണം കഴിക്കണ്ടേ, സ്വിഫ്റ്റ് റെഡ് സ്വിഫ്റ്റ് എന്തൊക്കെയോ സിൽക്സിൽ പോയി സിൽക്ക് സാരീസ് എടുത്തിട്ട് സ്വർണ്ണമൊക്കെ അതല്ലേ വിശ്വാസം, അതല്ലേ അതൊക്കെ എടുക്കണ്ടേ, അതെല്ലാം ഈ റോഡ് നോക്കാൻ സമയം. പെരുന്നാളുകൾ, പൂരങ്ങൾ, അങ്ങനെ പരിപാടികളും ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് വേറെ വാദം തിരിച്ച് അങ്ങോട്ട് വയ്ക്കാനുണ്ട്. തൃശ്ശൂർക്കാർക്ക് പൊതുവിൽ ഒരു ധാരണ വെടിക്കെട്ട് എടുക്കുന്നത്. അങ്ങനെയല്ല, മാരുടെ ഒരു വെടിക്കെട്ടുണ്ട് പോലെ. മാരുടെ ഭയങ്കര വെടിക്കെട്ട. അത് പുറത്തധികം അറിഞ്ഞിട്ടില്ല. പബ്ലിസിറ്റി കൊടുക്കണോ. എറണാകുളത്തിന്റെ ഒരു പ്രധാന സാധനം മരട്ടിലെ വെടിക്കെട്ട്. ഇവിടെ വെടിക്കെട്ടെന്നല്ല, ആ വെടിക്കെട്ടിന് വേണ്ടത്ര ഒരു സംഭവം. അതിനകത്ത് വേറെ കാര്യമുണ്ട്. ഈ പടക്കം പൊട്ടിക്കുമ്പോഴാണ് ഇവിടെ പലർക്കും സ്ഖലനം ഉണ്ടാകുന്നത്. മനസ്സിലായ, അതൊരു പ്രത്യേക ഓർഗാസം. അത് വരണമെന്നുണ്ടെങ്കിൽ പടക്കം പൊട്ടണം. മനസ്സിലായി. അപ്പൊ കുറെ പേർക്ക് ഓർഗാസം ഉണ്ടാവും. പിന്നെ വേറെ ഓർഗാസം പറയാം, ഈ റോഡിൽ കൂടി ഇങ്ങനെ നടക്കും കൂട്ടം കൂടി ഒന്ന് റോഡെല്ലാം ബ്ലോക്ക് ആവും. അപ്പൊ ഒരു ഓർഗാസം കിട്ടും. അതൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാരുടെ പിന്നെ പട്ടിലിരിക്കും ഒരു ദിവസം മൊത്തം ശബ്ദം ഉണ്ടാക്കി ബുദ്ധിമുട്ടിക്കും. പിന്നെ ബാക്കിയുള്ളവർ മൊത്തം വലിയ കോളാപ്പിയൊക്കെ ഉപയോഗിച്ച് ശബ്ദം ഉണ്ടാക്കി ബുദ്ധിമുട്ടിക്കുക. അപ്പോഴേ നമുക്കൊരു സുഖം കിട്ടുന്നു. മനസ്സിലായി. അതിനിടയിൽ റോഡ് കുഴിയാവുന്നതോ, പിന്നെ ആനയെ ബുദ്ധിമുട്ടിക്കുക, പട്ടികളെ കൂട്ടത്തോടെ ഇവിടെയുള്ള മനുഷ്യരെ ബുദ്ധിമുട്ടിച്ചത് പോരാ, വന്യജീവികളെ പിടിച്ചോടുന്നു അതിനെ ബുദ്ധിമുട്ടിക്കുക. ഇവിടെ ഞാൻ ഇവന്മാര് വെടിക്കെട്ട് നടത്തുമ്പോ ഉള്ള പക്ഷികളും മൃഗങ്ങളും എന്തിനാ ഈ പറഞ്ഞ ഈ പറഞ്ഞ മണ്ണിനെ വരെ മേടിക്കുക. പട്ടിയെ ഉപദ്രവിക്കുന്ന ഞാൻ സമ്മതിക്കില്ല. കാരണം പട്ടികളെ ഒരാഴ്ചക്ക് മുമ്പ് മൃഗങ്ങൾക്ക് എല്ലാത്തിനും കൊണ്ടുപോകും അവര്. അത് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകും. എല്ലാത്തിനും അല്ല കൊന്നറിയില്ല. അത് കഴിഞ്ഞ ഞാൻ അതേ സ്ഥലത്ത് പക്ഷെ അതല്ലല്ലോ പ്രശ്നം. ഈ പക്ഷികളെ എന്ത് ചെയ്യും? അവർ പറഞ്ഞു പോകുന്നോണ്ട് കുഴപ്പമില്ല. അവർക്കറിയാൻ ഈ സമയം ഈ പൊട്ടന്മാർ ഇറങ്ങിയിട്ടുണ്ട്, വാളിയാ പോവാന്ന് ഒരു മാസം മുന്നേ പോവാനില്ലേ ഒച്ചയ്ക്ക്. ഇവിടെ മണ്ടന്മാര് വരുന്നുണ്ട്, തൃശ്ശൂർ പൂരം നടത്തുന്നു, മണ്ടന്മാര് വരുന്നുണ്ട്, ഓടിക്കുന്നു. സകല ജീവജാലങ്ങളോട് പോയിരിക്കും പ്രാണികളൊക്കെ. ഇല്ല, ജനങ്ങള് അത്രയ്ക്കും ശരിയാ, കഷ്ടമുണ്ട്. പാമ്പൊക്കെ ഓടുകയൊക്കെ അവിടെ പ്രദേശത്ത് പോകും. സാധാരണ ജീവികൾ, ബോധമുള്ള ജീവികൾ ഓടുമ്പോ കുറെ ബോധമില്ലാത്തമാരെ വന്ന് അതെ അതെ, അവരെ തേക്കിൻകാട് മൈതാനം ഈ ക്ഷുദ്രജീവികൾക്കും ഇങ്ങനെ ഈ പറകൾ പക്ഷികൾക്കും ഒക്കെ ഒരു ഇറാക്കായിരിക്കും. അവരിവിടെ വരണ്ടെന്നുള്ളത് അത് പോലീസ് തീരുമാനമൊക്കെയുണ്ട്. രാത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളെ സംരക്ഷിക്കാനായിട്ട് അവിടുന്ന് ആൾക്കാർ കുടിക്കും. സംരക്ഷിക്കാൻ ഞാൻ ചോദിച്ചു, സാറേ ഇതിപ്പോ എന്തിനാ ഇവരെ ഇങ്ങനെ പറഞ്ഞേക്കുന്ന? ഇല്ല, ഇവിടെ കത്തിക്കുത്തോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കത് മുൻകൂട്ടി പ്രിക്കോഷൻ എടുക്കാനായിട്ട് ഇവരെ പറഞ്ഞേക്കാം.
എല്ലാ മനുഷ്യരെയും കൊതുകിന് കുറവാണ്. രാത്രി ഇല്ല കൊതുകിനും കഴിഞ്ഞ പ്രാവശ്യം കൊതുകിന് കുറവില്ല. അതെ ഞാൻ സത്യത്തില് തൃശ്ശൂർ പൂരം 3 പ്രാവശ്യം കണ്ടുള്ളത്. പക്ഷെ 3 പ്രാവശ്യം എനിക്ക് കൊതുകടി കൊള്ളേണ്ടിയൊന്നുമില്ല. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം പൊട്ടാത്തോട്ടുള്ളതുകൊണ്ട് എനിക്ക് കൊതുകടി കൊണ്ടു. ആദ്യമായിട്ട് പൂരം കാണാൻ വേണ്ടി ഇരുന്നതാ. കൊതുകിനും പൊതുവെ കുറവുണ്ടോന്നാ ചോദിച്ചത്. അങ്ങനെയൊന്നുമില്ല. കൊതുണ്ട് കൊതുണ്ട് കൊതുണ്ട്. പിന്നെ വേറെ കാര്യമുണ്ട്, ഇങ്ങനെ കത്തുന്നതുകൊണ്ട് ഈ അന്തരീക്ഷത്തിൽ പല സാധനങ്ങളും ബാക്ടീരിയകൾ ചാവുന്നുണ്ട്. മറ്റേ കൈ കൊട്ടുമ്പോ പാത്രം അതിവിടെ അല്ല, തൃശ്ശൂരല്ല, പിന്നെ തിരുവനന്തപുരത്താണ്. അത്തിനെന്ത് ആറ്റുകാല അമ്മച്ചിയുടെ മറ്റേത് കത്തിക്കുമ്പോഴാണ് കൂടുതൽ ബാക്ടീരിയ ചാവുന്നത്. കുടം വെച്ചത് കത്തിക്കുമ്പോ ഇങ്ങനെ ഈ ധൂമം ഇപ്പൊ ഉണ്ടല്ലോ അവിടെ ബാക്ടീരിയകൾ അന്തരീക്ഷം ക്ലീൻ ആവുന്നൊക്കെ നോക്കിയപ്പോ സീമെൻസ് എന്ന് പറഞ്ഞ സീമെൻസ് എന്ന് പറഞ്ഞ അമേരിക്കൻ ഒരു കുറച്ച് ഗ്രൂപ്പാണ് അത് കണ്ടുപിടിച്ചേക്കുന്നത്. പുക കൊണ്ട് ഉണ്ടാകുന്നത് അല്ലേ? സീമെൻസുകാർ കണ്ടുപിടിച്ചാണ്. കമ്പനി പോലും മാർക്കറ്റിലില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തിരുവല്ല പോയപ്പോ നമുക്ക് ഈ സാധനം ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. തിരുവല്ലയ്ക്ക് മുമ്പ് ഞാൻ കണ്ടിട്ടില്ല പരിപാടിയെ. ഞാൻ ആ ദിവസം ഞാൻ ഇറങ്ങാത്തതാണെന്നറിയത്തില്ല. ഈ പ്രാവശ്യം പോയപ്പോഴേ ഞാൻ ഇങ്ങനെ ചുമ്മാ പോകുമ്പോൾ അധികം കടകളൊന്നും തുറന്നിട്ടില്ല. എന്തിന്റെ അവധിയാന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ചില കടയിലൊക്കെ നോക്കുമ്പോൾ ചിലതുണ്ട് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. ഞാൻ ഓർത്ത് ഈ വണ്ടിയൊക്കെ നോക്കി തൊഴിൽ കാണിക്കാൻ എന്ത് ഇവിടെ നടക്കുന്നത്? എന്റെ വണ്ടി നോക്കി അങ്ങനൊന്നും അല്ല സംഭവം. ഞാൻ ഇങ്ങനെയല്ലേ നോക്കുന്നത്. ഇതെന്തോ നടക്കുന്നു നോക്കിയപ്പോ മുന്നോട്ട് നോക്കിയപ്പോ പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചു 2 സൈഡിലും കുടമൊക്കെ ആയിട്ട് കുറെ പേര് ഇരിപ്പുണ്ട്. മനസ്സിലായി? അവിടെ തീ കത്തിച്ച് ഇരിപ്പുണ്ട്. ഇമാരി പൊങ്കാല വന്ന പരിപാടി നടക്കും. എന്നിട്ട് ഈ വണ്ടിയൊക്കെ നോക്കി തൊഴുവാ. ഞാൻ നമ്മൾ ഓർത്തിട്ട് വണ്ടിയെ നോക്കി തൊഴുന്നത് എന്തിനാ? റോഡിലോട്ട് നോക്കി തൊഴുത് കാണിക്കുക. ഭയങ്കര പ്രാർത്ഥന. റോഡിൽ നോക്കിയിരുന്നുണ്ട്. ഈ റോഡിലെല്ലാം എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് അറിയത്തില്ല. ഈ മാഗ്നറ്റിക് ഫീൽഡോ എന്താ പറയുക, റോഡിൽ വന്നിരുന്ന് കഞ്ഞി വെച്ചിട്ട് തൊഴുത് കാണിക്കും. ഇവരൊക്കെ രക്ഷപ്പെട്ടിരുന്ന ഇനിയിപ്പോ കൊല്ലം കുറെ ആയിട്ട് ഈ പരിപാടി നടത്തുമല്ലേ? മനസ്സിലായില്ല ഇവർക്ക്. ഈ റോഡിൽ ഇപ്പൊ നമ്മളിപ്പോ സിനിമ ഷൂട്ടൊക്കെ റോഡ് നന്നായില്ല. അവര് റോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മള് സ്പെഷ്യൽ ആയിട്ട് ഫണ്ട് കൊടുക്കണം. അതേപോലെ അമ്പലം കൊടുക്കുന്നുണ്ടായിരിക്കും. അവരെ കൊടുക്കുവോ കൊടുക്കാതിരിക്കും. വിഷയമല്ല. പക്ഷെ പ്രശ്നം എന്താ പറയുക, ഇത് പൊതുജനത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന പരിപാടിയാണ്. ഇപ്പൊ ഞാൻ യാത്ര തടസ്സപ്പെടുന്നുണ്ട്. അവർക്ക് അങ്ങനെ ഒരു പ്രൊവിഷൻ ഇതിനകത്തുണ്ട്. ഏത് ഇങ്ങനെ റോഡ് ഉപയോഗിക്കാം എന്നുള്ളത്. അത് ശരിയായിട്ടുള്ള ഒരു രീതി അല്ലെന്നായി പറയുന്നത്. അങ്ങനെ ഒരു പരിപാടി റോഡിൽ അവതരിപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇവിടെ ഇഷ്ടം പോലെ പരിപാടികൾ വേറെ സ്ഥലങ്ങൾ കിടപ്പുണ്ട്. ഇവിടെ നെഹ്റു സ്റ്റേഡിയം കിടപ്പുണ്ട്. എന്ത് പരിപാടിയാണെങ്കിലും കാണിക്കാലോ. അതുപോലെ അവിടെ തിരുവനന്തപുരത്ത് സ്ഥലങ്ങളുണ്ടല്ലോ, ഗ്രൗണ്ടുകളുണ്ടല്ലോ. ഇവർക്ക് പള്ളിയിൽ നിന്ന് പരിപാടി റോഡിലോട്ടാണ്. അതിനിടെ വീണ്ടും എടോ റോഡിൽ ഇറങ്ങുന്ന അല്ലെന്ന് ഇവര് കാശ് കൊടുക്കും. ആരെങ്കിലും എടുത്ത് കാശ് കൊടുക്കുന്ന അല്ലല്ലോ വിഷയം. ഈ വന്ന മണ്ടന് ഇവൻ എന്തിനു വന്നതെന്ന് ഈ വണ്ടിയിലൊക്കെ നോക്കി ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് എന്തോ കാര്യസാധ്യം എന്നൊക്കെ പറഞ്ഞ് വിവരമില്ലാത്തോണ്ടും ബോധമില്ലാത്തോണ്ടും ചെയ്യുന്ന പണിയായിട്ട് ഇത് ചെയ്തിട്ടാണോ അമേരിക്ക നിലയിലെത്തിയത്? ഈ രാജ്യങ്ങളൊക്കെ പൊങ്കാലായിട്ടാണോ? ഏറ്റവും വലിയ സംഭവം നിയമവ്യവസ്ഥയില് സ്പെഷ്യലായിട്ട് അതായത് ഇല്ലാത്ത ആനുകൂല്യങ്ങൾ നേടാന്ന് പറയുന്ന മതവിഭാഗങ്ങൾ അത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മള് നിയമത്തില് ഇത് പറയുന്നുണ്ട്, റോഡ് കാര്യങ്ങൾ ഇതുപോലെ ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോൾ മതങ്ങൾക്ക് അതിൽ ഇടപെടാൻ കഴിയുക എന്ന് പറയുന്നത്. ഇപ്പൊ നേരത്തെ സമാധിയുടെ വിഷയം പോലെ തന്നെ മതങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം അത് അനുകൂല്യങ്ങളായിട്ട് മാറുമ്പോൾ നിയമവ്യവസ്ഥിതിനെ ചൂഷണം ചെയ്യുന്ന രീതിയിലാണ്. മതത്തിന് ഒരു രീതിയിലും നിയമവ്യവസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു രീതിയിലും ചൂഷണം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഇവിടത്തെ ഉറപ്പുവരുത്തണം. ആരുറപ്പുവരുത്താനൊക്കെ എല്ലാ മതവിശ്വാസികളാണ് ഇവിടെ ഇരിക്കുന്ന. കോടതി മതവിശ്വാസിയാണ്, രാഷ്ട്രീയക്കാർ മതവിശ്വാസികളാണ്, എല്ലാവരും മതവിശ്വാസികളാണ്. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെ 5 നേരം നിസ്കരിക്കും. വ്യക്തി ആരാധനക്കെതിരായിട്ടുള്ള മാർസിന് ചുവന്ന മാലയിട്ടുകൊണ്ട് ഇതിന്റെ
അപ്പൊ അതാണ് ഇവിടെ എന്ത് പരിപാടിയാണെങ്കിലും അത് ഗ്രൂപ്പാക്കി മാറ്റണം. ഒരു ഗ്രൂപ്പ് ആവണം. അപ്പൊ തന്നെ ഒരു ഗ്രൂപ്പാക്കി മാറ്റുക, അത് അസോസിയേഷൻ ആക്കുക, എന്നിട്ട് അസോസിയേഷൻ ഫണ്ട് കൊണ്ടുവരിക, എന്നിട്ട് ഓണാഘോഷം നടത്തുക. മായിരും മതം ഇല്ലെന്ന് പറയുന്ന മതത്തെ എതിർക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഇത് ഈ മതത്തിന്റെ മേളിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഇത് വെറുതെയാ, നമുക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ്. പക്ഷെ ഇത് എതിർക്കുന്ന ആൾക്കാരാണ് പോയി ഇപ്പം നിസ്കരിക്കുന്നതെന്ന് പറഞ്ഞേക്കും. മനസ്സിലായോ? ഇതെല്ലാം മേളിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇതെല്ലാം വെറുതെയാണ്. രാഷ്ട്രീയക്കാരനും അറിയാം, രാഷ്ട്രീയക്കാരൻ അറിയുള്ളൂ. രാഷ്ട്രീയക്കാരൻ പൊട്ടണ അവനൊരു ഉണ്ടാകാനുള്ള അവൻ ഈ ഇവിടുന്ന് കയറി പോയതാണല്ലോ. മത നേതാവിനെ അറിയും. മത നേതാവിന്റെ കാര്യം അറിയും. പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ട് നിയമകാര്യങ്ങളില് മതത്തിനും ഒന്നും ചെയ്യാൻ പറ്റരുത് എന്നുള്ള ഒരു ഇത് ഇവിടെ നിയമകാര്യങ്ങളില് മതത്തിന് ഒരു രീതിയിലും നിയമം തെറ്റിക്കാനായിട്ട് സിനിമാക്കാരെ പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് മത നേതാക്കന്മാരെ പിടിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ച മതത്തിന് പ്രത്യേക ഒരു ഇമ്മ്യൂണിറ്റി ഒന്നും കിട്ടുന്ന കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു സാധനം ഇല്ല. അതങ്ങനെ അതെന്താ പറയാ മറ്റേ ഈ ആർട്ടിക്കിൾ മറ്റേതൊക്കെ പറഞ്ഞു വരും. ഈ മറ്റേ എന്താണ് ഈ നിയമത്തിന്റെ മതത്തിന് മതം പ്രാക്ടീസ് ചെയ്യാനും അത് പ്രചരിപ്പിക്കാനുമുള്ള വ്യക്തിയുടെ മനുഷ്യരുടെ റൈറ്റ്സിനെ കുറിച്ചൊക്കെ ഒരു സംസാരിക്കും ഈ മതവാദികളായിട്ടുള്ള ആൾക്കാര്. എന്നിട്ടാണ് ഈ വക സാധനങ്ങൾ വെക്കുക. മനസ്സിലുണ്ടോ? ഈ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ മെൻഷൻ ചെയ്തിട്ട് ഇവർ ഈ സാധനം വെക്കുക. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ആകെ ഇവരെടുക്കുന്നത് അതിന് വേണ്ടി മാത്രമാണ്. ഏത് ഇവർ ഈ മതം വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയായിട്ട് മാത്രമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ കാണുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ വേറെ പരിപാടികളുണ്ട്. പക്ഷെ ഇവിടെ എനിക്ക് ജീവിക്കാനുള്ള ആവശ്യമുണ്ടല്ലോ. എനിക്ക് ഈ ഒച്ചപ്പാടം വേണമെന്നും കേൾക്കണ്ട. എനിക്ക് റോട്ടിൽ തടസ്സം വേണ്ട. പറ്റില്ല. എനിക്കത് വേണ്ട. മണക്കണ്ട, കേക്കണ്ട, എനിക്ക് ആ സാധനം ഇവരുടെ തലയിൽ ഓടൂല. ഇവർക്ക് ഒറ്റ സാധനം ഓടുള്ളൂ. ഏത് എന്റെ പരിപാടി അങ്ങനെയാണ്. സ്വാർത്ഥതയാണ് മതം. അതാണ് അതിന്റെ പ്രശ്നം. എനിക്ക് എന്തും നേടണം, എനിക്ക് എന്തും കിട്ടണം, എനിക്ക് അത് കിട്ടണം. ഇവരൊന്നും കിട്ടുന്നില്ലല്ലോ. എന്തുകൊണ്ടാ ഇങ്ങനെയുള്ള ഇത്ര സ്വാർത്ഥരാകുന്ന അറിയാവോ? ദൈവ സ്വാർത്ഥന. അതെല്ലാം ദൈവ സ്വാർത്ഥന. അതെ അതെ. ഇത് കേട്ടോ ഇവൻ ഈ പറഞ്ഞ ഭക്തരെയും സ്വാർത്ഥരാക്കിയിട്ടുണ്ട്. എല്ലാരും അങ്ങനെയാണേ. ഇതിനകത്തുള്ള രസം എന്താ വെച്ചാൽ ഇവൻ ഈ മണ്ടൻ കൊല്ലം കുറെ ആയിട്ട് ഈ പെണ്ണുങ്ങൾ വന്നിരുന്ന് കഞ്ഞി വെച്ചു, വേറെ കുറെ ഒരു വടക്കം പൊട്ടിച്ചു. ഇവനൊന്നും ഒരു ഗുണം ഉണ്ടാകുന്നില്ല. മനസ്സിലായോ? ഈ രാജ്യവും ഗുണം പിടിക്കത്തില്ല, ഈ മനുഷ്യരും ഗുണം പിടിക്കത്തില്ല. ഇവന്മാർക്കൊന്നും ഒരു സമാധാനവും ഇല്ല, സന്തോഷവും ഇല്ല. റോഡും ഒഴി ഈ പറഞ്ഞ പോലെ ഈ ശ്വാസവും കൊള്ളത്തില്ല, ഫുഡും കൊള്ളത്തില്ല, വെള്ളവും കൊള്ളത്തില്ല. ഈ പരിപാടി ഒന്നും നടത്താത്ത രാജ്യങ്ങളാണ് പുരോഗമിച്ച രാജ്യങ്ങൾ. ഈ അറബികള് വിശ്വാസികളൊക്കെയാ, പക്ഷെ റോഡിൽ പണി കാണിക്കത്തുള്ളൂ. ഇവർക്ക് റോഡ് പണി ഒന്നും ചെയ്യാനില്ല. പിന്നെ വേറൊരു പ്രശ്നങ്ങളുണ്ട് ഇവിടെ. ഇവിടുത്തെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഹിന്ദുമത പരിപാടി ഉണ്ടല്ലോ. ഹിന്ദു മതത്തില് ഒരുപാട് ആഘോഷങ്ങളുണ്ട്. ഓരോ ആഘോഷത്തിനും അവധിയുണ്ട്. ഈ മുസ്ലിങ്ങൾക്ക് ഒരു ദിവസവും 2 ദിവസവും കൊണ്ട് പരിപാടി തോന്നും. ഈദ്, മോഹറം അങ്ങനെയാണ് പരിപാടി. ഒന്ന് ചന്ദ്രനെ കണ്ടു, വേറൊരു ദിവസം എന്തോ പൊടി പറന്നു. മാത്രമല്ലല്ലോ എല്ലാം ഏറ്റവും കൂടുതൽ മതമുള്ള രാജ്യമല്ലേ അത്. ഇന്ത്യന്മാരെല്ലാം ഉണ്ട് താൻ. ഇതിനകത്തുള്ള ക്രിസ്ത്യാനികളാണേലും ഈസ്റ്റർ, ക്രിസ്മസ്, പിന്നെ എന്തോടാണ് അങ്ങനെ 1-2 പരിപാടിയായിട്ട് യൂറോപ്പിലൊക്കെ അങ്ങനെ അവരങ്ങ് പരിപാടി ഒതുക്കും. പിന്നെ അവിടെ ഹാലോവീൻ. ഇവിടെ അങ്ങനെയാണോ? ഏതോ ജയന്തി, ആരുടെയൊക്കെയോ ജയന്തി, എല്ലാ ജയന്തിയുണ്ട്. അവധിയുടെ എണ്ണം ഒരു മാസം, എല്ലാ സമാധിയുണ്ട്. ഏതവൻ എവിടെ എന്തിനെന്ത് കാണിച്ചിട്ടുണ്ടായാലും ഇതിനെല്ലാം ജയന്തി, അവധി. ഈ ടൈമില് ഈ പറഞ്ഞ പോലെ ഈ ഹിന്ദുമത വിശ്വാസികൾക്കുള്ള അത്ര ആഘോഷങ്ങൾ ഉള്ളതുകൊണ്ടുള്ള പ്രശ്നം എന്നറിയോ? ഒരു പുതിയ സമാധി കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. മറ്റേ ലേറ്റസ്റ്റ് ന്യൂജൻ സമാധി അതും നടന്നു. അതായത് അരക്കുകലിനകത്ത് കൊണ്ടിടും. പക്ഷെ എന്തായാലും വിശ്വാസികൾ ന്യൂജൻ സമാധി കേരളത്തിൽ വരുമ്പോ ശബരിമല ഒരു അവധി. യൂറോപ്പിൽ നിന്ന് മറ്റേ സെയിന്റ് വരുന്നുണ്ട്. പുതിയൊരു മൊബൈൽ ഫോണൊക്കെ പിടിച്ച സെയിന്റ് വിശുദ്ധ മൊബൈൽ ഫോൺ പരിപാടി ഇന്ത്യയിലെ അത്രയും പരിപാടി മനസ്സിലായോ? ഇത്രയും പരിപാടി നടക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് അവധികളുടെ എണ്ണം കൂടും, ഇതുപോലത്തെ അതിക്രമങ്ങളുടെ എണ്ണം കൂടും, ഇത്രയും പൊല്യൂഷൻ കൂടും. മനസ്സിലായോ? ഇത്രയും സമയം കളയും, ഇത്രയും നോയിസ് പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, പിന്നെന്തൊക്കെയാ ലൈറ്റ് പൊല്യൂഷൻ, എല്ലാം വാട്ടർ, ഇവരുടെ അഭ്യാസം, അതിനിടയിൽ അപകടം.
ഇതിനകത്ത് അപകടമുണ്ട്. ഇവന്മാര് പറഞ്ഞിട്ട് ഹെൽമെറ്റ് വേണ്ട. ഹെൽമെറ്റ് വേണം. ഞാൻ ചിന്തിക്കുന്നതേ അവിടെ ഒരു സേഫ്റ്റി എന്നൊരു വിഷയമാണ്. അവിടെ ദൈവം നോക്കിക്കോളും. ചില ആൾക്കാർ വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടും നേരത്തെ പറഞ്ഞ പോലെ വളരെ സമാധാനപരമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് മതം എത്രത്തോളം അവരെ ഫ്രസ്ട്രേറ്റഡ് ആക്കുന്നുണ്ട് എന്നുള്ളതും ഒരു പ്രായം വരെ എന്താണ് എനിക്ക് സ്വയംഭോഗം ചെയ്യാൻ ഭയങ്കര കുറ്റബോധം, മനസ്സിലാവണോ? ഭയങ്കര പ്രശ്നമുള്ള ഒരു തമിഴ്നാട്ടിൽ ഇത് ഇപ്പോഴും ഭയങ്കര പ്രശ്നമാണ്. വലിയ ആൾക്കാരടക്കം പറയും. അതായത് മുതിർന്ന തമിഴ്നാട്ടിലിപ്പോ നമുക്ക് അറിയാവുന്ന സുഹൃത്തുക്കളാണ് ഏയ് തപ്പുപ്പോ അസീവ് കൂടുന്നു. ഇത് എന്താ സംഭവം? കുറ്റബോധം. അപ്പൊ കുറ്റബോധം ഒരു പ്രധാന പ്രശ്നമാണ്. മനസ്സിലാവോ? എനിക്കത് ചെറുപ്പത്തിൽ ആ സാധനം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി പിന്നെ ഒരുപാട് ഇങ്ങനെ ട്രൈ ചെയ്താണ് ഞാൻ ആ ഒരു കാലഘട്ടത്തിൽ ജനിച്ച ഭൂരിഭാഗം ആൾക്കാർക്കും പള്ളിയെല്ലാം മൂന്നിച്ചായിരുന്നു. പള്ളി കൊണ്ടുതന്നെ മൂന്നിച്ചു. എന്നെ പല സാധനം പറഞ്ഞു മറ്റേതാ മൈരാണ്, മറ്റേ പരിപാടി വേറെയാണ്, ഇത് വേറെ പരിപാടി നടക്കണത്, സ്വർഗത്തിലേക്ക് എടുക്കൂന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തു ഓക്കെ എന്നാ പിന്നെ അങ്ങനെയാണെങ്കിൽ വേണ്ട. ഇവിടെ കുറച്ചൊരു പക്ഷെ ഇത് അനങ്ങാതിരിക്കുമല്ലോ. ഏജ് മനസ്സിലാവോ? 13 വയസ്സെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടൈമാണ്. മനസ്സിലാവോ? പരിപാടിയൊക്കെ മനസ്സിലായി. അപ്പൊ മനസ്സിലായിട്ട് പിന്നെ ഇതൊന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കണമെന്ന് കൈകെട്ടി കിടന്ന് ഉറയിക്കണമെന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് നടക്കൂല. ഇവിടെ ഒന്നും ഇല്ലാതെ ഇനി പൂറികളെ ഉണ്ടാക്കാൻ ഇവിടെ ഒന്നും അല്ല. വലിയ മുറി അവിടെ ഇനോവ കാറ് പുഴ പിന്നെ ബാലന്മാരുണ്ട്. ബാലന്മാരുണ്ട്. എന്നാ സുഖമല്ലേ സ്വർഗത്തിലെ? സ്ത്രീകൾക്കില്ല. സ്ത്രീകൾക്ക് റൈറ്റ്. സ്ത്രീകളോട് ആവശ്യമുള്ളൂ. സ്ത്രീകളെ എന്തിനുള്ള നമുക്ക് ആവശ്യമില്ല. സ്ത്രീകൾക്ക് സ്വർഗമുണ്ടോ? സ്ത്രീകൾക്ക് സ്വർഗമുണ്ട്. അതെങ്ങനെയാ പറയാ? ആണുങ്ങൾക്കുള്ള സ്വർഗത്തിനകത്ത് ഇവർക്കും നിക്കാം. അങ്ങനെയാണ്. അതിന് കുഴപ്പമില്ല. അല്ല ഹൂറിമാരായിട്ട് ഇവരായിരിക്കും വരുന്നത്. ഹൂറിമാർക്ക് എപ്പോഴും വെർജിനിറ്റി ഉണ്ടാവും. ഏത് ഊരിമാരും പെണ്ണുങ്ങളുടെ ആത്മാവ് എവിടെ പോകുന്നതൊന്നും ആരും ഇവിടെ അന്വേഷിക്കേണ്ട ആവശ്യമൊന്നും. അങ്ങനെ ഒരു വിഷയം ഈ ഹൂറി എന്ന് പറയുന്നത് ചിലപ്പോ പാർട്ട്നേഴ്സ് ഒക്കെ ആകാൻ സാധ്യതയുണ്ട്. ചിലപ്പോ റോബോട്ടിക് അതും പറയും. അത് പറയും. റോബോട്ടിക്സ് ഒക്കെ പറഞ്ഞിട്ടില്ലേ? കണ്ടോ എപ്പോഴും ബുക്കിൽ അത് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. എന്നും വിർജിനായിരിക്കുന്ന ഒരു പെണ്ണുണ്ടാവും. അതാണ് ഈ റോബോട്ടിക് പാർട്ട്ണർ എന്ന് പറയുന്നത്. ഈ പാസ്റ്റർമാര് നമുക്ക് തരണം പാസ്റ്റർമാർക്ക് തന്നെ ഒരുപാട് കിട്ടുന്ന സാധനമില്ലേ? ഈ സാധനം ഇപ്പൊ മുസ്ലിങ്ങൾ എടുത്തിട്ടുണ്ട്. അത് ഓടുന്നുണ്ടോ? എനിക്ക് രണ്ട് അതേ സാധനം ഇവരും എടുത്തിട്ടുണ്ട്. അഡാപ്റ്റേഷൻ എല്ലാ രീതിയിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരുടെ കഥയെല്ലാം ഒന്ന് തന്നെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന്റെ കച്ചവടത്തിന്റെ രീതികള് ഏറ്റവും നന്നായിട്ട് കോപ്പി ചെയ്ത്. ഇപ്പൊ ഞാൻ ഏറ്റവും ഞെട്ടിയൊരു സംഭവം ഒരു പള്ളിയിൽ പോയി കഴിഞ്ഞപ്പോ അവിടെ എഴുതിയിട്ടുള്ള ഒരു ടൈറ്റിലാണ്. അതായത് പള്ളിയുടെ നിയമങ്ങൾ അനുസരിക്കാതിരിക്കുന്നതുമായിട്ട് ഞങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരുമായിട്ട് നിങ്ങൾ സംസാരിക്കുകയോ അവരും അവരുടെ വീടുകളിൽ ചെന്ന് നിങ്ങൾ സൽക്കരിക്കപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളും. ഇത് ഏത് പള്ളിയാ? ലൈക് പള്ളി എവിടത്തെന്ന് പറയണ്ട, ക്രിസ്ത്യൻ പള്ളിയാണോ? ക്രിസ്ത്യൻ പള്ളി. ക്രിസ്ത്യൻ പള്ളി. ഓക്കെ. ഇത് ഈ പരിപാടി പണ്ട് മുതലുള്ളതാ. പള്ളിയിൽ പണ്ട് അനൗൺസ് ചെയ്യുമായിരുന്നു. സത്യത്തിൽ ഇത് ഒരു ജനാധിപത്യ ക്യാൻസൽ കൾച്ചർ എന്ന് പറയുന്നത് ഇത് ക്യാൻസൽ ചെയ്യുന്ന പരിപാടിയാണ്. അതായത് താനും ഞാനും തമ്മിൽ എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ തന്നെയുമായിട്ട് ഞാൻ ഒരു വിധത്തിലും ഇടപെടാൻ തയ്യാറല്ല. താൻ ഇരിക്കുന്ന വേദിയിൽ ഞാൻ ഇരിക്കാൻ തയ്യാറല്ല. തന്നെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഔട്ട്കാസ്റ്റ് ചെയ്ത് ഒഴിവാക്കി താൻ ഈ സമൂഹത്തിന്റെ ഭാഗമല്ലെന്നുള്ള പോലെ ആക്കി ഊരുവിലക്ക് പോലത്തെ ഒരു പരിപാടിയാണ്. പഴയ ആ സാധനം ഒരു എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇത് പണ്ട് ചെയ്തിട്ടുണ്ടെന്നേ. ഇത് എന്തുകൊണ്ട് ഇവരിത് ചെയ്തത് അത് മനുഷ്യനൊരു പ്രത്യേകത. ഗ്രൂപ്പിൽ നിന്ന് പുറത്തു പോകുന്നവരെ കൊല്ലണമെന്നാ പറഞ്ഞത്. അതെ, അതാണ് റോയൽ സാധനം. അതാണ് ഇസ്ലാം പറയുന്നത്. പുറത്തോട്ട് പോയാൽ തട്ടിയേക്കാനാ പറയുന്നത്. അതാണ് റിയൽ സാധനം. ഇത് അതിന്റെ താഴെയുള്ള സാധനമാണ്. അവനോട് വിട്ടേക്ക്, അവനായിട്ട് ഇടപെടണ്ടെന്ന് പറഞ്ഞത് അതിന്റെ മൈൻഡ് ലൈറ്റ് ആക്കിയത്. ക്രിസ്ത്യാനിറ്റി കുറച്ച് ലൈറ്റ് ആയി. മുമ്പായിരുന്നെങ്കിൽ തട്ടായിരുന്നു. മനസ്സിലായി? തട്ടിക്കളയാണ്.
ഇപ്പൊ ഇവിടെ തട്ടാനും പറ്റത്തില്ല, ഒഴിവാക്കിയാൽ വേറെ ഒറിജിനൽ ഇസ്ലാമാണ് മനസ്സിലോട്ടോ. ഇനി ഒറിജിനൽ ഇസ്ലാമാന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തോളൂ ചിലപ്പോ അവനിത് പറഞ്ഞു. അല്ല, കൊല്ലാനാണ് ആദ്യം പറഞ്ഞത്. അതല്ലട്ടോ, എല്ലാരും കൊന്നു കളയണം. ജനാധിപത്യത്തിനായിട്ട് പറ്റാത്തോണ്ട് ചെയ്യാത്ത. പിന്നെ എന്നോട് ഒരുത്തം പറഞ്ഞോണ്ടായിരുന്നു 5000 രൂപ കൊടുക്കണം, എന്റെ കയ്യിൽ വേറെ വഴിയില്ല, ബിസിനസിന് എന്തായാലും അവിടെ പള്ളിക്ക് കൊടുത്തേ പറ്റൂ. വഴിക്ക് പോയിട്ട് അതായത് പാവപ്പെട്ട കുടുംബങ്ങളിൽ പോലും നിശ്ചയിച്ചുള്ള തുക എന്നിട്ട് പറയും ദൈവം തരുമെന്ന്. പക്ഷെ ഇത് ദൈവം തരുമെന്ന് പറഞ്ഞിട്ട് നോക്കിയിരിക്കും. അല്ല അങ്ങനെ എന്ത് ചെയ്യണം, ഡെയിലി പോയി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു ദൈവത്തിനെ കൊടുത്താൽ പള്ളിയിൽ പോലും അല്ല ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ പള്ളിയിലാണ് നിൽക്കണം പോലും പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. എന്റെ ഭർത്താവേ ഈ പള്ളിക്ക് കൊടുക്കാനുള്ള കാശ് തരണേ ഭർത്താവേ, എനിക്ക് വേറെ വഴികളില്ല, എനിക്ക് വേറെ മാർഗം ഞാൻ കാണുന്നില്ല, എന്നെ കഴുകിയെടുത്ത് എനിക്ക് കുറച്ചുകൂടി ഈസിയാണ് പിടിക്കാം. അതിലും ഈസിയാ. എന്നാ പക്ഷെ ഇവരെ പിടിച്ച് ദൈവമാക്കും. പിന്നെ ഞാൻ ചോദിച്ചോട്ടെ, ഇതിപ്പോ ഇവര് പറയുന്നത് എന്തോ ദൈവം തരും, നിങ്ങൾ പള്ളിക്ക് കൊടുത്തോളാം. എന്നാ പിന്നെ ദൈവത്തിന്റെ നിങ്ങൾക്ക് ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട് പള്ളിക്ക് കൊടുക്കുന്നവര് ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവത്തിനോട് നിമാർക്ക് മേടിച്ചോളൂ. എന്തിനാ ഇവന്റെ മേടിച്ചിട്ട് പിന്നെ അവന്റെയിലോട്ട് കൊടുക്കാൻ പറഞ്ഞു ദൈവത്തിനോട്? പള്ളി എന്ന് പറയുന്നത് എല്ലാം ബ്ലാക്ക് മണി ആയി പോയതോ? മനസ്സിലായില്ല. അതായത് ഇതെന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മറ്റേ പടത്തിൽ ജഗതി പോലെ ഈ ഇഷ്ടിക ഇങ്ങനെ എടുത്ത് കൊടുക്കുമ്പോൾ ഇടയിലേക്കില്ലേ, അതുകൊണ്ട് പരിപാടി ദൈവത്തിന്റെ ഇടയിലോട്ട് കൊടുക്കുമ്പോ സഭ ഇങ്ങനെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെ മുഹമ്മദ് റിയാസ് പോയി അവിടെ വെള്ളം കൊച്ചിനെ എടുത്തു കൊടുത്ത പോലെ നടുക്ക് നിന്നിട്ട് ഏറ്റവും അവസാനം ഈ കൊച്ചിനെ കാണുന്ന വെള്ളം ഈ പറഞ്ഞ പോലെ രക്ഷാപ്രവർത്തകര് ചെളിക്കകത്തു നിന്നൊക്കെ മുങ്ങി തൂങ്ങിയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നിൽക്കും ഒരാള് മുണ്ട കൊടുത്ത് മറ്റേ ഇതൊക്കെ ഇട്ട് എന്താ പറയാ മറ്റേ കമ്പൂട്ടൊക്കെ ഇട്ട് എന്നിട്ട് ലാസ്റ്റ് കൊച്ചിനെ ഇവിടെ മേടിച്ചിട്ടുണ്ടോ അത് വീഡിയോ എടുത്തേക്കുന്നു. നാണം ഉണ്ടോ ഒപ്പുണ്ടോടാ എവിടെ നിന്ന് ഇതിന്റെ എടുത്ത് അവരാരും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അവർക്ക് ആ സ്ഥലത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ, കഷ്ടപ്പാടല്ലേ. ഇവിടെ PR വർക്കിന് വേണ്ടിയിട്ട് കൊണ്ട് നിർത്തിയേക്കോ ഒരു സാധനത്തിനെ, എന്നിട്ട് ഇത് മേടിച്ചിട്ട് ഒരു ഉടുപ്പും ഇല്ലാതെ അങ്ങോട്ട് കൊടുക്കുക, അത് പബ്ലിഷ് ചെയ്യുക, എന്നിട്ട് അതിന് ബൂസ്റ്റ് അടിച്ച് ഈ പൊട്ടന്മാരത് ഷെയർ ചെയ്യുക. നാളെ ഉടുപ്പുള്ളവർ ചെയ്യത്തില്ല. ഉറപ്പായിട്ട് അന്തസ്സുള്ളവർ ചെയ്യത്തില്ല. കാരണം മറ്റൊരു എന്താ പണിയെടുക്കുന്ന അറിയാത്തോണ്ടാണ് അതിനെ പോയി നിന്ന് മേടിച്ചത്. ആരാണേലും പുച്ഛം, ചെയ്താലും പുച്ഛം. അതൊക്കെ ഇത് അറിയാനിട്ടൊന്നുമല്ല. ഇവർക്ക് ഈ സാധനം ഇങ്ങനെ ഇട്ടാൽ പോലും ഇത് മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കാന്നുള്ളത് ഇവർക്ക് അറിയാം. അറിയാം ഇവന്മാര് പൊട്ടന്മാരാണെന്നറിയാം. ഇത് കണ്ടാൽ മതി. അതിനാണ് മോഹൻലാൽ ചെയ്യുന്നത്. ഒരു അപകടം കണ്ടാൽ നടന്ന സാധനങ്ങളാ. മോഹൻലാൽ ചെന്ന് കയറി ഡയലോഗ് അടിക്കുന്നു, പാർട്ടിക്കാർ പോയി ഡയലോഗ് അടിക്കുന്നു, സുരേഷ് ഗോപി അത് കഴിഞ്ഞ് പോകുന്നു, മുഖ്യമന്ത്രി വന്ന് അവിടെ പ്രധാനമന്ത്രി വന്ന് ഇങ്ങനെ ഇവരുടെ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ഒരു അപകടം നടന്ന സ്ഥലം ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ ഇനിയും ഒരു അപകടം നടക്കുന്ന ഇവർക്ക് ലാഭമായതുകൊണ്ട് ഒരപകടം ഇവിടെ തടയാൻ പോകുന്നില്ല. ഇതുപോലെയാണ് താൻ പറഞ്ഞ മറ്റേ ദീപിക പദക്കൊണ്ട് മറ്റേ ഡ്രസ് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുത്ത ഷാരൂഖ് ഖാന്റെ വീഡിയോ. ദീപിക പദക്കമല്ല, ഷാരൂഖ് ഖാന്റെ മോളുടെ സാധനം ഇങ്ങനെ കുത്തിവെച്ച് കാണിച്ചത് സത്യത്തിൽ അതിനല്ല. ആ ഡ്രസ് അപ്പൊ അത് ഭയങ്കര ഫാദർലി ഒരു സാധനമാണ് പോലെ ആ വീഡിയോ പ്രചരിപ്പിക്കുന്നത്. അതേ സമയം ഒന്നും ആ ഡ്രസ് ഇങ്ങനെയാണ് ഇടുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ബുക്കിൾ മറയ്ക്കാൻ വേണ്ടി ഷാരൂഖ് ഖാൻ സാധനം ഇല്ല അവിടെ. പോട്ടെ, അങ്ങനെ ഉണ്ട്. ഷാരൂഖ് ഖാന്റെ മോളെ പ്രായമുള്ള പതുക്കോൺ വന്നപ്പോ ഒരു കോണം കൊടുപ്പിച്ച് നിർത്തുന്നത് ശരിയാവും? അങ്ങനൊന്നും ഇല്ല. ഇത് ചുമ്മാ കളിയാ, മനസ്സിലായോ? എടോ ഇവിടെ ഇനി അപകടം നടക്കുന്നത് ലാഭമാണ്. അതുകൊണ്ട് ആരും താനീ പറഞ്ഞ പോലെ ഇതൊന്നും ശരിയാക്കാനൊന്നും പോകുന്നില്ല. ഇവിടെ ഓരോ വലിയ അപകടങ്ങൾ, അതായത് ഫ്ലഡ്, ഭൂമി ഉലുക്കം, ഉരുൾപൊട്ടൽ, ഇതൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ. പിന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നവർ പല പൊസിഷൻസ് ഇരിക്കുന്നവർക്ക് മാത്രമാണ് പ്രോഫിറ്റ്, അല്ല സാധാരണക്കാർക്ക് പ്രയോജനമില്ല. അതുകൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷെ കൊറോണ വരെ ലാഭകരമായ കച്ചവടമായിരുന്നു പിന്നീട്. പക്ഷെ ആൾക്കാർക്ക് ഈ ഒരു ബോധം ഉണ്ടാകുന്നതല്ലായിരിക്കും. എന്നിരുന്നാലും ഇപ്പൊ പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, നമ്മൾ എന്നിരുന്നാലും നമ്മൾ വെറുതെ ഇരിക്കാതിരിക്കാനുള്ള ഒറ്റ സംഭവമാണ്. 1916 വിളിച്ചപ്പോൾ നിങ്ങൾക്ക് പരാതി പറയാൻ കഴിയുന്നില്ലെങ്കിൽ വീഡിയോ എടുത്ത് നമുക്ക് സെൻഡ് ചെയ്ത് തരാണെങ്കിൽ നമ്മൾ എന്തായാലും അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. ജില്ലാ അടിസ്ഥാനത്തിലാണെങ്കിൽ ഏത് ജില്ലയിലാണെങ്കിലും നമ്മളത് ഫോളോ അപ്പ് ചെയ്യും. അറ്റ് ടൈം ഈ പറയുന്ന പ്രദേശങ്ങളിൽ, ഈ നമ്മൾ കംപ്ലൈന്റ് ചെയ്തിട്ടുള്ള പ്രദേശങ്ങളിൽ പ്രോപ്പർ ആയിട്ട് വാട്ടർ അതോറിറ്റി ഈ പറയുന്ന പോലത്തുള്ള ഡ്രൈനേജ് ഇഷ്യൂസ് കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് പരിഹരിച്ചിട്ടില്ലെങ്കിൽ ഇനി ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ കേസ് കൊടുക്കും.
ഡ്രെയിനേജിനോടും വെള്ളപ്പൊക്കം എടോ, ഇതൊക്കെ ഒരു വിഷയമല്ലേ? ഉണ്ടോ? എടോ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ കാര്യം പറയാം. ഞാൻ എനിക്ക് ബാധിച്ചില്ലേ പ്രശ്നം പോലെ മുകളില് താമസിക്കുന്നത് ഞാൻ. അപ്പൊ എന്റെ ഭാഗത്തേക്ക് അങ്ങനെ വെള്ളം കയറില്ല. എനിക്കത് പ്രശ്നം വരേണ്ട ആവശ്യമില്ല. എന്റെ വീട്ടിൽ അങ്ങനെ വെള്ളം കയറിയിട്ടുണ്ടോ? അപ്പൊ 4 ദിവസത്തേക്കുള്ള മാഗിയുടെയും ഇപ്പിയുടെയും ടേസ്റ്റ് മാറണമെന്ന് ചോദിച്ചിട്ട് പല ഫ്ലേവറിലുള്ള സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. മാഗി വെള്ളം മൊബൈലില് നെറ്റ് നോക്കിയിരിക്കാം, കുഴപ്പമില്ല. സന്തോഷം നോക്കുമ്പോ കീഴ മൊത്തം വെള്ളം. നല്ല വ്യൂ ആയിരിക്കും അല്ലേ, ഒരു ലേക്ക് വ്യൂ താമസിക്കുന്ന പോലെ. പിന്നെ ഞാൻ നേരെ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ടാങ്കില് വെള്ളം ഫില്ലാണോ എന്നുള്ളതാണ്. കാരണം വേറെ ആരും ഇല്ല അവിടെ, എല്ലാരും പോയി, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ടാങ്കില് വെള്ളം ഫില്ലാണോ നോക്കി കഴിഞ്ഞപ്പോ ഓക്കെ വെള്ളം ഫില്ലാണ്. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒക്കെ സംഭവം സമൂഹത്തിൽ നടക്കുന്ന ഓരോ ഇഷ്യൂസും നമ്മൾ ന്യൂസ് ചാനലിൽ തൊട്ടിട്ട് എല്ലാ സാധനങ്ങളും കാണുന്നതും നമ്മുടെ മാനസികാരോഗ്യത്തിൽ ബാധിക്കുന്നുണ്ട്. സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞ് തിരിച്ച് അവിടെ പോയി നിൽക്കുമ്പോ, ഞാൻ ഇപ്പോഴാണ് ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. മുന്നേ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഞാൻ വീഡിയോ ചെയ്യാറില്ല. വീഡിയോ ചെയ്യാത്തപ്പോ മൊത്തം എനിക്ക് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പൊട്ട് കിട്ടുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അതിപ്പോ സോൾവ് ആയി. ഇപ്പൊ പോലീസ് വലിയ വിഷയം തന്നെ ചെക്കിട്ടമ്മയ്ക്ക് അടിച്ചത്. അതായത് ഇങ്ങനെ ചോദിക്കുന്നത്, നിനക്ക് പേടിയുണ്ടോ? ഇല്ല, എനിക്ക് പേടിയില്ല. നിന്നെ ഞാൻ പേടിപ്പിച്ചേരാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ടത്. അപ്പൊ ആളുകളോട് നീ കെറ്റില് കീഴടക്കിക്ക്. ഞാൻ ഈസ്റ്റ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ നിൽക്കുന്നിടത്ത് RPF വന്നിട്ട് കെറ്റിലിറക്കിക്ക്. ഞാൻ പറഞ്ഞു നിങ്ങളിത് സീസ് ചെയ്തോ, നിയമ നടപടി എന്താണെങ്കിൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പറയാണ്, നിന്നെ പോലെയുള്ള ആൾക്കാർക്ക് കൂടി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് സമാധാനമില്ല, അതുകൊണ്ട് നിന്നൊക്കെ തല്ലി കൊന്നാലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഞാൻ മനസ്സിലാക്കി എന്റെ ജീവൻ കുറച്ച് പ്രശ്നത്തിലാണ്. ഞാൻ വേറെ ക്യാമറ എടുത്തു, ഞാൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോഴും ഞാൻ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഇയാള് മുന്നോട്ട് കയറി വരുമ്പോ ഞാൻ പാലിക്കേണ്ട അയാള് കറക്റ്റ് ക്യാമറ കൈ വെച്ചിട്ട് ഇങ്ങനെയാ പിടിച്ചത്, ഇങ്ങനെ കൈ മടക്കി പിടിച്ചിട്ട് ഇവിടെ ഒരൊറ്റ അടി അടിച്ചു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ സ്ട്രോങ് ആയിട്ടെന്ന് പറഞ്ഞു, ഞാൻ നിയമ നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ട് തന്റെ കൂടെ വന്നാണ്. തന്റെ കൂടെ എനിക്ക് വരാൻ തയ്യാറാണ്. ഞാൻ വേറൊരു പോലീസ് ഓഫീസറാണ് ഈ വരണം എന്ന് പറഞ്ഞു. പിന്നെ അറിയാലോ 3 പേരുടെ സ്കെച്ച് മറ്റേ സാധനം അതൊക്കെ കഴിഞ്ഞിട്ട് പോലെ ഒരു പരാതി ഞങ്ങൾക്കില്ല. എന്റെ പരാതി എന്താ ചെയ്യേണ്ടത് ഞാൻ ചോദിച്ചു. അവര് വിചാരിക്കുന്നില്ല നമ്മൾ ഇത്ര സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നു വിചാരിക്കുന്നില്ല. കാരണം മറ്റേ പോലീസിന്റെ മോക്കൊക്കെ ആകെ പോയി ആ പോലീസിനെ ആ ഭാഗത്തുനിന്ന് നിർത്തി. ആള് പറഞ്ഞു, നീ 1 കിലോമീറ്റർ അപ്പുറത്ത് പോയി നിൽക്ക്, ഇവിടെ നീ വരണ്ട. അതില്ല കണ്ടു കഴിഞ്ഞാൽ ടെൻഷൻ ആവും. എനിക്ക് ടെൻഷൻ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് നീതിബോധം എന്ന് പറയുന്ന ഒരു സംഭവം ഇടിക്കുന്ന ഒരാളെ, അതായത് ചോദിച്ച ചോദ്യം മനസ്സിലാക്കി. പേടിയുണ്ടോ? പേടിയില്ലെന്ന് പേടിപ്പിക്കാന്ന്. ഞാൻ പേടിപ്പിച്ചാൽ പറഞ്ഞിട്ടാണ് തിരിച്ചു കൊണ്ടുവരുന്നത്. അതായത് ഞാൻ മര്യാദക്ക് ഒരു വീഡിയോ ചെയ്യാതെ സമൂഹത്തിൽ നടക്കുന്ന ചെറിയ ചെറിയ വിഷയങ്ങളിൽ ഇടപെട്ടിട്ട് മര്യാദക്ക് ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളെ തല്ലി കഴിയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ, ഇവരുടെ സിസ്റ്റമാണ്, അതായത് ഈ പറയുന്ന പോലീസ് ഗ്രൂപ്പിന്റെ ഈ സിസ്റ്റമാണ് എന്നെ ആ പോലീസുകാരുടെ കുഴപ്പമൊന്നുമില്ല ബ്രേക്ക് ചെയ്യുന്നത്. ആ സിസ്റ്റമാണ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ വെള്ളപ്പൊക്കം തൊട്ടിട്ട് എല്ലാ വിഷയങ്ങളും സിസ്റ്റത്തിന്റെ കുഴപ്പം മാത്രമല്ല വ്യക്തികളുടെ കുഴപ്പമുണ്ട്. ചില പ്രൂഫ് സഹിതം കാണിച്ചിട്ട് ഈ പോലീസിന് ഇത്ര നടപടി ഉണ്ടായില്ല. പിന്നെ എപ്പോഴാ നടപടി ഉണ്ടാവുന്നറിയോ? 4 പോലീസുകാര് ബേസ് ചെയ്ത് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് വിളിച്ച് സംഭവം കാര്യങ്ങള് നടപടി ഉണ്ടാവുന്നത് മനസ്സിലാവുന്നത്. നമ്മൾ കുറെ ദൂരം പോകണം, കുറെ സമയം മെനക്കെടണം, നമ്മുടെ സമയം കളയണം. അതായത് ഇവിടെ സത്യമേവ ജയതെന്ന് പറഞ്ഞിട്ടുള്ള ടൈറ്റിൽ എഴുതി വെച്ചിട്ടുള്ളതിന് ഒരു പ്രതിബദ്ധത എന്ന് പറയുന്ന സാധനം മറന്നുപോയി. സത്യമേവ ജനഹേ പറയുകയാണ്. ജനഹേ ജനതേ. ഞാൻ ചോദിച്ചത് അറിഞ്ഞില്ലല്ലേ? ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനു ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഈ അവരവരുടെ സത്യമേവ ജനഹേ ജനതേ മറ്റേതില്ല, അതൊന്നും ഇല്ല. ഇതാണ് ഞാനൊരൊറ്റ കാര്യം പറയട്ടെ. എനിക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിൽ നമുക്ക് ബുദ്ധിയുള്ളവന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവന് വൈരാഗ്യമല്ല തോന്നാം, അവന് ഈ സിസ്റ്റം കറക്റ്റ് ചെയ്യണം എന്ന് തോന്നും. എന്റെ മനസ്സിൽ തോന്നുന്നത് പലരും പറയുന്നത് ഞാൻ മനോരോഗിയാണെന്നുള്ളത്.
അങ്ങനെയാണെങ്കിൽ എന്നെ രോഗി ഇറക്കിയത് ഈ സിസ്റ്റം തന്നെയാണ്. അതെന്താ ഈ മൈനോറിറ്റി എന്ന് പറയുന്ന ഡയലോഗ് വരുന്നതെന്താന്ന് പറയാമോ? അതായത് ഈ സൊസൈറ്റി പോകുന്ന ഒരു പോക്കുണ്ട്, സമൂഹം ഒരു പ്രത്യേക രീതിയിലാണ് പോകുന്നത്. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ട കാര്യമില്ലാന്ന് നമുക്കുള്ള ഒരു പൊതുബോധം ഉണ്ടല്ലോ. നമ്മൾ പോലീസിനെ ചോദ്യം ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മള് ഈ സർക്കാരിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. സർക്കാരിനെ ചോദ്യം ചെയ്യാം ചായക്കടയില്, അവിടെ അതിനപ്പുറത്തോട്ട് സാധനം കൊണ്ടാൻ പാടില്ല. ചായക്കടയിലെ ചത്തകളെ കുറിച്ചൊക്കെ ഓരോ ഇപ്പോഴും കുറയ്ക്കണ ആൾക്കാർ, എനിക്കറിയില്ല എന്ത് മൈരാണ് ഇപ്പോഴും പറയും. പണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയും. പഴയ സാധനം ഇപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്നതാന്ന് തോന്നുന്നു എന്തെങ്കിലും അവിടെ. അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഈ ഒരു പ്രത്യേക സമൂഹത്തിനകത്ത് ഒരാളങ്ങനെ മാറിയുന്നുണ്ടേ ഒരു പുതിയ പരിപാടി അവതരിപ്പിക്കുന്നു. അതെന്താ അങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ പുറത്തായി, താൻ വിയേഡായിട്ടാ ബിഹേവ് ചെയ്യുന്നത്. താൻ അങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഇവിടെ ആരും അങ്ങനെ ബിഹേവ് ചെയ്യുന്നില്ലോ, തനിക്ക് വട്ടമുണ്ട് അങ്ങനെ അങ്ങനെ വിചാരിക്കുന്നില്ല. പക്ഷെ അതാ പറഞ്ഞത് സൊസൈറ്റി മെജോറിറ്റി അല്ല, സൊസൈറ്റി അല്ലല്ല. മെജോറിറ്റി എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ യാതൊരു ബന്ധവും അല്ല, ഈ സൊസൈറ്റി ആണ് ആ മെജോറിറ്റി. അങ്ങനല്ല, ഈ സൊസൈറ്റിയിലെ മെജോറിറ്റി അത് തന്നെ. നമ്മളിപ്പോ മൈനോറിറ്റി ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാരല്ലേ. മെജോറിറ്റി ആൾക്കാരുടെ താല്പര്യങ്ങളും മെജോറിറ്റി ആൾക്കാരുടെ എന്താ പറയണ്ടേ റെപ്രസെന്റേറ്റീവ്സ് എവിടെ ഇരിക്കുന്നത്. അപ്പൊ പിന്നെ താൻ എന്താ പ്രതീക്ഷിച്ചത്? മെജോറിറ്റി ആൾക്കാർ ഇങ്ങനെ ഇവിടുത്തെ മനുഷ്യർ ഇങ്ങനെയാണ്. ബിഗ് ബോസ് കണ്ടിങ്ങനെ അറിയാം. ബിഗ് ബോസ് ആരൊക്കെ വിജയിച്ചിട്ടുള്ളതെന്ന് ആലോചിച്ചു. എടാ ആര് വിജയിച്ചു? അവിടെ അവര് ഷോ നടത്തുന്നു, ആ പൊട്ടപ്പരിപാടി കാണുന്ന അവിടെ ആര് ജയിച്ചോ വിളിച്ചാ പോയ ഞാൻ പോവും. താൻ അവിടെ പോകണ്ട, ഞാൻ അവിടെ പോയി നടക്കത്തില്ല. പുറത്തു വരില്ല. അങ്ങനെയല്ല, അവിടെ ഒന്നും നടക്കാന്ന് മുതൽ അവിടെ അതിനല്ല അവര് വിളിക്കുന്നത്. അവിടുത്തെ കോൺട്രാക്ട് ഒക്കെ വേറെ, അങ്ങനൊന്നും അല്ലത്. അതുകൊണ്ട് അത് നോക്കണ്ട. ബിഗ് ബോസ് ഷോ എന്ന് പറയുന്ന സാധനം കാണുന്നതാ പ്രശ്നം. അവിടെ ആര് ജയിക്കുന്നു എന്നുള്ളതോ നോക്കുന്നുള്ളൊരു വിഷയമല്ല. അതിന് പ്രേക്ഷകരുള്ളത് വലിയ പ്രശ്നമാണ്. പക്ഷെ രണ്ട് വിജയികളെ കറക്റ്റ് ആയിട്ടുണ്ടാക്കും. അതെങ്ങനെ നമ്മുടെ വിഷയം പുറത്താക്കപ്പെടുന്ന വിജയി ഒന്ന് ജയിക്കും. അതിനകത്ത് രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ എപ്പോഴും എതിരാളിയായിട്ട് മാറും. സമൂഹത്തിൽ ഒരാള് എഗെയിൻസ്റ്റ് ആണ്, മറ്റേ വിന്നറും. ഇയാള് പോരാത്ത ആളുമാണ്, ഇയാള് കുഴപ്പക്കാരനാണ്, അയാളുമായിട്ട് മത്സരിച്ച ആളെന്നുള്ളതിൽ ഇയാൾക്ക് പ്രശ്നങ്ങളും വരും. ഇയാൾ ഭയങ്കരമായിട്ട് ബാഷ് ചെയ്യും, മനസ്സിലാവോ? ഭയങ്കര മോശമായിട്ട് വരും. മറ്റേ ആര്യ എന്ന് പറയുന്ന നടിയുണ്ടല്ലോ, മറ്റൊരു സിനിമാ നടിയല്ല, മനസ്സിലായില്ലേ? അതിനൊക്കെ ഇതൊന്നും കുത്തിയിരുന്ന് കണ്ടിട്ടല്ലേ പറയണേ. പക്ഷെ നമുക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കാണുന്ന സംഭവം, ഞാൻ പ്രോഗ്രാം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യന് എത്രത്തോളം ട്രാൻസ്പെറന്റ് ആവാൻ കഴിയും എന്നുള്ളതിന്റെ ട്രാൻസ്പെറന്റ് അല്ലത്. അത് ഓൾറെഡി പ്ലാൻഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റഡ് ആണ്. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടലി എല്ലാം സ്ക്രിപ്റ്റഡ് അല്ല. ഒരു പ്രത്യേക ഇൻസിഡന്റിൽ ബിഹേവ് ചെയ്യുന്നതൊക്കെ അവർ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇത് എഡിറ്റിംഗും ഉണ്ട്. ഇത് 2 ദിവസം മുമ്പ് ഷൂട്ട് ചെയ്ത സാധനം 3-ാമത്തെ ദിവസം ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ലൈവ് എന്നുള്ള ധാരണയിൽ ആൾക്കാർ കാണുന്നേ ഉള്ളൂ. അല്ലാതെ ഇത് അപ്പൊ തന്നെ കാണിക്കുന്ന പരിപാടിയല്ല. അങ്ങനെ ലൈവ് വരാൻ പറ്റത്തില്ല. ഇത് കാണുന്നവരുടെ മാനസികാവസ്ഥ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഈ WWE ഇല്ലേ, WWF ഒക്കെ കണ്ടോണ്ടിരുന്ന ആൾക്കാർ ഇടി ഒറിജിനൽ ആണെന്ന് തോന്നുന്നു അവർക്ക്. ഭയങ്കര ഇടിയോ, അവര് തമ്മിൽ ഇത് അറിഞ്ഞിട്ട് ഇരുന്ന് കാണുന്നവരുണ്ട്. അറിഞ്ഞിട്ടും കണ്ടിട്ട് എൻജോയ് ക്രിക്കറ്റ് ആണ് പറഞ്ഞ ഇപ്പൊ ഇവര് വേറെ പരിപാടി കാണുന്നില്ലേ? ആ എല്ലാരും ഇപ്പോഴത്തെ കളി എന്തോ ക്രിക്കറ്റ് അല്ലത്. ക്രിക്കറ്റ് കഴിഞ്ഞു 50 ഓവർ ആ പരിപാടി ഫുൾ സ്ട്രെച്ചിൽ ഗെയിം. അത് ആ ഗെയിം കഴിഞ്ഞു. പിന്നെ ഇപ്പൊ വലിയ കലവപ്പില്ലാതെ കളിച്ചോണ്ടിരിക്കുന്നത് ഫുട്ബോളേ ഉള്ളൂ. അല്ല ബാക്കി കുറെ ഉണ്ട്. ഇല്ലെന്നല്ല, ഈ ചെറിയ സമയങ്ങൾ കൊണ്ട്, അതായത് 1 മണിക്കൂർ കൊണ്ടൊക്കെ തീർന്നുകൊണ്ടിരുന്ന കളികൾക്കകത്ത് വലിയ മായം കിടക്കാൻ പറ്റത്തില്ല. പക്ഷെ ക്രിക്കറ്റ് ഒക്കെ വന്യ അലമ്പായി, കോഴ അലമ്പ് എന്തുവാടേ, മനസ്സിലായോ? അങ്ങനെ പറ്റത്തില്ല. എന്റർടൈൻമെന്റ് അല്ലേ, സ്പോർട്സ് ആൻഡ് എന്റർടൈൻമെന്റ് ആണോ? അങ്ങനെയാണ്. അത് രണ്ടും കൂടാ. അത് പ്രത്യേകതരം പരിപാടിയാണ്. അപ്പോഴാണ് മറ്റേ സാധനം വന്നത്, മറ്റേ ചിയർ ഗേൾസ് ഒക്കെ വന്നത്. ഒരു കാര്യം പറയട്ടെ, ഈ സിനിമ ഒറിജിനൽ ആണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ ഇത് വെച്ച് ഞാൻ ചെറുപ്പത്തില് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമില് കിരീടം കണ്ടിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ ചത്ത മോഹൻലാൽ എങ്ങനെയാണ്. എനിക്ക് അടുത്ത പടം വരുന്ന ഒരു സമാധാനമില്ല. റഹ്മാൻ മിക്ക സിനിമയിലും മരിക്കും. പിന്നെ അടുത്ത പടത്തിൽ റഹ്മാൻ വരുന്ന വരെ ഞാൻ വെയിറ്റ് ചെയ്യും. റഹ്മാനാണ് ആദ്യം പടവും ഇല്ല, മോഹൻലാലൊക്കെയാണ് സമാധാനം. ഇത് മമ്മൂട്ടി മോഹൻലാലൊക്കെ മരിച്ചാലും കുഴപ്പമില്ല, പെട്ടെന്ന് അടുത്ത പടം വരും. റഹ്മാന്റെ കേസ് അതല്ല. ഞാൻ കുറെ നാൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് റഹ്മാൻ മരിച്ചോ പണ്ടാരം
മോഹൻലാൽ 3 പ്രാവശ്യം മരിച്ചിട്ട് വന്നു കഴിഞ്ഞിരിക്കുന്നു. പലരും മരിച്ചിട്ട് തിരിച്ചു വന്നു, വന്നിട്ടില്ല. ലാസ്റ്റ് റഹ്മാൻ എന്തോ മരിച്ചു, പിന്നെ കണ്ടിട്ടേ പിന്നെ കുറെ കൊല്ലം കഴിഞ്ഞ മറ്റേ എന്തോ രാജമാണിക്യത്തിനകത്ത് ഇല്ല, രാജമാണിക്യത്തിനകത്ത് വന്നു. അപ്പോഴത്തെ എനിക്ക് മനസ്സിലായി അതിനകത്ത് മരിക്കുന്നില്ല. ഇപ്പൊ മരണം നിർത്തി, റഹ്മാൻ മരണപരിപാടി നിർത്തി. മരണസ്റ്റാർ അല്ല, പണ്ട് ഒരുപാട് പലതും ദുരൂഹതയാ. ചിലപ്പോ ഇടയ്ക്കെങ്ങാനും വെച്ച് കറണ്ട് പോയാൽ മരിച്ചതിന്റെ കാരണം അറിയാതെ നമ്മൾ പിന്നെയും വെയിറ്റ് ചെയ്തിരിക്കണം കുറെ നാളുകൾ. ഇതേപോലെ സിസ്റ്റം അല്ല അന്ന് ദൂരദർശനിലൊക്കെയാ കാണുന്നത്. മരിച്ച് അതുമല്ല, മരിച്ചിട്ട് സിനിമ മുഴുവൻ കാണാൻ പറ്റാതെ കറണ്ട് പോയാൽ റൂമ്പി എങ്ങനെ മരിച്ചു ഇല്ലയോ സ്കൂളിൽ ചെന്ന് നമ്മള് ചോദിക്കുമ്പോ പറയാം അവിടെ കറണ്ട് പോയെന്നാ പറയാൻ. ഒരുമാനപ്പെട്ട കുട്ടികളൊക്കെ ഇപ്പോഴാണ് കുഴപ്പമില്ല, യൂട്യൂബിലാണ് കാണുന്നത്, അവർക്ക് എപ്പോഴും ഇത് കണ്ടു തീർക്കാം. നമ്മൾ ഒറ്റ സ്ഥലത്ത് ഇരുന്ന് എല്ലാ പടവും കാണുന്ന നിർബന്ധമില്ല. അതുകൊണ്ടാണ് അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു പോയെന്നൊക്കെ പറഞ്ഞ പ്രശ്നമുള്ളത്. എന്തെങ്കിലും ആട്ടെ, നമ്മൾ വിഷയത്തിൽ നിന്ന് റോഡിലോട്ട് വരും. അതായത് ഒരു ഡിപ്പാർട്ട്മെന്റ് ഇവിടെ പ്രോഫിറ്റബിൾ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രോഫിറ്റബിൾ ആയിരിക്കുന്ന വല്ല കാശായതുകൊണ്ട് സ്വന്തം അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത ഒരാൾ വരുന്ന ഒരാളും വല്ലവരുടെ കാശിട്ട് ചുമ്മാ കളിക്കുന്ന ഒരാളും തമ്മിലുള്ള ഒരു വ്യത്യാസം ഈ പറഞ്ഞ മനുഷ്യരുടെ എല്ലാം ഇതിനകത്തുണ്ട്. നമ്മുടെ ആൾക്കാർ അങ്ങനെയാ, തനിക്ക് ചുമ്മാ കുറെ പൈസ കിട്ടുക, താൻ അത് വെച്ചിട്ട് ഇത് ബിസിനസ് ഡെവലപ്പ് ചെയ്ത് വലിയ ലാഭകരമാക്കുന്ന ആവശ്യമില്ല എന്നുള്ളതാണ് ഇവിടെ പഠിക്കുന്നത്. ആകാശവാണിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എല്ലാ സ്ഥലങ്ങളിലുള്ള ഹെഡ് ക്വാർട്ടേഴ്സ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരിലുള്ള ഹെഡ് ക്വാർട്ടേഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് അവിടുത്തെ സ്റ്റാഫിന് താമസിക്കാനുള്ള ക്വാർട്ടേഴ്സ് ഉണ്ടല്ലോ, അവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കൂടെ മരം പുറത്തേക്ക് വന്നില്ല, ഒരു നോക്കി നടപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. 1.5 വർഷം സീരിയസ്ലി അത് നല്ലൊരു ആർട്ടിസ്റ്റിനെ വെച്ച് സംഭവം ബിനാലേക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന അല്ല, നല്ലൊരു ഐഡിയ അത് അല്ല. ഒത്തിരി എടുത്തുണ്ട് മരമൊക്കെ റിസോർട്ടിനകത്തൊക്കെയാ. അല്ല, ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ അല്ല, ഇത് പക്ഷെ നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. ആ പ്ലേസ് അങ്ങനെ കൊടുക്കാം. കാരണം ശരിക്ക് നടുവിലൂടെയാണ് മരമാണെന്നുള്ളത്. അതങ്ങനെ പൊളിച്ച് എടാ, ഈ രാത്രി ആയി കഴിഞ്ഞ ഒരു ഉഗ്ര സീനുണ്ട് നമ്മുടെ അവിടെയൊക്കെ. തടിവണ്ടി പോകുന്നതാണ് ഇങ്ങനെ എല്ലാ ദിവസവും എവിടുന്നാണോ ഇത്രയും തടി പോകുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ വർഷത്തിലൊരിക്കൽ ഒരു മരം നടും, പിന്നെ റോഡിന് നടുക്കുകൊണ്ട് ഇങ്ങനെ ചെടി നടും. പ്രകൃതി സംരക്ഷണം അല്ല, കാലഘട്ടങ്ങൾക്ക് ശേഷം ഈ രാത്രി ഇറങ്ങാത്ത ആൾക്കാർക്ക് ഇത് കാണുന്നത് ഭയങ്കര സന്തോഷമാണ്. അല്ല, ഞാൻ ചുമ്മാ പറഞ്ഞല്ല, ഈ മരം നടൽ പ്രഹസനം കണ്ടു കഴിഞ്ഞാണല്ലോ, അത് പ്രത്യേകിച്ച് രാത്രി ഇറങ്ങരുത്. പക്ഷെ രാത്രി ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 11 ആയി കഴിഞ്ഞാൽ പിന്നെ തടിവണ്ടിയുടെ കളിയാ. ഇത് എവിടുന്നോടോ ഇത്ര തടി പോകുന്നത്? പക്ഷെ വണ്ടി കാണുമ്പോൾ അത്രയും തടി വെക്കൊണ്ടിരിക്കുക. പക്ഷെ അതിന് വേറൊരു ദിവസമുണ്ട് മരം നടന്ന് പിള്ളേരൊക്കെ കൂടെ സ്കൂളിൽ ചെന്നിട്ട് വെള്ളം ഒഴിക്കും. മന്ത്രിയൊക്കെ വന്നാ നടന്നത്. അതാ ഭയങ്കര കോമഡി. എന്തൊരു കോമഡിയാണ് ഇവരെല്ലാം ചെയ്യുന്നത്. ഇവിടെ ആൾക്കാരെ പറ്റി ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ മണ്ണന്മാരായതുകൊണ്ട് ഇവന്മാർക്ക് ഇത് വലിയ സന്തോഷം ഇത് കാണുന്നത്. മഴ പെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞൊരു മന്ത്രി ഉണ്ടായിരുന്നിട്ട് എടാ, ജപ്പാൻ കുടിവെള്ള പദ്ധതി അത് അല്ലല്ല, അവിടെ നിന്ന് ജപ്പാനിൽ നിന്ന് പൈപ്പ് ലൈൻ ഇടാൻ പോവാ ഇങ്ങോട്ട്. അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ട്. അതുകൊണ്ട് വേറെ മഴയുടെ ഒക്കെ പറഞ്ഞാൽ എനിക്കറിയില്ല. എല്ലാത്തിനും ശാസ്ത്രീയമായി പല കാര്യങ്ങൾ, അത് ഊഷ്മാവ് വർദ്ധിക്കുന്നത് അത് വേറെ. ശാസ്ത്രജ്ഞന്മാരാണല്ലോ ഇവിടെ മന്ത്രിമാരാവുന്നത്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. വിദ്യാഭ്യാസ മന്ത്രിക്ക് വിദ്യാഭ്യാസമേ ഇല്ല. സൂപ്പർ വിദ്യാഭ്യാസം അങ്ങനെ കൈമാറണമെന്നുള്ളതാണ് കറക്റ്റ് പേഴ്സൺ കൊണ്ട് കൊടുക്കുന്നത്. അതായത് ഒരാൾക്കും വിദ്യാഭ്യാസം ഇവിടെ. നീ ഏത് മന്ത്രിക്ക് വിദ്യാഭ്യാസം ഉള്ളത്? അല്ല, അഡ്വക്കേറ്റ് ഈ പറഞ്ഞ LLB പഠിച്ച് പാസ്സായ കുറച്ച് പേരുണ്ട്. പക്ഷെ ഇവരാരും കോടതി പോയിട്ടുള്ളവരൊന്നും അല്ല, ചുമ്മാ പറയുന്ന. ഇവര് LLB എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയോ എവിടെയോ ചെന്ന് ഏതാണ്ട് ഒപ്പിച്ചോണ്ട് വരുന്നില്ല. മാനേജ്മെന്റ് എന്താണെന്ന് അറിയില്ല, കോർഡിനേഷൻ എന്താണെന്നുള്ളത് അറിയില്ല, എങ്ങനെ ഒരു ടീമിനെ മാനേജ് ചെയ്യണമെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. ഇവർക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ് ചെയ്ത് പ്രൊഡക്റ്റുകൾ പുറത്തേക്ക് ഇറക്കുക, മെയിൻറ്റെയിൻ ചെയ്യാൻ പരിപാടിയില്ല. നശിക്കുമ്പോ പുതിയ പ്രൊഡക്റ്റ് ഇറക്കാനുള്ള പരിപാടികൾ നോക്കുക. സത്യം ഇവിടെ അങ്ങനെ അതിനുള്ള ആൾക്കാരൊന്നും ഇല്ല. പിന്നെ ഇത് എങ്ങനെയൊക്കെ നടന്നു പോകുന്നു.
ആരും അറിയാതെ പോയ പദ്ധതി എന്നറിയാമോ? ഈ ടോയ്ലറ്റ് ഇറങ്ങി പിന്നെ അതിനകത്ത് ചെടി മുളച്ചിരിക്കുന്നതാണ്. പക്ഷെ നല്ല വളമാണല്ലോ, വളരെ കണ്ടുപിടുത്തോ എന്തൊക്കെയാണ് ഓരോരോ ഉടായ്പകള്. അപ്പൊ നമുക്ക് നിർത്താം. ഇനി അടുത്ത ഒരുപാട് കാര്യങ്ങളിലേക്ക് ബഡ്ജറ്റിൽ നമ്പർ ഒന്നൊന്ന് പറഞ്ഞേക്കാൻ. അടുത്ത വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് ഇനി മഴ പെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട്. 1916 വിളിച്ചിട്ട് പരമാവധി ആൾക്കാർ കംപ്ലൈന്റ് ചെയ്യുക. അല്ലാത്ത വർഷം വീഡിയോ കാര്യങ്ങളോ എന്റെ ഫോൺ നമ്പറിലേക്ക് അയക്കുക. 9778222477 എന്നാണ്. അതേപോലെ തന്നെ ഈ പ്രോപ്പർ പ്ലേസും കാര്യങ്ങളും മെൻഷൻ ചെയ്യുകയാണെങ്കിൽ 1916 വിളിച്ച് നമ്മൾ കംപ്ലൈന്റ് ചെയ്യും. ഈ പ്രശ്നങ്ങൾ അവർ പരിഹരിക്കേണ്ടതാണ്. പരമാവധി നിങ്ങൾ തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് 1916 വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുക. പ്രോപ്പർ ആയിട്ട് എല്ലാ സ്ഥലത്തിന്റെയും കാര്യങ്ങളുടെയും ഇൻഫോർമേഷൻ കൊടുത്ത് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്കറ്റ് നമ്പർ നിങ്ങളുടെ മൊബൈലിലേക്ക് മെസ്സേജ് വരും. ആ ഡോക്കറ്റ് നമ്പർ വന്നിട്ടില്ലെങ്കിൽ വീണ്ടും വിളിച്ച് അത് ശേഖരിക്കേണ്ടതാണ്. അതേപോലെ തന്നെ എക്കോലൂമില് നിങ്ങളുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലൈന്റ് ചെയ്തതിന്റെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും. റീസോൾവ് എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും വിശ്വസിക്കരുത്. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തുക അത് സോൾവ് ആയിട്ട് തന്നെയാണോ എന്നുള്ളത്. അപ്പോ പരമാവധി നമുക്ക് നമ്മളുടെ അധികാരബോധത്തെ കുറിച്ചൊരു ബോധ്യം ഉണ്ടാവണം. ഇവിടെ അടുത്തൊരു വെള്ളപ്പൊക്കം നമ്മൾ ഫേസ് ചെയ്യേണ്ട ആവശ്യകത ഇല്ല. അതുകൊണ്ട് തന്നെ പരമാവധി ജനങ്ങൾ ഇതിന് ഈ ഡ്രൈനേജ് വാട്ടർ ഈ പറഞ്ഞ പോലെ വാട്ടർ ലീക്കേജ് കാര്യങ്ങൾ കാണുകയാണെങ്കിൽ പരമാവധി റിപ്പോർട്ട് ചെയ്യുക. റിപ്പോർട്ട് ചെയ്തിട്ടും അവർ പ്രോപ്പർ ആയിട്ടുള്ള നടപടി എടുത്തിട്ടില്ലാതെ ഒരു വെള്ളപ്പൊക്കം ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് അവരുടെ അനാസ്ഥയാണ്. അനാസ്ഥയാണ്. ഓക്കെ, അപ്പൊ ഓക്കെ ബൈ.